ക്ലബ് ഹൗസ് മീഡിയ റൂമിൻ്റെ ദൃശ്യസാക്ഷ്യം 18ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാധ്യമ മേഖലയിലെ പ്രമുഖരുടെ അനുഭവ സാക്ഷ്യങ്ങളായിട്ട് തുടങ്ങിയ ഈ മീഡിയ റൂമിൻ്റെ പരിപാടികൾ 4ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ശുഭമുഹൂർത്തം കൂടിയാണ്. ഇന്ന് ജൂണാണ്, 1-ാം തീയതിയാണ്. നമ്മൾ 2021 ജൂണിലാണ് ഈ മീഡിയ റൂമിലെ പരിപാടികൾ ആരംഭിക്കുന്നത് ക്ലബ് ഹൗസിൽ. അപ്പോൾ അതിൻ്റെ ഒരാഴ്ച പോലും മുടങ്ങാതെ എല്ലാ ശനിയാഴ്ചകളിലും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പരിപാടിയുടെ ഈ അധ്യായം വളരെ ശുഭസൂചകമായിട്ട് നമ്മൾ തുടങ്ങുകയാണ്. ഇന്നത്തെ ക്ലബ് ഹൗസ് മീഡിയ റൂമിൻ്റെ ഈ ദൃശ്യസാക്ഷ്യം പരിപാടിയിലേക്ക് അതിഥികളായിട്ട് എത്തിയിട്ടുള്ളത് 2 പ്രമുഖരായിട്ടുള്ള ഡോക്യുമെൻ്ററി സംവിധായകരാണ്. ഡോക്യുമെൻ്ററി സംവിധായകരിൽ നിരവധി പേർ ഇവിടെ വന്ന് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയയിൽ പ്രവർത്തിക്കുന്ന കുറച്ച് പേര് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് അതിഥിയായി എത്തിയിട്ടുള്ള ശ്രീ ജെയിംസ് ജോസഫ്, അദ്ദേഹം ഇതുപോലെ പ്രത്യേകമായ ചില വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡോക്യുമെൻ്ററികളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള നിരവധി ഡോക്യുമെൻ്ററികളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അദ്ദേഹവും ശ്രീ ജി ഹരി, പത്മനാഭ സ്വാമി ക്ഷേത്രത്തെ പറ്റിയുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ് ശ്രീ ജി ഹരി നീലഗിരിയെ സംബന്ധിച്ച് ഏറ്റവും ഓർമ്മിപ്പിക്കത്തക്കതായിട്ടുള്ളത്. 2 പേരെയും ഈ പരമ്പരയിലേക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ആദ്യം നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് നിരവധി ഡോക്യുമെൻ്ററികൾ ചെയ്ത് സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള ശ്രീ ജെയിംസ് ജോസഫ് സാറാണ്. ഹലോ, കേൾക്കാമോ സർ? കേൾക്കാമോ? കേൾക്കാം. സംസാരിച്ചു തുടങ്ങാൻ സമയമായോ? ഇല്ല സർ, ഞാൻ അങ്ങേ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ജെയിംസ് സാറിനെ ഇവിടുത്തെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തിയതിന് ശേഷം സാർ സംസാരിച്ചു തുടങ്ങാവുന്നതാണ്. ഞാൻ അങ്ങയെ പരിചയപ്പെടുത്തുമ്പോൾ അങ്ങയുടെ ചില ഡോക്യുമെൻ്ററികളും കൂടി പറയണമല്ലോ. അപ്പോൾ നവാഗത സംവിധായകനുള്ള ഫിലിം ക്രിട്ടിക്സ് അവാർഡ്, മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ നേടിയ ഡോക്യുമെൻ്ററി സിനിമാ സംവിധായകനായ ശ്രീ ജെയിംസ് ജോസഫ് സാറിനെയാണ് ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻ്ററികൾ, നിരവധി ഡോക്യുമെൻ്ററികൾ ഒരുപക്ഷെ നമ്മൾ കണ്ടത് തന്നെയായിരിക്കും. അതിൽ സുൽത്താൻ ബത്തേരിയിലെ മുത്തങ്ങ സ്കൂളിന് വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി, എനിക്ക് തോന്നുന്നു അത് നമ്മൾ പല മാധ്യമങ്ങളിലായിട്ട് കണ്ടിട്ടുണ്ട്. അത് അദ്ദേഹം ചൂണ്ട ഒരു പഠന സങ്കേതം എന്ന പേരിലാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുകൂടാതെ അദ്ദേഹം കമ്മ്യൂണിറ്റി റേഡിയോ, ബെൻസിഗർ, കൊല്ലത്തെ ഒരു കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ, വളരെ പ്രശസ്തമായ രീതിയിൽ നടക്കുന്ന ബെൻസിഗർ റേഡിയോൻ്റെ ചീഫ് കോർഡിനേറ്ററുമാണ്. നല്ലൊരു അധ്യാപകനാണ് അദ്ദേഹം. രേവതി കലാമന്ദിർ എന്ന് പറയുന്ന ഫിലിം അക്കാദമിയുടെ അക്കാഡമിക് ഹെഡായിരുന്നു അദ്ദേഹം. ശാസ്ത്ര സംബന്ധിയായിട്ടുള്ള 2 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 98 ടെലിവിഷൻ ഡോക്യുമെൻ്ററി അവാർഡാണ് അദ്ദേഹത്തിന് അവാർഡ് നേടിക്കൊടുത്തത്. അതുപോലെ സ്റ്റേറ്റ് അവാർഡ് 92 സ്റ്റേറ്റ് അവാർഡ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഏറ്റവും ജനകീയമായ ഒരു സയൻസ് ഫിക്ഷന് വേണ്ടിയിട്ടുള്ളതാണ് അവാർഡ്. 2000 കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. 2004 അരവിന്ദൻ പുരസ്കാരവും പത്മരാജൻ പുരസ്കാരവും 2005 അദ്ദേഹം നേടിയിട്ടുണ്ട്. അദ്ദേഹം ചെയ്തിട്ടുള്ള മറ്റൊരു ഡോക്യുമെൻ്ററി ലേണിംഗ് ഫോർ ലേണിംഗ് എന്ന ഒരു ഡോക്യുമെൻ്ററിയാണ്. അത് യൂറോപ്യൻ യൂണിയൻ്റെ അവാർഡ് നേടിയിട്ടുണ്ട്. ഇതുകൂടാതെ 300-ലധികം ഡോക്യുമെൻ്ററികൾ അദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇത് കൂടാതെ അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത കാലത്ത് പ്രശസ്തനാക്കിയിട്ടുള്ള മറ്റൊന്ന്, അദ്ദേഹം ഒരു ഫീച്ചർ ഫിലിം
മിന്റെ സംവിധായകനായിരുന്നു. ഗലീലിയോ എന്ന് പറയുന്ന ആ ഫീച്ചർ ഫിലിം IFFKയിലും അതുപോലെ ഇന്ത്യൻ പനോരമയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സിനിമയാണ്. നമ്മളത് ഒരു ചർച്ചയായി മാറുന്നത് കാണുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഊർജതന്ത്രത്തിൽ നോബൽ സമ്മാന ജേതാവായിട്ടുള്ള CV രാമൻ, ഇന്ത്യൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള CV രാമനെ കുറിച്ച് അദ്ദേഹം ചെയ്ത ഒരു ഡോക്യുമെന്ററിക്ക് STEC സ്റ്റേറ്റ് അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ ഒരു ബെസ്റ്റ് പോപ്പുലർ സയൻസ് ബുക്കിന് സംസ്ഥാന ഉൽപ്പത്തി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിരവധി അവാർഡുകൾക്ക് അർഹനായിട്ടുള്ള അദ്ദേഹത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് ഇവിടുത്തെ ക്ലബ് ഹൗസ് മീഡിയ റൂമിലെ എല്ലാ ശ്രോതാക്കൾക്കുമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം അദ്ദേഹം സംസാരിച്ചതിന് ശേഷം നമ്മൾ അടുത്ത അതിഥിയിലേക്ക് പോകും. ശ്രീ G. ഹരി നീലഗിരിയിലേക്ക് പോകും. ആദ്യം ജെയിംസ് സാറ് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ, അദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു ഡോക്യുമെന്ററി സംവിധാന രംഗത്തേക്ക്, സിനിമാ മേഖലയിലേക്കൊക്കെ എത്തിയത് എന്നുള്ളത് അദ്ദേഹം നമ്മളോട് പറഞ്ഞു തരും. അദ്ദേഹത്തിനെ നമുക്ക് കൂടുതൽ അറിയാം. ശ്രീ ജെയിംസ് ജോസഫ് സാറിനെ ഈ വേദിയിലേക്ക് എല്ലാ സ്നേഹത്തോടും കൂടി സ്വാഗതം ചെയ്യുന്നു. അതെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ബോസ് 4 വർഷമായി ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. സുഹൃത്തുക്കളായ രാജഗോപാലിനും പ്രദീപ് നായർക്കും ശ്രീമതി ഹേമയ്ക്കും, എന്നെ പരിചയപ്പെടുത്തിയ ശ്രീമതി ഹേമയ്ക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഞാൻ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് എന്നെ പരിചയപ്പെടുത്തിയ നല്ല വാക്കുകൾക്കെല്ലാം നന്ദി പറയുമ്പോൾ അതിൽ 2 കാര്യങ്ങൾ ഒരു തിരുത്തൽ ആവശ്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പത്മരാജൻ പുരസ്കാരവും അരവിന്ദൻ പുരസ്കാരത്തിന്റെയും ജൂറി മെമ്പർ ആയിരുന്നു ഞാൻ. എനിക്ക് ആ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടില്ല. അതൊരു തിരുത്തലായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്. രണ്ടാമത്തത്, ദീർഘകാലമായി ഡോക്യുമെന്ററികൾ ചെയ്യുന്നുണ്ട്, ഫീച്ചർ ഫിലിം ചെയ്യുന്നുണ്ട്. അപ്പോ അതിൽ എനിക്ക് പറയാനുള്ളത്, എൻ്റെ അനുഭവം എന്ന നിലയ്ക്ക് ഞാൻ എങ്ങനെ ഈ മേഖലയിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ, ദൃശ്യകലകൾ, അത് പെയിന്റിങ് തൊട്ട് ഫോട്ടോഗ്രാഫി, ഫിലിം മേക്കിംഗ്, അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന കുറെ ആളുകളുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഒരൊറ്റ നിമിഷം സർ, ശ്രീ G. ഹരി, അദ്ദേഹത്തിന്റെ ഇതൊന്ന് ഓഫ് ചെയ്യാമോ മൈക്ക്? ഈ മൈക്കിന്റെ ഐക്കണിൽ ഒന്ന് ടച്ച് ചെയ്താൽ ഇത് ഓഫ് ആവും. ഓക്കെ, നമുക്ക് സൗണ്ട് വേറെ ഡിസ്റ്റർബൻസസ് വരുന്നു, അതുകൊണ്ട്. സർ തുടരാം, ജെയിംസ് സർ തുടരാം. അപ്പോ എൻ്റെ ഒരു പക്ഷേ ഈ സിനിമയിലേക്ക് എൻ്റെ കാലഘട്ടത്തിലുള്ള ആളുകൾ അതൊരു ഫിലിം ജനറേഷൻ ആയിട്ടാണ് പറയപ്പെടുന്നത്. 60കളിലെ കലാലയത്തിൽ ജീവിച്ചു പോകുന്ന ഒരാൾക്ക് സിനിമയിൽ നിന്ന് വേറിട്ട് പോകാൻ പറ്റൂല. അത് സിനിമയിലെ ഏറ്റവും സംഭവബഹുലമായ ഒരു കാലമായിരുന്നു. ഒരുപക്ഷെ പഴയ സിനിമകളിൽ നിന്ന് വേറിട്ട് പുതിയ സിനിമകൾ വരികയും ഫീച്ചർ ഫിലിമുകളിലേക്ക് ഡോക്യുമെന്ററിയുടെ ലാവണ്യശാസ്ത്രം കടന്നു വരികയും ചെയ്യുന്ന ഒരു കാലമാണ്. അതുവരെ ഇത് രണ്ടും 2 കളങ്ങളിലാണ് നിന്നത്. പക്ഷേ നവതരംഗം വരുമ്പോ, ക്യാമറ സ്റ്റൈലോ പ്രസ്ഥാനമൊക്കെ വരുമ്പോ ഡോക്യുമെന്ററിയും ഫിക്ഷൻ ഫിലിമും തമ്മിലുള്ള അതിർവരമ്പുകൾ മാഞ്ഞു തുടങ്ങിയിരുന്നു. ഡോക്യുമെന്ററികളുടെ ഒരു രീതിശാസ്ത്രം ഫീച്ചർ ഫിലിമുകൾ സ്വീകരിക്കാൻ തുടങ്ങി. അതിപ്പോഴും തുടരുന്നു. ഒരുപക്ഷെ സമീപകാലത്ത് കമേഴ്ഷ്യൽ റിലീസിൽ വളരെ സക്സസ്ഫുൾ ആയ ചില സിനിമകളെല്ലാം ഡോക്യുമെന്ററികളാണ്. ഫാരൻഹീറ്റ് 11 ഫാരൻഹീറ്റും മോട്ടോർ സൈക്കിൾ ഡയറീസും ഒക്കെ തിയേറ്ററുകളിൽ ഓടി പണം വാരിയ സിനിമകളാണ്. ഇന്നൊരുപക്ഷെ സിനിമകളിൽ അങ്ങനെ ഒരു കൃത്യമായ വേർതിരിവുകളില്ല. ഇത് എൻ്റെ ഒരു നിരീക്ഷണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഡോക്യുമെന്ററികളെ കുറിച്ചുള്ള ഒരു സംഗതി, പ്രധാനമായും ഞാൻ ശാസ്ത്ര വിഷയങ്ങളോ ഡെവലപ്മെന്റൽ വിഷയങ്ങളുടെ ഒപ്പം പോകാനാണ് ശ്രമിച്ചത്. എന്തുകൊണ്ട് ശാസ്ത്രം സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം, ഒരുപക്ഷെ ശാസ്ത്രം, ആധുനിക ശാസ്ത്രം ലെൻസുകളുടെ കാഴ്ചകളാണില്ല. നമ്മളാരും പ്രോട്ടോണും ന്യൂട്രോണും കാണുന്നില്ല. മൈക്രോസ്കോപ്പിന്റെ ലെൻസിലൂടെ കാണുന്ന യാഥാർത്ഥ്യങ്ങളെയാണ് നാം ശാസ്ത്ര സത്യം എന്ന് പറയുക. വിദൂരങ്ങളായ കാഴ്ചകൾ ടെലിസ്കോപ്പിലൂടെ കാണുന്നത്, ഇതെല്ലാം ലെൻസുകളാണ്. ഒരുപക്ഷെ
ശാസ്ത്രം പഠിപ്പിക്കുന്നത് ഒരുപക്ഷെ ഒരു പുതിയ ദൃശ്യ സംസ്കാരമാണ്. അത് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ ദൃശ്യ സംസ്കാരത്തിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു നമ്മളെല്ലാം. പക്ഷെ അവിടെ ഒരു ഓ, വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ ശാസ്ത്രത്തെ പലപ്പോഴും നമ്മൾ വളരെ വികാരരഹിതമായ ഒരു മേഖലയായിട്ടാണ് കാണുക. പക്ഷെ ഡോക്യുമെന്ററികൾ ഉൾപ്പെടെ സിനിമയാവട്ടെ യുക്തിയുടെ മേഖലയിലൂടെ സഞ്ചരിച്ചു പോകുന്ന ഒരു വിജ്ഞാന ശാഖയല്ല. അത് വളരെ ഹോളിസ്റ്റിക്കായ, അനുഭവവേദ്യമായ, വളരെ ഓർഗാനിക്കായ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് തരിക. ഒരുപക്ഷെ മറ്റൊന്നിനും അത് പറഞ്ഞു തരാൻ പറ്റില്ല. അത് നമ്മുടെ ഹൃദയത്തിന്റെ അതിരുകളെ കടന്നിട്ട് നമ്മൾ ഒരു ഭാഷ പറയാൻ വളരെ സബ്റ്റിലായി നമ്മുടെ മനസ്സിലേക്ക് വിക്ഷേപിക്കപ്പെടുന്ന അനുഭവങ്ങളായിട്ടാണ് ഇത് വരിക. ഞാനിപ്പോ അത് പറഞ്ഞു തുടങ്ങുമ്പോൾ സി വി രാമനെ കുറിച്ച് പറഞ്ഞാൽ, സി വി രാമൻ, എല്ലാവർക്കും രാമൻ എഫക്റ്റ് അറിയാം, എല്ലാവർക്കും അദ്ദേഹത്തിന്റെ സംഭാവനകൾ അറിയാം. പക്ഷെ സി വി രാമൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെയ്ത ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്ററി, അത് സി വി രാമൻ എന്ന ഒരു മനുഷ്യൻ നേരിട്ട ചില പ്രഹേളികകളെ അന്വേഷിച്ചാണ് പോയത്. ഒരുപക്ഷെ ആദ്യമായി പെണ്ണ് കാണാൻ പോകുന്ന സി വി രാമനെ മുമ്പിൽ വീണ വായിച്ചിരിക്കുന്ന ത്രിപുര സുന്ദരി, അവരുടെ വീണവാദനത്തിൽ നിന്നായിരിക്കണം അദ്ദേഹം മനുഷ്യന്റെ കണ്ഠനാളത്തെ നിന്ന് പുറപ്പെടുന്ന സ്വരങ്ങളെക്കുറിച്ചും വീണയെക്കുറിച്ചും വളരെയധികം കണ്ടെത്തലുകൾ. എല്ലാവരും രാമൻ എഫക്റ്റിനെ കുറിച്ച് പറയും, പക്ഷെ രാമന്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ഒരുപക്ഷെ അദ്ദേഹം കണ്ടുമുട്ടിയ ത്രിപുര സുന്ദരിയിൽ നിന്ന് ആരംഭിക്കുന്ന വളരെ എമോഷണലായ ഒരു യാത്രയുടെ തുടർച്ചയാണ്. അതേപോലെ തന്റെ സഹപ്രവർത്തകരിൽ നിന്ന് ഒറ്റപ്പെടുമ്പോൾ ഒരു അക്കാഡമിക് ലോകത്തുണ്ടാവുന്ന ഒരുപക്ഷെ രാഷ്ട്രീയവും കുതികാൽ വെട്ടുകളിനെ നേരിടുന്ന ഒരു സി വി രാമൻ അതിനെ എങ്ങനെ നേരിട്ടു എന്നുള്ളത് വളരെ ആവേശകരവും വളരെ വേദനിപ്പിക്കുന്നതുമായ ഒരു കഥയാണ്. അതും ഈ ഡോക്യുമെന്ററിയുടെ പ്രതിപാദ്യ വിഷയം. ഒരുപക്ഷെ രാമൻ എഫക്റ്റിലേക്കല്ല ഈ ഡോക്യുമെന്ററി പോകുന്നത്. ഇലക്ട്രിസിറ്റി പോലും ഇല്ലാത്തൊരു മേജർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കണ്ണാടികൾ ഉപയോഗിച്ച് പ്രകാശത്തെ അകത്തേക്ക് കൊണ്ടുവരാൻ പോകുന്ന ഒരു മനുഷ്യന്റെ കഠിന പ്രവർത്തനം, ക്യാമ്പസിൽ സഞ്ചരിക്കാനില്ലാതെ സൈക്കിൾ സഞ്ചരിച്ച് വീണ് തോളൽ കൂട്ടുന്ന ഒരു മനുഷ്യൻ, ആ കഥ പറയുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ ഡോക്യുമെന്ററികൾ അന്വേഷിക്കുന്നത് ഒരു വൈകാരികമായ ഒരു ലോകമാണ്. നമ്മുടെ മുമ്പിൽ വരുന്ന വസ്തുക്കളെ അതേപോലെ റെക്കോർഡ് ചെയ്യുന്ന, അതിനെ ആലേഖനം ചെയ്യുന്ന ഒരു ദൃക്സാക്ഷിയെ പോലെ നിൽക്കുന്ന ഒന്നല്ല. അത് നമ്മൾ ആ വിഷയത്തിലേക്ക് കടന്നു ചെല്ലുകയും അതിന്റെ വൈകാരിക തലങ്ങൾ എന്താണെന്ന് പരിശോധിക്കുകയും അത് പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. സി വി രാമനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ അത് തന്നെ ഞാൻ പറയും. ഒരുപക്ഷെ ഇവിടെ സൂചിപ്പിച്ച ചൂണ്ട ലിങ്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറയാം, അത് വളരെ വളരെ വലിയ ഒരു ക്യാൻവാസിലുള്ള ഒരു ഡോക്യുമെന്ററി ഒന്നുമല്ല. പക്ഷേ ഗോത്രപ്രദേശത്തിലെ കുട്ടികൾ, അധ്യാപകരെ കാണുമ്പോൾ ഓടി ഒളിക്കുന്ന കുട്ടികൾ എങ്ങനെ പഠന പ്രക്രിയയിലേക്ക് കാലാന്തരത്തിൽ കടന്നു വന്നു, അതിനെ രസകരമായി അവരെങ്ങനെ ഉൾക്കൊണ്ടു എന്നുള്ളതിന്റെ അതിന്റെ വൈകാരിക തലം അന്വേഷിച്ചു പോകുന്ന ഒരു ഡോക്യുമെന്ററിയാണ് തീർച്ചയായിട്ടും. ലേണിംഗ് അബൌട്ട് ലേണിംഗ് ആവട്ടെ, യൂറോപ്യൻ യൂണിയന് വേണ്ടി ചെയ്ത ഒരു ഡോക്യുമെന്ററിയാണ്. അതും വീണ്ടും ഒരു കുട്ടി എങ്ങനെയാണ് കളികളിലൂടെ പഠിക്കുന്നത്. കളിയും പഠനവും തമ്മിൽ അവന് വ്യത്യാസമില്ല. ഒരുപക്ഷെ കളികളാണ് അവന്റെ അറിവിന്റെ ആദ്യത്തെ അന്വേഷണം. അറിവ് സമ്പാദിക്കുന്നത് വളരെ രസകരമായ ഒരു കുട്ടി എങ്ങനെ അനുഭവിച്ചറിയുന്നു എന്നാണ്. അപ്പം നമ്മള് അറിവ് എന്ന് പറയുന്നത് ഡോക്യുമെന്ററി ഇതായാലും അറിവിലായാലും നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഒരു ഇലയില് സദ്യ പോലെ വിളമ്പുന്ന ഒന്നല്ല. അത് നമ്മളുടെ അനുവാചകരും നമ്മുടെ പ്രേക്ഷകരും നമ്മളും കൂടി കൂട്ടായി ചേരുന്ന ഒരു എന്താ പറയുന്ന ഒരു ഇന്ററാക്ഷനിൽ, അതിന്റെ ഒരു ഇന്റർഫേസിൽ നമ്മൾ ഒരു വിഷയത്തിന്റെ വളരെ കാതലായ അറിവിന്റെ അംശം വൈകാരിക തലത്തിലൂടെ ഉൾക്കൊള്ളുന്ന ഒരു സമീപനമാണ് ശാസ്ത്ര ഡോക്യുമെന്ററികൾ ചെയ്യുമ്പോൾ ഞങ്ങളുടെ പ്രൊഡക്ഷൻ ടീം തീർച്ചയായിട്ടും കൈക്കൊണ്ടിരുന്നത്. അത് അതിന്റെ ആ എമോഷണൽ കമ്പോണന്റിന് ഞാൻ തീർച്ചയായിട്ടും ഊന്നൽ കൊടുക്കുന്നു. അത് പറയുമ്പോൾ ഒരുപക്ഷെ
പിന്തുടരാൻ. അതുപോലെ ഒന്നും ഇല്ലെങ്കിൽ ഇപ്പൊ ലെനി റീഫൻസ്റ്റാളിന്റെ ഡോക്യുമെന്ററികൾ അത് വാചാലമായി സംസാരിക്കുന്നവയല്ല ശരിക്കും. ഒരുപക്ഷെ ആര്യ വംശജരുടെ വംശീയമായ മേൽക്കോയ്മ പറയാൻ വേണ്ടിയായിരിക്കാം. പക്ഷെ അത് ദൃശ്യങ്ങളിലൂടെ പകർന്നു തരുന്ന ഒരു വൈകാരിക തലമുണ്ട്. അതിപ്പോ ഒളിമ്പ്യ ആയാലും ടൈം ഫോർ വില്ല ആയാലും അതേപോലെ തന്നെ, അല്ലെങ്കിൽ ഇപ്പോ ബെർത്തോവിന്റെ മാൻ വിത്ത് ക്യാമറ, അതും ഒരു അതിന്റെ ഒരു ഇതൊക്കെ വളരെ വരണ്ട അറിവിന് വേണ്ടി മാത്രം തരുന്ന ഒന്നല്ല. ഒരുപക്ഷെ ഡോക്യുമെന്ററിയുടെ കാതലായ ഭാഗം അതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. നൈറ്റ് ഇൻ ഫോഗ് തൊട്ട് എല്ലാം ഒരു കവിതയിൽ നിന്നോണം ഷോട്ടുകളിലൂടെ അറിവുകളെ ഒരു വൈകാരിക അനുഭവമായി പകർന്നു തരുന്ന ഒന്നാണ് ഡോക്യുമെന്ററികൾ എന്ന് ഞങ്ങളുടെ പ്രവർത്തനത്തിലൂടെ ഞങ്ങൾ ഉൾക്കൊള്ളാനും മറ്റുള്ളവരുമായിട്ട് പങ്കുകൊള്ളാനും ശ്രമിച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. ചോദ്യങ്ങളുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ പറയാം. സാർ എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിയത് എന്നൊന്ന് പറയാമോ? ഞാന് 65-70 കാലത്ത് TKM എഞ്ചിനീയറിംഗ് കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാളാണ്. അപ്പോ നിങ്ങൾക്ക് ഊഹിക്കാം, എഞ്ചിനീയറിംഗ്, പ്രത്യേകിച്ചും സിവിൽ എഞ്ചിനീയറിംഗ് ഒരു ദൃശ്യകലയാണ്. ഒരുപക്ഷെ അന്നത്തെ അധ്യാപകരിൽ നിന്ന് സ്വായത്തമാക്കിയ ആ ദൃശ്യകലയുടെ പാഠങ്ങൾ ഒരുപക്ഷെ അക്കാലത്ത് ആർക്കിടെക്ചറും ഡിസൈനും സ്പേസും അതൊരു സ്ഥലത്തിന്റെ ഒരു കലയാണ്. ആ സ്ഥലത്തിന്റെ കലയിൽ കാലം ഖനീഭവിച്ചു നിൽക്കുന്നു. അതാണ് ഒരുപക്ഷെ ഒരു എഞ്ചിനീയർ നേരിട്ട് മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യം. അപ്പം ഐസൻസ്റ്റീൻ തൊട്ട് ലോക സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട പല ആളുകളും ഒരുപക്ഷെ ഈ ഈ ഈ സ്ഥലകാലങ്ങളുടെ ഈ കലയിൽ നിന്ന് സഞ്ചരിച്ചു പോയിട്ടുള്ളവരാണ്. അപ്പൊ അതിലേക്കുള്ള എന്റെ യാത്ര വളരെ സ്വാഭാവികമായിരുന്നു. കോളേജിൽ ഫിലിം ക്ലബിന്റെയും ഈ എന്താ പറയുന്ന ഫോട്ടോഗ്രാഫി ക്ലബിന്റെ ഒക്കെ സെക്രട്ടറി എന്ന നിലയിലേക്ക് സ്വാഭാവികമായി സിനിമയെ ഒരു ഉൾക്കൊള്ളുകയും പിന്നീട് പ്രൊഫഷൻ വിട്ട് എന്റെ അക്കാലത്തെ ഹോബി എന്റെ പ്രൊഫഷനായി മാറുകയും ചെയ്തു. പക്ഷെ ഞാനതൊരു ഒരു അപ്രന്റീസ് റൂട്ടിൽ ആരുടെയെങ്കിലും എന്താ പറയുന്ന ഒരു ഗുരുമുഖത്തുനിന്ന് കണ്ടുപോയിട്ടല്ല. പക്ഷെ വളരെ പ്രതിഭാശാലികളായ ഒരുപാട് ആളുകളുമായിട്ടുള്ള സമ്പർക്കം, പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നത് നരേന്ദ്രപ്രസാദിനെയാണ്. നരേന്ദ്രപ്രസാദുമായിട്ടുള്ള സൗഹൃദമായിരിക്കണം ഗലീലിയോ എന്നൊരു സിനിമ ഉണ്ടാക്കാൻ നിമിത്തമാവുന്നത്. നരേന്ദ്രപ്രസാദ് മാത്രമല്ല, രാമൻ നായരെ പോലെയുള്ള പ്രഗത്ഭനായ ഒരു ഫിലിം എഡിറ്റർ. അങ്ങനെ സിനിമാ രംഗത്തുള്ള പല ആളുകളുമായിട്ടുള്ള സൗഹൃദവും ഫിലിം സൊസൈറ്റി പ്രസ്ഥാനവും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഒരുപക്ഷെ ഞങ്ങളുടെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സഹപ്രവർത്തകനായിരുന്നു അടുത്തിടെ മരിച്ചുപോയ ഹരികുമാർ. അപ്പൊ അക്കാലത്തെ ചെറുപ്പക്കാരെല്ലാം സിനിമയുടെ ഒരു ഭാഗമാണ്. സിനിമയിൽ നിന്ന് വേറിട്ടവർക്കൊരു എക്സിസ്റ്റൻസ് ഉണ്ടായിരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ ഒരു സ്വാഭാവികമായ തുടർച്ചയായിട്ട് എന്നെയും കണ്ടായിരുന്നു. മനസ്സിലായി സർ. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്ത അതിഥിയെ ഒന്ന് പരിചയപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹത്തിലേക്ക് പോകാം. സാറ് മൈക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാം, അടുത്ത റൗണ്ടിൽ സംസാരിക്കാം. നമ്മൾ പരിചയപ്പെടുന്ന ഇന്നത്തെ മറ്റൊരു അതിഥി ശ്രീ ജി ഹരി നീലഗിരി. അദ്ദേഹം ഭാരതത്തിൻ്റെ തത്വസംഹിതകളെ അടുത്തറിഞ്ഞ വളരെ അറിയപ്പെടുന്ന ഫിലോസഫറും മനഃശാസ്ത്ര വിശാരദനും കവിയും സാഹിത്യകാരനും ഒക്കെ ആയ വലിയ മഹാഗുരുവിൻ്റെ കൂടെ കഴിയാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു വ്യക്തിയാണ്. അറിയപ്പെടുന്ന തത്വജ്ഞാനിയായ വേദാന്ത ദർശനത്തിൻ്റെ വ്യാഖ്യാതാവായ ആ ഗുരു നിത്യ ചൈതന്യ യതിയുമായിട്ട് അദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ ബയോഡാറ്റയിൽ തന്നെ അദ്ദേഹം ആ കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം ഈ ഡോക്യുമെൻ്ററി രംഗത്തേക്ക് വന്നതിൻ്റെ അതിൻ്റെ പിന്നിലെ ഇൻസ്പിറേഷൻ തന്നെ ഗുരുവാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരുപാട് ചിത്രങ്ങൾ അതിനുശേഷം, അതായത് ഡോക്യുമെൻ്ററി ചിത്രങ്ങൾ അദ്ദേഹം അതിനുശേഷം സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിൽ ചിലത് അവധൂതൻ്റെ കാൽവഴികളിലൂടെ, അതുപോലെ അദ്ദേഹത്തിന് ഏറ്റവും പ്രശസ്തനാക്കിയ ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ
പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് അദ്ദേഹം ചെയ്ത 5 എപ്പിസോഡുകളുള്ള രഥവേഗങ്ങളുടെ സുവർണ സാക്ഷി എന്ന് പറയുന്ന ഒരു പരമ്പരയാണ്. ഇത് കൂടാതെ ബോധാവിഷ്ടൻ, വിണ്ണിലെ ചന്ദ്രൻ മണ്ണിലിറങ്ങിയപ്പോൾ എന്ന ഒരു ഡോക്യുമെന്ററി, മൂൺ ലാൻഡഡ് ഓൺ എർത്ത് എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് ഡോക്യുമെന്ററി ആണത്. അതുപോലെ നിരവധി ഡോക്യുമെന്ററികൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ സുഭിക്ഷ ക്യാൻറ്റീനെ കുറിച്ച് ഭക്ഷ്യ പുണ്യം എന്നുള്ള പേരിൽ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. നിരവധി ഡോക്യുമെന്ററികൾ അദ്ദേഹത്തിന്റെ ഇതായിട്ടുണ്ട്. അദ്ദേഹത്തിനെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് അദ്ദേഹത്തിന്റെ ഗുരുവിനൊപ്പമുള്ള സഹവാസം, അതെങ്ങനെയാണ് ഡോക്യുമെന്ററിക്ക് ഒരു അദ്ദേഹത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. ഈ ക്ലബ് ഹൗസ് മീഡിയ റൂമിലെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ ജി ഹരി നീലഗിരി സംസാരിക്കും. നമസ്കാരം. ഈ ദൃശ്യസാക്ഷ്യം എന്ന പരിപാടി ഇത്രയും നാളും അതിന്റെ പൂർണ്ണ സാഫല്യത്തോടെ 18ാമത്തെ എപ്പിസോഡിൽ എത്തി നിൽക്കുന്ന ഇതിന്റെ പിന്നണി പ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കട്ടെ. എനിക്ക് മുൻപ് സംസാരിച്ച ശ്രീ ജെയിംസ് ജോസഫ് സാർ മുൻപോട്ട് വെച്ചിട്ടുള്ള ഡോക്യുമെന്ററിയെ കുറിച്ചുള്ള വിപുലമായിട്ടുള്ള ഒരു അറിവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വിപുലമായ അനുഭവവും എനിക്ക് വളരെയേറെ പ്രചോദനാത്മകമായി. ഞാൻ പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു ഡോക്യുമെന്ററി സംവിധായകനോ പ്രശസ്തനായ ഒരു ഡോക്യുമെന്ററി സംവിധായകനോ ഒന്നുമല്ല. കലയുടെ പല മേഖലകളില് എഴുത്ത്, അതുപോലെ തന്നെ സിനിമ, ചിത്രരചന, എഴുത്തിൽ തന്നെ കവിത, ലേഖനങ്ങള്, അങ്ങനെയുള്ള പല ശാഖകളിൽ മുഴുകിയപ്പോൾ ഉണ്ടായിട്ടുള്ള ചില പ്രത്യേക പ്രചോദന ഘട്ടങ്ങൾ ആണ് എനിക്ക് ഡോക്യുമെന്ററികൾ ഞാൻ ചെയ്തിട്ടുള്ളത്. കുട്ടിക്കാലം മുതലേ ഞാൻ സിനിമയുടെ ലോകത്തേക്ക്, സിനിമാ പ്രവർത്തകരെ, പ്രധാനമായി ഞാൻ കാസർഗോഡ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ആണ് അരവിന്ദന്റെ ഉത്തരായനം, അങ്ങനെയുള്ള അരവിന്ദന്റെ പ്രശസ്തമായ സിനിമകളൊക്കെ ഉടലെടുക്കുന്നത്. അതിന്റെയൊക്കെ ഷൂട്ടിംഗ് കാണാനായിട്ട് പോവുകയും അങ്ങനെ സിനിമയെക്കുറിച്ചുള്ള ഒരു സങ്കല്പം കുട്ടിക്കാലത്തെ ഉണ്ടായിരുന്നു. പിന്നീട് കൂടുതൽ എഴുതുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം നമ്മുടെ എന്റെ അധ്യാപകരായിട്ട് ധനേന്ദ്ര പ്രസാദ് സാർ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് സഹപാഠികളായിട്ട് ഇന്ന് സിനിമയിലും ഡോക്യുമെന്ററി മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന പലരും ഉണ്ടായിരുന്നു. അതില് സിനിമാ മേഖലയിലെ ഡോക്ടർ എസ് ജനാർദ്ദന് പോലുള്ള കുറെ സുഹൃത്തുക്കൾ ഉണ്ട്. പലരും തന്നെ സിനിമയെക്കുറിച്ചുള്ള ഡോക്ടർ പി കെ രാജശേഖരന്, അൻവർ അലി, പി വെ ബാലൻ, അങ്ങനെയുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങള് സൂര്യയിലും അക്കാലത്തെ ചലച്ചിത്രയിലും സ്പാർക്കിലും ഒക്കെ നിരവധി സിനിമകൾ അക്കാലത്തെ കാണുകയും സജീവമായിട്ട് സിനിമ കാണുക എന്നുള്ളതായിരുന്നു. അതിനുശേഷം കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ഊട്ടിയിലെ ഗുരു നിത്യനിധിയുടെ ആശ്രമത്തില് ഞാൻ പോയി കുറച്ചു കാലം താമസിക്കുന്നു. അന്നൊന്നും ഈ സിനിമ എന്നല്ല, എഴുത്തും അങ്ങനെയുള്ള ആധ്യാത്മിക കാര്യങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. അതിനുശേഷം ഒരു 90-ലൊക്കെ, ഒരു 87-90-ലൊക്കെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഗുരുവിന്റെ അടുത്ത് ചെന്ന് കുറച്ചു കാലം താമസിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ സൗന്ദര്യലഹരിയെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി ചെയ്യണം, അത് നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു പ്രചോദനത്തിൽ നിന്നാണ് ഞാൻ അവിടുന്ന് തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ വളരെ യാദൃശ്ചികമായിട്ട് ദൂരദർശനിലെ ഒരു പ്രോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞിട്ട്, അത് ഒരു കവിതകളെ കുറിച്ചുള്ള വിഷ്വലൈസേഷൻ ആകട്ടെ എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാവുന്ന ഒരു ഓണപരിപാടിയായിരുന്നു. ഓണത്തിന്റെ 10 കവിതകളെ കുറിച്ചുള്ള വിഷ്വലൈസേഷന് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അശ്വതിലാൽ ഗൗരിലക്ഷ്മിയായി തമ്പുരാട്ടിയെ കവിതയെ കൊട്ടാരത്തിലെത്തി കാണുമ്പോൾ, തമ്പുരാട്ടി കവയത്രിയും കൂടാണല്ലോ, അതിന്റെ അവതാരികയാവാൻ പറ്റുമോ എന്ന് ചോദിച്ച് അതിനുള്ള റിക്വസ്റ്റുമായിട്ട് ചെന്നപ്പോൾ തമ്പുരാട്ടി ഇങ്ങനെ പറയുന്നത്, പിന്നെ അതിലെനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല, പക്ഷെ എന്റെ ഒരു പുസ്തകമുണ്ട്, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം, അതിനെക്കുറിച്ച് ഒരു ഡോക്യുമെന്ററി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ആ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ചെയ്തത്. അപ്പൊ അതിനു മുമ്പായിട്ട് തന്നെ 2 ഡോക്യുമെന്ററികൾ ചെയ്തിരുന്നു. അതൊന്ന് 1892 സ്വാമി വിവേകാനന്ദന്റെ കേരള സന്ദർശനത്തെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി ആയിരുന്നു. അത് അന്നത്തെ കാലത്തുള്ള ചരിത്ര പുനഃസൃഷ്ടിച്ചുകൊണ്ടുള്ള ഡോക്യുമെന്ററി ആയിരുന്നു. ദൂരദർശനാണ് അത് സംപ്രേഷണം ചെയ്തത്.
അതിനുശേഷമാണ് ഈ നന്ദി തിരുമോണമേ എന്ന ഓണത്തെക്കുറിച്ചുള്ള 10 കവിതകളുടെ വിഷ്വലൈസേഷന് ദൂരദർശനിൽ സംപ്രേഷണം ചെയ്യും. അതിന്റെ അഭ്യർത്ഥനയായിട്ട് തമ്പുരാട്ടി പോയപ്പോഴാണ് തമ്പുരാട്ടിക്കുള്ള ഒരു സജഷൻ മുമ്പോട്ട് വെക്കുകയും ചെയ്തത്. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അന്നത്തെ കാലത്ത് ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള മഹത്വം എന്ന് വെച്ചാൽ ഒരു 10-20 വർഷം മുമ്പ് ഈ ക്ഷേത്രത്തെ കുറിച്ചുള്ള മഹത്വം എല്ലാവരും കുറെ ഭക്തരൊക്കെ പോകുന്നതല്ലാതെ ഇതിന്റെ ഒരു ചരിത്രപരമായ മഹത്വം ഒന്നും പലർക്കും തന്നെ അറിയാവുന്ന ന്യൂനപക്ഷം ഉണ്ടെങ്കിൽ ഇത്രത്തോളം ഇതൊരു പ്രചാരം കിട്ടില്ല. ഇപ്പോഴാണല്ലോ നിലവറകളും ഒക്കെ തുറന്നുകയും അങ്ങനെയുള്ള ഇതിനുള്ള ഒരു ഗ്ലാമർ ഈ ക്ഷേത്രത്തിൽ ഉണ്ടായത്. അപ്പൊ അന്ന് പ്രിൻസസിന്റെ അശ്വതി തമ്പുരാട്ടിയുടെ ബുക്കിൽ ഇതൊക്കെ ആലേഖനം ചെയ്തിരുന്നു. ചരിത്രത്തിലുള്ള ഇത്ര വൈഷ്ണവ ക്ഷേത്രങ്ങൾ ഒന്നാണ്, അതിന്റെ പ്രാധാന്യങ്ങള്, അതിന്റെ വാസ്തുശില്പം, കല, അത് അങ്ങനെയുള്ള അതിന്റെ പ്രാധാന്യങ്ങളെല്ലാം തന്നെ അതിനകത്ത് രേഖപ്പെടുത്തിയിരുന്നു. അതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ഡോക്യുമെന്ററി ചെയ്തത്. ഇത് ദൂരദർശനിൽ സംപ്രേഷണം ചെയ്യുകയും 5 എപ്പിസോഡായിട്ട് സംപ്രേഷണം ചെയ്യുകയും പിന്നീട് ഉണ്ടായ ഒരു സംഭവവികാസങ്ങൾ എന്ന് പറഞ്ഞാല് എനിക്ക് ഡോക്യുമെന്ററിയിൽ ഇത് മതിയായിട്ടുള്ള ഇത് ചെയ്യണമെന്നുള്ള പാഷൻ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ പത്മനാഭസ്വാമി ക്ഷേത്രം ഡോക്യുമെന്റിയോട് കൂടി ഈ മേഖലയോട് വിട പറഞ്ഞു. വിട പറഞ്ഞു എന്ന് വെച്ചാല് ഈ മേഖലയുടെ സജീവമായിട്ടുള്ള ഇപ്പോഴേ യൂട്യൂബിലൊക്കെ ഞാൻ ദിവസേന തന്നെ ഡോക്യുമെന്ററി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഷോർട്ട് ഫിലിംസ് അപ്ലോഡ് ചെയ്യാറുണ്ടെങ്കിലും ഇത് വളരെ താല്പര്യത്തോടെ ചെയ്യാറുണ്ടെങ്കിലും ഇതൊരു പൊതുവേദിയിൽ ചെയ്യുന്ന തരത്തിൽ നിന്ന് ഞാൻ പിൻവലിച്ചു. അതിന്റെ കാരണം എന്ന് പറഞ്ഞാല് ഇതിന്റെ സ്പോൺസർഷിപ്പിനായി വളരെ ബുദ്ധിമുട്ടി. ദൂരദർശനിൽ ഓരോ തവണ ചെല്ലുമ്പോഴും ആരുടെ കുറ്റമല്ല, പലപ്പോഴും അതിന്റെ ഒരു വിധിവീഴ്ച എന്ന് പറയട്ടെ, അതിന്റെ സ്പോൺസർഷിപ്പില് വളരെ ലാഗിങ് വന്ന് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഷൂട്ടിന് തന്നെ ഒരു വർഷത്തോളം 1-2 വർഷത്തോളം തന്നെ ഒരു വർഷത്തോളം എടുത്ത് ഷൂട്ട് ചെയ്ത് പല പിന്നെ 2 ഉത്സവങ്ങളും പല ഘട്ടങ്ങളിലായിട്ട് അൽപ്പിശി ഉത്സവവും പൈങ്കിരി ഉത്സവം എന്ന് പറയുന്ന 2 ഉത്സവങ്ങൾ 2 പീരീഡിലാണ് വരുന്നത്, ആറാട്ടം. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഏകദേശം 1 വർഷം എടുത്താൽ അത് ഷൂട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. പിന്നെ അന്നത്തെ കാലത്ത് ഇന്റീരിയർ ആയിട്ട് കിട്ടാവുന്ന, ഇപ്പോഴൊന്നും അനുമതി ഇല്ലെങ്കിലും ഇന്റീരിയർ ആയിട്ട് കിട്ടാവുന്ന പരമാവധി ആയിട്ടുള്ള ഷോട്ടുകൾ നമുക്ക് എടുക്കാൻ പറ്റി. അങ്ങനെ ഒരു ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം അതിനുണ്ടായ ഡോക്യുമെന്ററി ചെയ്യുന്നുള്ളൊരു സംതൃപ്തിയുണ്ട്. പിന്നീട് ഞാൻ ആ മേഖലയോട് കാര്യമായിട്ടില്ലെങ്കിൽ ഇപ്പോഴും ഡോക്യുമെന്ററി കാണാറുണ്ട്. യൂട്യൂബിലെ ഒരു ബ്ലോഗറായിട്ട് നിലനിൽക്കുന്നു. ഇത്രയാണ് ഒരു പശ്ചാത്തലം. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചില സംശയങ്ങൾ ചോദിക്കാനുള്ളത്. സാർ, ജെയിംസ് സാറിൻ്റെ ഒരു കാലഘട്ടത്തിനെ പറ്റി സാർ പറഞ്ഞല്ലോ, അന്ന് ഈ ഫിലിം ക്ലബ്ബുകളൊക്കെ ഒരുപാട് സ്വാധീനിച്ചു. തുടക്കത്തിൽ അത്തരം സ്വാധീനങ്ങൾ വളരെ കുറച്ച് ക്ലബ്ബുകളല്ലേ ആ കാലത്ത് പ്രവർത്തിച്ചിട്ടുള്ളൂ. മാത്രമല്ല സിനിമ എന്നുള്ളൊരു മാധ്യമം ജനങ്ങളിലേക്ക് അത്രയധികം കടന്നു ചെല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് സാറ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം തന്നെയായിരുന്നില്ലേ? നമ്മൾ ഒന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയി കിട്ടാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ സാറ്? ഹലോ, ജെയിംസ് സാറിനോടാണ് ചോദ്യം. സാറിന്റെ മൈക്ക് മ്യൂട്ടാണ് സർ. സാർ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം, സംസാരിക്കാം. അല്ല, ഈ ഞങ്ങള് കൊല്ലത്ത് സംവേദന എന്ന പേരിലൊരു ഫിലിം സൊസൈറ്റി ഉണ്ടാക്കി. അപ്പൊ ആ ഫിലിം സൊസൈറ്റി ഉണ്ടാക്കിയതിന്റെ കാരണം അക്കാലത്ത് ഫിലിം ആർക്കീവ്സിൽ നിന്ന് വരുന്ന വളരെ കൃത്യമായ ഒരു പ്രത്യേക സരണിയിൽപ്പെട്ട സിനിമകൾ മാത്രമേ കാണാൻ അന്ന് സാധ്യതയുണ്ടായിരുന്നു. പക്ഷെ അക്കാലത്തിന്റെ പ്രത്യേകത ഇന്ത്യയിലെ എല്ലാ പ്രാദേശിക ഭാഷകളിലും എണ്ണമറ്റ ശ്രദ്ധേയമായ സിനിമകൾ വന്നുകൊണ്ടിരുന്ന വളരെ സമ്പുഷ്ടമായ ഒരു കാലമാണ്. പലപ്പോഴും അത് ഈ ഫിലിം സൊസൈറ്റികളുടെ ശ്രദ്ധയിൽപ്പെടാറില്ല. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞാല്, ഒരുപക്ഷെ ഋതിക് ഘട്ടക്കിന്റെ സിനിമ ആദ്യം കൊണ്ടുവന്ന് കേരളത്തിൽ കാണിക്കുന്നത് ഞങ്ങളാണ്. കാലത്ത് ഞാൻ പതിവായി കൽക്കട്ടയിൽ പോകുന്ന ഒരു ശീലം ഉണ്ടായിരുന്നതുകൊണ്ടും ആവശ്യമുണ്ടായിരുന്നതുകൊണ്ടും അവിടെ നിന്ന് ഒരുപാട് ഫിലിം പെട്ടികൾ കണ്ടെടുക്കാൻ കഴിയുമായിരുന്നു. ഒരുപക്ഷെ അജാന്ത്രിക്കും സുവർണരേഖയൊക്കെ ആദ്യം കാണിച്ചത് നമ്മളായിരുന്നിരിക്കണം. അക്കാലത്ത് സത്യജിത്രയാണ് പ്രധാനമായും വന്നുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ തപൻ സിൻഹയുടെ ക്ഷുദ്ധിത പാഷാൺ കേരളത്തിൽ കാണിച്ചിട്ടുള്ള അപൂർവം ഫിലിം സൊസൈറ്റികളിലൊന്നാണ്. അപ്പൊ ഒന്ന്
പ്രാദേശിക സിനിമകളെ, ഇന്ത്യയിലെ പ്രാദേശിക സിനിമകളെ കൊണ്ടുവരാൻ ശ്രമിച്ചു. ഒരുപക്ഷെ പാശ്ചാത്യ സിനിമകളുടെ ലാവണ്യശാസ്ത്രത്തിൽ നിന്ന് വേറിട്ട വ്യതിരിക്തമായ പ്രത്യേകിച്ചും സംഗീതത്തിൽ ഊന്നി നിൽക്കുന്ന പൗരസ്ത്യമായ ഈ സംഗീതത്തെ ആശ്രയിക്കുന്ന ഒരു സിനിമയുടെ സമ്പന്നമായ ഒരു സംസ്കാരം നമുക്കുണ്ട്. അതൊരു പക്ഷെ ബാക്കി എല്ലാ ഫിലിം സൊസൈറ്റികളിൽ നിന്നും വേറിട്ട് അത് അന്വേഷിച്ചു പോവുകയായിരുന്നു ഞങ്ങൾ ഒരുപക്ഷെ. അതൊരു പക്ഷെ കമേഴ്ഷ്യൽ സിനിമകളിൽ പോലും ഉണ്ട്. ഇപ്പൊ മധുമതി പോലെ ഒരു സിനിമയിലെ നാടോടി ഗാനങ്ങൾ, ട്രൈബൽ സോങ്സ്, അത് കണ്ടെടുക്കാൻ പറ്റി. ഞാനതിലൊരു ഫലിതമായി പറയുക, ഞാൻ പഠിപ്പിക്കാൻ പോകുന്നതിന്റെ കൂട്ടത്തിൽ വളരെ അടുത്ത കാലത്ത് ഒറീസയിലെ ബിജു പട്നായിക് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ് എടുക്കാനായിട്ട് പോയി. അപ്പം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഞാൻ വളരെ ആവേശത്തോടെ ഈ ഒറീസയിലെ ഫോക്ക് സോങ്ങുകൾ, ട്രൈബൽ സോങ്ങുകൾ, അവിടുത്തെ ഗ്രാമീണ ഉത്സവങ്ങൾ ഇത്രയും മനോഹരമായി ആവിഷ്കരിച്ച ഋതിക് ഘട്ടകിന്റെ വിഷ്വൽസ് പറയുമ്പോൾ കുട്ടികൾ വാവിളിച്ചിരിക്കുകയാണ്. അവരിതൊന്നും കേട്ടിട്ടേ ഇല്ല, അവരിതൊന്നും അറിഞ്ഞിട്ടില്ല. ഇതൊരു പക്ഷെ ഭീകരമായ ഒരു ഡിസ്കണക്ട് ആണ്. ഒരുപക്ഷെ ലോക സിനിമയ്ക്ക് ഇന്ത്യ നൽകിയിട്ടുള്ള ഒരു മഹത്തായ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സോങ് പിക്ചറൈസേഷൻ. അതിന്റെ ഏറ്റവും വലിയൊരു പ്രണേതാവായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഋതിക് ഘട്ടക്. അതെവിടെയോ കൈമോശം വരുന്നു. പക്ഷെ ഞങ്ങള് ആ തലമുറ അത് കണ്ടെടുക്കാൻ വളരെ ശ്രമിച്ചിരുന്നു. ഇന്ന് അതുപോലെയുള്ള പ്രാദേശികമായ സിനിമകൾ ഉണ്ടാവുന്നുണ്ട്. ഒരുപക്ഷെ കന്നഡയിൽ നിന്ന് ചോമന തുടിയിട്ട് എത്രയോ സിനിമകൾ, ആന്ധ്രയിൽ നിന്നുള്ള സിനിമകൾ, തെലുങ്ക് സിനിമകൾ, ഹിന്ദി സിനിമകൾ, അതെല്ലാം കൊണ്ടുവന്ന് കാണിക്കാൻ കമേഴ്ഷ്യൽ സിനിമകൾ എന്ന് പേരിട്ട് വിളിക്കുന്ന പല സിനിമകൾ. ഇപ്പൊ ബിമിൽ റോയിയുടെ മധുമതിക്ക് തിരക്കഥ എഴുതിയത് ഋതിക് ഘട്ടകാണ് എന്നുള്ളത് വളരെ കുറച്ച് പേർക്ക് ഓർമ്മയിലുണ്ടാവുള്ളൂ. അപ്പോ അതുപോലെയുള്ള ഒരു പരിസരവുമായി ബന്ധപ്പെടുന്നു. ഒരുപക്ഷെ ന്യൂ വേവിനെ കുറിച്ച് മാത്രമല്ല ഞങ്ങൾ പറയുന്നു. അതേപോലെ തന്നെ ഈ വെസ്റ്റേൺ സിനിമയിൽ നിന്ന് തന്നെ ഹോളിവുഡിൽ നിന്നുള്ള അപൂർവങ്ങളായ കലാമൂല്യമുള്ള സിനിമകൾ കൊണ്ടുവന്നിരുന്നു. അന്നൊരു പക്ഷെ ഒരു കൃത്രിമമായ ഒരു വരേണ്യത കേരളത്തിൽ ഉണ്ടായിരുന്നിരിക്കും. ഒരുപക്ഷെ അതിനെതിരെയുള്ള ഒരു ശ്രമത്തിലൂടെയാണ് ഇതിന്റെ ഒരു പക്ഷെ ഭാഗമായിരിക്കണം. അരവിന്ദനും ഈ പൗരസ്ത്യമായ സംഗീതത്തെ, ഇന്ത്യൻ സംഗീതത്തെ സിനിമയിലേക്ക് സന്നിവേശിക്കാൻ ശ്രമിച്ച ഒരാളാണ്. അപ്പോ ആ ഒരു പരിശ്രമം എന്ന് പറയുന്നത് സംഗീതത്തെയും സാഹിത്യത്തെയും എല്ലാം ഉപാസിക്കുന്നതിൽ നിന്ന് വന്നതാണ്. ഒരുപക്ഷെ നമ്മൾ പറയാറുള്ളത്, ഇപ്പോ എനിക്ക് ഒപ്പം സംസാരിച്ച ശ്രീ ഹരി പറയുകയുണ്ടായി സൗന്ദര്യലഹരിയെ കുറിച്ച്, അല്ലെങ്കിൽ അത് ഒരുപക്ഷെ യതിയെ പോലെ ഒരാളിന്റെ ആ നിർദ്ദേശം അദ്ദേഹം ഇന്ന് അല്ലെങ്കിൽ നാളെ പൂർത്തീകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പക്ഷെ അതുപോലെ നമ്മള് ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കും പലപ്പോഴും പറയാറുണ്ട്, ഈ ഗോദാവരിയുടെ മേൽ ഒരു നിഴല് വീണു, ഓളങ്ങൾ അടങ്ങി. ഇതൊരു ദൃശ്യമായ ഒരു വർണ്ണനയാണ്. പക്ഷെ ഇത് രാവണന്റെ പുഷ്പവിമാനം സീതയെ അപഹരിക്കാൻ വരുമ്പോൾ ഒരു വർണ്ണനയാണ്. അതല്ലെങ്കിൽ പന്തവുമായി സ്വയംവര മാല്യവുമായി പോകുന്ന നായിക കടന്നു പോകുമ്പോ മുഖം ആദ്യം തെളിയുകയും പിന്നീട് മുഖം വിരലിലേക്ക് പോവുകയും ചെയ്യുന്ന നിരാശനായ ഒരു മുഖത്തെ കാളിദാസൻ വർണ്ണിക്കുന്ന ദൃശ്യമാണ്. അപ്പോ ദൃശ്യവും ഇതും തമ്മിൽ എവിടെയാണ് ഈ കലയിലും സാഹിത്യത്തിലും എല്ലാം അത് കൊണ്ടുവരുന്നത്? ചില ദൃശ്യങ്ങളിലൂടെ പകർന്നു തരുന്ന വികാരമാണ്. അത് പകർന്നു തരാനാവട്ടെ ഭാരതീയമായ സംഗീതത്തിനും ഭാരതീയമായ ചേഷ്ടകൾക്കും അഭിനയ രീതികൾക്കും, ഒരുപക്ഷെ പാശ്ചാത്യമായ അഭിനയ രീതികളിലല്ല അത് വരും. അപ്പൊ അത് ഒരുപക്ഷെ അതിലുള്ള ഒരു താല്പര്യം, സാഹിത്യവുമായിട്ടുള്ള ഒരു ബന്ധം കൊണ്ടുള്ള ഒരു താല്പര്യം കൊണ്ടായിരിക്കാം അത് വന്നത്. വളരെ മെമ്മറബിളായി. ഇപ്പൊ അദ്ദേഹം കവിതയുടെ ഒരു ആവിഷ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഈ കവിത എന്ന് പറയുമ്പോൾ ഇത് ഓരോ വരിയും കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വാഗ്മയ ചിത്രങ്ങളുണ്ടല്ലോ. ഇപ്പോ കടലിന് കറുപ്പ് നിറമായിരുന്നു എന്ന് പറയുമ്പോൾ അത് രണ്ടാം ഊഴത്തിലാണ്. അത് ആദ്യത്തെ വലിയൊരു ദൃശ്യമായ വാചകമാണ്. അങ്ങനെ നമ്മുടെ സാഹിത്യത്തിൽ നിന്ന് വരുന്ന ഇത്തരം കാര്യങ്ങളെല്ലാം കൂടി എന്താ പറയുന്നത്, നമ്മുടെ മനസ്സിലേക്ക് ഊർന്നിറങ്ങി വരുന്ന ഒരു ദൃശ്യ സംസ്കാരമാണ്. അത് 60കളിൽ വളരെ സമ്പന്നമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം സാഹിത്യവും സംസ്കാരവും സിനിമയും സംഗീതവും ഒന്നും വേറിട്ടതായിരുന്നില്ല. എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു പ്രതിസംസ്കാരത്തെ, നാളതുവരെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളെയും ചോദ്യം ചെയ്യാനും അത് കേവലമായ പാശ്ചാത്യമായ ഒരു അനുകരണത്തിനപ്പുറം നമ്മുടേതായ ഒരു
അത് ശില്പകലയിലായാലും സംഗീതത്തിലായാലും നൃത്തകലയിലായാലും നമ്മുടെ എന്താ പറയുന്നത് നിറങ്ങളെ കുറിച്ചുള്ള നമ്മുടെ ധാരണകളായാലും നമ്മുടെ തെയ്യങ്ങളായാലും നമ്മുടെ കഥകളിയായാലും നമ്മുടെ നൃത്തങ്ങളായാലും നമ്മുടെ ഉത്സവങ്ങളും ഒരുപക്ഷെ ഒരു സിനിമയെ ഏറ്റവും എളുപ്പം നമുക്ക് ഉദാഹരിക്കാൻ പറ്റുന്ന ഒരു ഉത്സവങ്ങളിലൂടെ ഞാനൊരു ഉത്സവത്തിന്റെ ആളാണ്. ഉത്സവപ്പറമ്പുകൾ അലിഞ്ഞു നടന്നാണ്. അതിലും കൂടെ വന്നതായിരിക്കണം എന്റെ സിനിമ. എനിക്ക് പറയാൻ അറിയില്ല. ഇതെനിക്ക് കൃത്യമായി എന്നെ ബ്രാൻഡ് ചെയ്യാൻ അറിയത്തില്ല. ഞാനിത് പറയുമ്പോൾ ഞാനൊരു ഫിലിം മേക്കറായി പോലും ബ്രാൻഡ് ചെയ്യുന്നില്ല. ഇത് ഏതോ ഒരു യാത്രയിൽ എവിടെയൊക്കെയോ ചെന്നെത്തിയ ചില നിമിഷങ്ങൾ, അവിടുന്ന് ഉണ്ടായ കുറച്ച് സിനിമകൾ എന്ന് വിചാരിക്കാനാണ് എനിക്കിഷ്ടം. താങ്ക് യു. സർ, ഇപ്പൊ സാർ പറഞ്ഞ ചില കാര്യങ്ങളിലെ എനിക്ക് ചെറിയ ക്ലാരിഫിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാർ പറഞ്ഞു പാശ്ചാത്യ അഭിനയ രീതിയും ഭാരതീയമായ അഭിനയ രീതിയും രണ്ടും വ്യത്യസ്തമാണെന്നാണോ അങ്ങ് പറഞ്ഞത്? അത് ഏത് രീതിയിലാണ്, അതെങ്ങനെയാണ്, അതൊന്ന് വ്യാഖ്യാനിക്കാമോ? നമ്മുടെ സാധാരണഗതിയിലുള്ള അഭിനയ രീതി എന്ന് പറയുന്നത് ഇപ്പൊ ഒരു പാശ്ചാത്യത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിനയത്തിന് അവരുപയോഗിക്കുന്ന പല രീതികളുണ്ടാവാം. ഇപ്പം നമ്മൾ സാങ്കേതികമായിട്ട് പറഞ്ഞാൽ മെത്തേഡ് ആക്ടിങ്, അല്ലെങ്കിൽ ഒരു കഥാപാത്രമായി സ്വയം ഇത് വരിക, അതല്ലെങ്കിൽ നടൻ കഥാപാത്രമായി വരിക. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മൾ അഭിനയവുമായി വ്യവഹരിക്കാറ്. പക്ഷെ ഭാരതീയമായ ഒരു അഭിനയത്തിൽ അതിന്റെ അതൊരു പക്ഷേ രസശാസ്ത്രവുമായിട്ട് അതിനൊരു ബന്ധമുണ്ട് സത്യത്തിൽ. അത് നമുക്കറിയണമെങ്കിൽ ഒരു കലാരൂപത്തെ നിർവചിക്കാൻ നമുക്കൊരു സഹൃദയനാവേണ്ടി വരും. ഒരുപക്ഷെ പാശ്ചാത്യന് അതിനൊരു നിർവചനമില്ല. അപ്പോ എന്താണ് മഹത്തായ കല എന്ന് ചോദിച്ചാൽ, എന്താണ് മഹത്തായ അഭിനയം എന്ന് ചോദിച്ചാൽ, ഒരു സഹൃദയന് രസനീയമായി തോന്നുന്നത് എന്തോ അതാണ് ഒരുപക്ഷെ ഒരു മഹത്തായ ഒരു കല. അഭിനയവും ഒരുപക്ഷെ ഈ അഭിനയ കലയുടെ ഒരു പരകോടിയായിട്ട് നമ്മൾ കണ്ടാൽ, അത് നമുക്ക് രസനീയമായി വരണമെങ്കിൽ നമുക്ക് അതിനു വേണ്ടുന്ന ഒരു ചിത്തഘടന ഉണ്ടാവണം, ഒരു ഭാവം ഉണ്ടാവണം. നമ്മുടെ സംസ്കാരം നമ്മളെ സമ്പുഷ്ടമാക്കുന്ന ഒരു ഭാവം നമ്മുടെ മനസ്സിലില്ലെങ്കിൽ, ആ ചിത്തഘടന ഇല്ലെങ്കിൽ നമുക്കത് രസനീയമാവില്ല. ഇപ്പൊ അമ്പലപ്പുഴ പാൽപ്പായസം കഴിച്ച ഒരാൾക്ക് ആ പാൽപ്പായസത്തിന്റെ രുചി അറിയാൻ പറ്റൂ. ആർക്കെങ്കിലും അത് വിളമ്പി കൊടുത്താൽ അറിയണമെന്നില്ല. അപ്പൊ സഹൃദയത്വത്തിന്റെ, അനുവാചകത്വത്തിന്റെ ഒരു സങ്കല്പത്തിൽ നിന്നാണ് ഭാരതീയമായ അഭിനയം വന്നത്. മറിച്ച് യൂറോപ്യൻ സിനിമകൾ എന്ന് പറയുന്നത് ഒരു ഇരുണ്ട മുറിയിൽ വലിയൊരു സ്ക്രീനിൽ അതിലേക്ക് വിലയം പ്രാപിക്കുന്ന ഒരു ഐഡന്റിഫിക്കേഷൻ പ്രോസസ്സാണ്. അപ്പൊ അതിന് വേണ്ടുന്ന ചേഷ്ടകളും നിലകളും സഞ്ചാരപഥങ്ങളും നോട്ടങ്ങളും എല്ലാം, ശബ്ദ നിയന്ത്രണവും എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒന്നാണ് പാശ്ചാത്യന്റെ അഭിനയം. പക്ഷെ നമ്മുടേതാവട്ടെ അതല്ല, അത് ധ്വനിപ്രധാനമാണ്. അപ്പോ ഒരാളിന്റെ ചിത്തഘടന, അയാളുടെ സംസ്കാരം, അയാളുടെ സാമൂഹികവും കുടുംബപരവുമായ പശ്ചാത്തലം, ഇതെല്ലാം കൂടി ചേർന്ന് വരുന്ന ഒന്നാണ് നമ്മുടേതായ അഭിനയം. ഇപ്പോ ശ്രീകൃഷ്ണൻ എന്തോ കൂടി റിയലിസ്റ്റിക് ആയിട്ട് വരും ഭാരതീയ ഒരു അഭിനയ തത്വം, അല്ലേ? അങ്ങനെയാണോ പറയേണ്ടതെന്ന് എനിക്കൊരു സംശയം. ഞാനത് കുറെ കൂടി ധ്വനിപ്രധാനമാണെന്ന് പറയും. ഇപ്പോ ഒരാളിന്റെ ഒരു നോട്ടം, അയാള് പിന്തിരിഞ്ഞു നിന്ന് അയാൾ നോക്കിയ ഒരു നോട്ടം, അല്ലെങ്കിൽ ഒരു കണ്ണിന്റെ ഒരു ചലനം. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കാമുകൻ കാമുകയോട് പ്രൊപ്പോസ് ചെയ്യുന്നു. ആ കാമുക അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിന് അഭിനയത്തിനൊരു ഒരു ഒരു വാർപ്പ് മാതൃകയില്ല. അവൾ മുകളിലോട്ട് നോക്കിയോ, അവൾ താഴോട്ട് നോക്കിയോ, അവളുടെ കണ്ണ് അറിയാതെ 2 തവണ ചിമ്മിപ്പോയോ, അവൾ ഉമിനീര് പെട്ടെന്ന് ഇറക്കിയോ, ഇത് ഒരുപക്ഷെ ഭാരതീയമായ അഭിനയത്തിൽ വളരെ പ്രധാനമാണ്. മറിച്ച് ഒരു പാശ്ചാത്യന് അങ്ങനെ അത് കുറെ കൂടി സ്ഥൂലമായ ഒരു തലത്തിലൂടെ സഞ്ചരിക്കുന്നു എന്ന് പറയാനാണ് എനിക്കിഷ്ടം, റിയലിസ്റ്റിക് എന്ന് പറയുന്നതിനേക്കാൾ. നമ്മുടേതാവട്ടെ കുറെ കൂടി നമ്മുടെ സംഗീതം പോലെ തന്നെ കുറെ കൂടി സബ്റ്റിലാണ്. അതിന്റെ അത് രസനീയമായി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. പ്രണയം എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ കാണുന്നത് പോലെയല്ല, ഒരു പക്ഷെ ഒരു ഭാരതീയൻ കാണുന്നത്. ഞാൻ ആ വിഷയത്തിൽ ഒരുപാട് പോകുന്നില്ല. വിഷയം അതല്ലല്ലോ.
നമ്മൾ അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നുണ്ട്. ഇതുമായിട്ട് അനുബന്ധമായിട്ട് ഒരു ചോദ്യം ചോദിക്കാനുള്ള, അത് ഡോക്യുമെൻ്ററിക്കും ബാധകമാണ്. അതായത് ഈ സഹൃദയന് രസനീയമായി തോന്നുന്നത് മഹനീയം എന്നാണ് അങ്ങ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ ചെറുപ്പക്കാരുടെ ആഘോഷങ്ങളായിട്ടുള്ള എല്ലാം, സിനിമയാവട്ടെ ഡോക്യുമെൻ്ററി, അതെല്ലാം മഹനീയമെന്ന് പറയാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഇതിൻ്റെ അനുബന്ധമായിട്ട് നമ്മൾ ചോദിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അത് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു പോകുന്നതിന്റെ കൂട്ടത്തിൽ അത് പറഞ്ഞൊന്നുമില്ല. ഈ കളക്റ്റീവ് ആർട്സും അത് അമ്പലപ്പറമ്പിൽ പോകുന്ന അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നതിനോടാണ് ഉപമിക്കാറ്. ഇപ്പോ പാശ്ചാത്യൻ സിനിമ കാണുന്നത് ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുന്നത് പോലെയാണ് കാണുക. ഒരു പൗരസ്ത്യൻ അമ്പലത്തിൽ പോകുന്നത് പോലെയാണ്. അമ്പലത്തിൽ പോകുന്നവര് ചിലര് തട്ടുപൊളിപ്പൻ നൃത്തം കാണാനായിരിക്കും, ചിലര് ബാലെ ഡാൻസ് കാണാനായിരിക്കും, ചിലര് കുതിരയെടുപ്പ് കാണാനായിരിക്കും പോകുന്നത്, ചിലര് ശരിക്കും പ്രാർത്ഥിക്കാനായിരിക്കും പോകും. ചില ആളുകൾ അതിന്റെ റിച്വൽ, അത് ഓരോ ആളുകൾ അവിടെ നിന്ന് ഓരോന്ന് എടുത്തോണ്ട് വരും. അപ്പൊ അതിനൊരു ലസാഗയുണ്ട്. അതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് റിഡക്ഷനിസ്റ്റ് ആയിട്ട് ഒരു പോയിന്റിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല ഒരു മാസ് ആർട്ടിനെ. പള്ളിയിൽ പോകുന്ന എല്ലാ ആളുകളും പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. കുറെ ചെറുപ്പക്കാർ പള്ളിപ്പുറത്ത് നിന്ന് അതുവഴി പോകുന്ന ആളുകളെ നോക്കി നിൽക്കുന്നുണ്ടാവും, ചിലര് അപ്പോ നിർബന്ധം കൊണ്ട് പോകുന്നുണ്ടാവും. അതുപോലെയാണ് എല്ലാ കമ്മ്യൂണൽ ആർട്ടും അതിന്റെ എക്സ്പീരിയൻസ് ഓരോ ആൾക്കും ഓരോ വിധത്തിലാണ് പോവുക. അപ്പൊ അതിനെ പുതിയ ചെറുപ്പക്കാരിൽ നല്ല രസനീയമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന സാഹിത്യത്തിന്റെ ഒരു സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ കലയുടെ സംഗീതത്തിന്റെ പിന്തുടർച്ച അറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാനൊരു സിനിമ പഠിപ്പിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും, എല്ലാ ഫിലിം അക്കാദമികളിലും ഏറ്റവും അധികം പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം സംഗീതം പഠിക്കുന്നതാണ്. മാൻഡേറ്ററി ആയിട്ട് രാവിലെയുള്ള മ്യൂസിക് ക്ലാസ് സ്കിപ്പ് ചെയ്യുന്നവരാണ് നല്ലൊരു ശതമാനം സിനിമാ വിദ്യാർത്ഥികളും. അപ്പൊ അത് വളരെ എന്റെ അനുഭവത്തിൽ തോന്നുന്ന ഒരു കാര്യമാണ്. അത് പക്ഷെ പുതിയ തലമുറയുടെ മ്യൂസിക് വേറൊന്നായിരിക്കാം, അതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ചേഞ്ചസ് ഉണ്ട് അവിടെ തീർച്ചയായിട്ടും ചേഞ്ചസ് ഉണ്ട്. ഇന്ന് നമുക്ക് ഒരു വേഗത ഒരല്പം കൂടിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഒരുപക്ഷെ പരസ്യ ചിത്രങ്ങളുടെ സമ്പ്രദായങ്ങൾ നമ്മുടെ സിനിമകളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സംഗീതത്തെ കുറിച്ച് പറഞ്ഞതും രസനീയതയെ കുറിച്ച് പറഞ്ഞത്. ആ രസനീയതയ്ക്ക് കുറെ കൂടി സാവകാശം ആവശ്യമാണ്, മനസ്സിന് കുറെ കൂടി ശാന്തത ആവശ്യമാണ്, കുറെ കൂടി സ്വസ്ഥമായ ഒരു മനസ്സ് ആവശ്യമാണ്. അത് എത്ര പേർക്കുണ്ടാവും എന്ന് എനിക്കറിയില്ല. സാറിപ്പോ ഈ ദൃശ്യബിംബങ്ങൾ, അതായത് പാരമ്പര്യങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ബിംബങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ സാറ് ഇത്തരം ബിംബങ്ങൾ ഡോക്യുമെന്ററികളിൽ ആവിഷ്കരിക്കാൻ ശ്രമിക്കാറുണ്ടോ? അത് എത്രമാത്രം സംവേദനക്ഷമമായിരിക്കും മറ്റുള്ളവർക്ക്, കാണുന്നവർക്ക്? അങ്ങനെ ഞാനൊരു ബിംബങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളായല്ല. അതിനകത്തൊരു മെസ്സേജ് നമ്മൾ എൻകോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ മെസ്സേജ് എന്താണെന്നുള്ളത് വേറൊരാൾക്ക് അത് മനസ്സിലാകും. ഞാനൊരു ചെറിയ ഉദാഹരണം, ക്ലാസ്സിൽ പറയുന്ന ഒരു ഉദാഹരണം പറയാം. കം ആൻഡ് മീറ്റ് മീ എന്ന് പറഞ്ഞാൽ അത് പ്രിൻസിപ്പിൾ പറയുമ്പോൾ ഒരു അർത്ഥമാണുള്ളത്, കുട്ടികൾ പറയുമ്പോൾ. ഒരു കാമുകി പറയുമ്പോൾ വേറൊരു അർത്ഥമാണുള്ളത്. ഒരു റോസപ്പൂ എന്ന് പറയുന്ന ഒരു പ്രതീകമാണ്. വളരെ പ്രസിദ്ധമായ ഒരു പ്രയോഗമാണ് പുകവലിയെ കുറിച്ചുള്ളത്. പുകവലി നോട്ട് ഗ്ലാമറസ്. ഒരുപക്ഷെ മൈഗ്രന്റ് ആയ ഏഷ്യക്കാരാണ് ഇംഗ്ലണ്ടിൽ പുകവലിച്ച് നടക്കുന്നത് എന്നുള്ളത് അവരുടെ ഒരു പ്രസിദ്ധമായ ഒരു പരസ്യത്തിന്റെ സമ്പ്രദായം. അപ്പൊ ഈ പറഞ്ഞു വരുന്നത് ബിംബകൽപ്പനകളല്ല സിനിമയിൽ. രണ്ട് ബിംബങ്ങളുടെ ഇടയിൽ എവിടെയോ കുടികൊള്ളുന്ന ഒരു നമ്മള് ഒരു അർത്ഥതലത്തെ പ്രേക്ഷകന്റെ മനസ്സിലേക്ക് വിക്ഷേപിക്കുകയാണ് ചെയ്തത്. അപ്പൊ അവിടെ ബിംബങ്ങളൊന്നുമില്ല. അത് സാഹിത്യത്തിലെ രൂപവും പോലെയല്ല സിനിമയ്ക്ക്. അത് കടന്നുപോയ ഒരു ഔട്ട് ഗോയിങ് ഷോട്ടും ഇൻകമിങ് ഷോട്ടിനും ഇടയിൽ എവിടെയോ കുടികൊള്ളുന്ന ഒരു സത്യമാണ്. അതൊരുപക്ഷെ വേറൊരു കണ്ടെടുത്ത. അപ്പൊ ഞാൻ ചെയ്തൊരു ഡോക്യുമെന്ററിയിൽ ഒരു അധ്യാപിക വളരെ വാചാലമായി നവരത്നങ്ങളെ കുറിച്ചും നവരസങ്ങളെ കുറിച്ചും പറയുമ്പോൾ ഒരു കുട്ടി ചാടി എഴുന്നേറ്റിട്ട് അപ്പൊ നവദമ്പതികളോ ടീച്ചർ എന്ന് ചോദിക്കുമ്പോൾ അവരൊരു നിമിഷം അന്തം വിട്ടുപോകും. ആ അന്തം വിടലാണ് നമ്മളുടെ കാതലായ ഒരു കാര്യം. ഒരു അധ്യാപികയും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധത്തിലെ അറിവ് പകർന്നു കൊടുക്കുന്നതിന്റെ ഒരു അവിടെയാണ് അത്. അതിനകത്തൊരു എക്സ്പോസിഷനാണ്. അല്ലാതെ അവിടെ പ്രതീക സൃഷ്ടികളില്ല, ഒട്ടും തന്നെ ഇല്ല. അങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂല. മനസ്സിലായി.
സർ, നമ്മൾ അടുത്ത ചോദ്യം ശ്രീ ജി ഹരി നീലഗിരിയോടാണ്. അങ്ങ് ബയോഡാറ്റയിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഈ ഗുരുവിൻ്റെ ഒരു ഇൻസ്പിറേഷനാണ് ഇതിലേക്ക് വരാൻ കാര്യം എന്നുള്ളത്. ആമുഖത്തിലും അത് പറഞ്ഞു. ഏതൊക്കെ രീതിയിലാണ് ആ സ്വാധീനം ഉണ്ടായിട്ടുള്ളത്? ഈ നമ്മൾ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ അത് ഉണ്ടായിട്ടുണ്ടോ? അതല്ലെങ്കിൽ അതിൻ്റെ പ്രസൻറ്റേഷനിൽ അത് വന്നിട്ടുണ്ടോ? എങ്ങനെയാണ് റെൻഡിഷനിൽ അത് വരുന്നുണ്ടോ? ഏതൊക്കെ തരത്തിലാണ് ആ സ്വാധീനം ഉണ്ടായിട്ടുള്ളത്? മൈക്ക് മ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്യണം. എല്ലാ കലാരൂപങ്ങളെ ഗുരു പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. നൃത്തവും നൃത്യങ്ങളും അതുപോലെ തന്നെ സിനിമയും അങ്ങനെയുള്ള ദൃശ്യ കലകളും എല്ലാം തന്നെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഊട്ടി ഗുരുകുലത്തിലെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അവിടെ എന്നും നേരങ്ങളില് ക്ലാസ്സിന് ശേഷം തന്നെ അന്നത്തെ TV-യില് പല ഡോക്യുമെന്ററികളും, ഇപ്പൊ ഞാനിപ്പോ വ്യക്തമായിട്ട് അത് പലതും ഓർക്കുന്നില്ല, പല ഡോക്യുമെന്ററികളും അദ്ദേഹം അവിടെ എല്ലാവർക്കും കാണിക്കാറുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരുപാട് പേർക്ക് പ്രചോദനം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അത് എന്റെ അടുത്ത് നിർദ്ദേശിച്ചത് ഈ സൗന്ദര്യലഹരിയെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി ചെയ്യണം, അങ്ങനെയുള്ള ഒരു താല്പര്യം. അന്നാണ് എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു ദൃശ്യമാധ്യമത്തിനുള്ള ഒരു താല്പര്യം എനിക്ക് കുട്ടിക്കാലത്തെ ഉണ്ടായിരുന്നെങ്കിലും ഈ കോളേജ് വിദ്യാഭ്യാസ കാലത്തിലൊക്കെ സിനിമയൊക്കെ ഒരു പാഷൻ ആയിരുന്നെങ്കിലും കൂടുതൽ ഇത് ചെയ്യണമെന്നുള്ള ഒരു ഇൻസ്പിറേഷൻ അദ്ദേഹത്തിന് തന്നെ ഉണ്ടായത്. മറ്റേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഒരു ഇത് പറയുമ്പോൾ അത് എന്തൊക്കെ ഇതാണ് റെഫർ ചെയ്തത്? റിസർച്ചിന് വേണ്ടി എന്തൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്? അത് ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം പൂർണ്ണമായും 1.5 വർഷത്തോളം പൂർണ്ണമായും എടുത്തിട്ടുള്ള ഒരു അതിന്റെ ഷൂട്ട് ചെയ്യാനായിട്ടും അതിന്റെ ഗവേഷണത്തിനായിട്ടും ഇത്രയും സമയം എടുത്തിട്ടുണ്ട്. അത് പ്രധാനമായും ശ്രീപത്മനാഭസ്വാമി ടെമ്പിൾ എന്ന അശ്വതിനാഥ് ഗുരുലക്ഷ്മിയുടെ ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന ആ പത്മനാഭസ്വാമി ക്ഷേത്രമായിട്ട് ഒരു 20 വർഷം മുമ്പാണ് അത് സിനിമ എടുക്കുന്നത്, അല്ല ഈ ഡോക്യുമെന്ററി എടുക്കുന്നത്. അന്ന് പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഉത്തരാഖണ്ഡ് നടന്നാൽ മാർത്താണ്ഡവർമ്മയാണ്. അതോടൊപ്പം തന്നെ പല അന്നത്തെ ഉള്ള എക്സിക്യൂട്ടീവ് ഓഫീസർമാരുണ്ട്, അതിലെ ചില കലാകാരന്മാര്, ഓണവില് തയ്യാറാക്കുന്ന കലാകാരന്മാര്, അതുപോലെ തന്നെ ചില അപൂർവമായിട്ടുള്ള ചില സംഗീത ആവിഷ്കാരങ്ങൾ, ചില സംഗീത ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന കലാകാരന്മാര്, പിന്നെ അതോടൊപ്പം തന്നെ തിരവളയിൽ എന്നൊക്കെ പറയുന്ന മാർത്താണ്ഡവർമ്മയുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന അതിന്റെ മാർത്താണ്ഡവർമ്മയെ അപായപ്പെടുത്താനായിട്ട് വരുമ്പോൾ പിന്നെ ഈ ധീവര സമുദായത്തിൽപ്പെട്ടവർ രക്ഷപ്പെടുത്തിയ കഥയൊക്കെ ഒരു കഥയുടെ ആ ഒരു ചരിത്രത്തിന് അന്തർവാസിയായിട്ടുള്ള ഒരു വ്യക്തി, അങ്ങനെയുള്ള പല അപൂർവമായിട്ടുള്ള ആൾക്കാരെ അന്ന് അതില് ഇന്റർവ്യൂ ചെയ്യാന് പറ്റിയിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലേക്ക് ക്യാമറയൊക്കെ കൊണ്ടു ചെല്ലുമ്പോ നമുക്ക് അതിനുള്ള അനുമതികളൊക്കെ ഏത് രീതിയിലാണ് അത്? അല്ല, അന്ന് ഉള്ളിലേക്ക് ക്യാമറ അന്നും ഇന്നും ഉള്ളിലേക്ക് ക്യാമറ കൊണ്ടുവരാനായിട്ട് അനുമതിയില്ല. പക്ഷേ അതേസമയം നമുക്ക് ഒരു പരമാവധി ഈ ഇന്ത്യയിലായിട്ടുള്ള പിന്നെ നമ്മള് ഈ പ്രത്യേകതരം ക്യാമറ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അന്ന് ഡിജിറ്റൽ ക്യാമറയൊക്കെ അപൂർവമാണെങ്കിൽ അത് ഉദയ് ശങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം പിന്നെ ഈ നമ്മുടെ നാഷണൽ ന്യൂസിൽ അങ്ങനെയുള്ള തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി ഒരു ക്യാമറാമാൻ ആയിരുന്നു ഉദയ് ശങ്കർ. ഇപ്പൊ അത് കൂടുതലായിട്ട് കണ്ടിട്ടില്ല, പിന്നീട് അങ്ങനെ കൂടുതൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഉദയ് ശങ്കർ ആയിരുന്നു ഡിജിറ്റൽ ക്യാമറ ഉപയോഗിച്ചായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ അന്നത്തെ യുമാറ്റിക് പിന്നെ അതുപോലെ തന്നെ ബീറ്റ അങ്ങനെയുള്ള ക്യാമറ ഇതിലത്തെ കാസറ്റിലൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ പരമാവധി പല നടകളിൽ നിന്നും നമുക്ക് അന്ന് ചെയ്യാനായിട്ടുള്ള അനുമതി കിട്ടിയെങ്കിലും ഉള്ളോട്ട് അന്നും അത് കടത്തിയിട്ടില്ല, ക്യാമറ കടത്തിയിട്ടില്ല, അന്നും ഇന്നും കടത്താറില്ല. പക്ഷേ എന്തോ പിന്നെ അന്നത്തെ ഒരു സാഹചര്യം കൊണ്ട് ഈ പ്രിൻസസിന്റെ ബുക്കിനെ ബേസ് ചെയ്തിട്ട് ചെയ്തതായതുകൊണ്ട് കൂടുതലായിട്ട് നമുക്ക് പരമാവധി അതിന്റെ ഡീറ്റെയിലൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇത് 900 വർഷത്തെ തിരുവിതാംകൂർ ചരിത്രമാണ് പറയുന്നത്. അപ്പൊ അതിലുള്ള ചിത്രതിരുനാളിലേക്ക് റിയൽ ലൈഫ് ഷോട്ടുകൾ അതിനകത്ത് നമുക്ക് ദൂരദർശനിൽ നമ്മൾ ഹയർ ചെയ്ത് നമ്മളിത് വാങ്ങി അതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഈ
ഡോക്യുമെന്ററികളുടെ വിഷയങ്ങൾ നോക്കുമ്പോഴേ എല്ലാം വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളാണ്. ശ്രീ പത്മനാഭസ്വാമിയുടെ 5 എപ്പിസോഡുകളുള്ള ഡോക്യുമെന്ററി കൂടാതെ ചെയ്തിട്ടുള്ള ഈ മൂൺ ലാൻഡഡ് ഓൺ എർത്ത് എന്നൊക്കെ പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഡോക്യുമെന്ററികളാണ്. അതുപോലെ ഭൂതാവിഷ്ടൻ. എങ്ങനെയാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് എത്തുന്നത്? അതിനെപ്പറ്റി സംസാരിക്കാമോ? അത് തീർച്ചയായിട്ടും. അത് ഞാനിപ്പോ എന്റെ മനസ്സിലുണ്ടായിട്ടുള്ള ഒരു ഇപ്പൊ എനിക്ക് പറയണമെന്ന് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യമാണ്. ഇതിപ്പോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡോക്യുമെന്ററികൾ ചെയ്തത് ശരിക്കും പറഞ്ഞ ഒരു കവിത എഴുതി വളരെ ഇൻസ്പയർഡ് ആയിട്ടാണ്. അപ്പൊ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ട് ഇന്നത് ചെയ്യണം എന്നുള്ള രീതിയിലൊന്നും അല്ല. ചിലപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ, ഉദാഹരണമായിട്ട് ഇപ്പൊ ഞാനിപ്പോ ഭക്ഷ്യപുണ്യം എന്ന ഡോക്യുമെന്ററി ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാല് പബ്ലിക് ലൈബ്രറി കുറെ വർഷങ്ങൾ, അപ്പൊ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പബ്ലിക് ലൈബ്രറി സ്ഥിരമായിട്ട് പോയി ആ പരിസരം ഫൈൻ ആർട്സ് കോളേജ്, പബ്ലിക് ലൈബ്രറി, ആ പരിസരമൊക്കെ വളരെ സുപരിചിതമായിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ ഒരു വർഷങ്ങൾക്ക് ശേഷം ഈ കോവിഡ് സമയത്ത് അവിടെ പോയപ്പോൾ അവിടുത്തെ ക്യാൻറ്റീൻ എന്ന് പറഞ്ഞാൽ പഴയ രീതിയിലുള്ള ഒരു സാധാരണ രീതിയിലുള്ള ക്യാൻറ്റീൻ ആയിരുന്നു. ആ ക്യാൻറ്റീൻ്റെ മുഖച്ഛായ മാറിയേക്കുവാണ്. അത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ധനസഹായത്തോടു കൂടി അത് സുഭിക്ഷ എന്ന് പറയുന്ന ഒരു ക്യാൻറ്റീനായിട്ട് മാറുകയും ഒരുപാട് പേര് അവിടെ വന്ന് ഭക്ഷണം 20 രൂപയ്ക്കാണ് ഭക്ഷണം കൊടുക്കുന്നത്. പിന്നെ അതില് ജയേന്ദ്രൻ കടമ്പനാട് എന്ന് പറയുന്ന ഒരു കവിയും നാടൻപാട്ട് കലാകാരനുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ രാഖി എന്ന് പറയുന്ന കുട്ടിയാണ് അതിന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അവര് വളരെ ഭംഗിയായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു വളരെ കലാപരമായിട്ട് തന്നെ അതിന്റെ ഭിത്തികളൊക്കെ അലങ്കരിച്ചിരിക്കുന്നു. അതിനകത്ത് പല നാരായണ ഗുരുവിന്റെയും ചട്ടമ്പിസ്വാമിയുടെയും അതുപോലെ വിവേകാനന്ദ സ്വാമിന്റെയും അങ്ങനെയുള്ള പിന്നെ പുരോഗമന പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട നേതാക്കളുടെ ചിത്രങ്ങളും ലേഖനങ്ങളും ചെയ്തിട്ട് സദാസമയം പാട്ടും അതൊന്നും ചെയ്തിട്ട് ഒരുപാട് ചെറുപ്പക്കാർ ഇതിനകത്ത് വരിക. അപ്പൊ ഞാനിതപ്പോ ഡോക്യുമെന്ററി എടുക്കുക എന്നുള്ളതല്ല. അപ്പൊ അവിടെ പോയപ്പോഴത്തേക്ക് പുതിയ മാറ്റമുണ്ട്. യാദൃശ്യമായിട്ട് ജയന്തനെ അവിടെ വെച്ച് കണ്ടു. അപ്പോഴും ഞാനത് വെറുതെ ഇങ്ങനെ ക്യാമറയിൽ എൻ്റെ മൊബൈലിൽ ഇതൊന്ന് ഷൂട്ട് ചെയ്ത് ഒക്കെ അടിച്ച് പിന്നെ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു ആശയം തോന്നുകയാണ്. അപ്പൊ അങ്ങനെ പ്രവീൺ ദത്ത് പണിക്കർ എന്ന് പറയുന്ന പിന്നെ അന്ന് പഴയ കുറെ വർഷങ്ങൾക്ക് മുമ്പ് സിനിമയിലും സീരിയലിലും ഒക്കെ സജീവമായിട്ടൊരു സംവിധായകനുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടിട്ട് ഇത് എഡിറ്റ് ചെയ്ത് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അത് അതിൽ കുറച്ച് KPSC കാര്യങ്ങൾ ചേർത്തപ്പോഴത്തേക്ക് നമ്മൾ ഒരു കവിത എഴുതുന്ന പോലെ ഇൻസ്പിറേഷൻ, അത് കുറച്ച് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളോട് ചേർത്താ ചെയ്യുന്നതെങ്കിലും ഒരു സർഗപ്രക്രിയ പോലെ കവിതയോ ലേഖനോ കഥയൊക്കെ എഴുതുന്ന പോലെ തന്നെ അത് ഇങ്ങനെ സംഭവിക്കുകയാണ് ചെയ്തത്. അപ്പൊ അത് പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല, ഇന്ന ഡോക്യുമെന്റ് എടുക്കുക എന്നുള്ളതല്ല. അതുപോലെ തന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോസ്റ്റോവസ്കിയുടെ ജന്മശതാബ്ദി പബ്ലിക് ലൈബ്രറി തന്നെ. അപ്പൊ അതിന്റെ ഒരു വലിയ ബാനർ അന്നത്തെ ഇപ്പൊ ഈ ഇടയ്ക്ക് റിട്ടയർ ചെയ്ത അശോകൻ പുതുപ്പാടി എന്ന് പറയുന്ന ഡെപ്യൂട്ടി ഡെലിവറിന്റെ നേതൃത്വത്തിൽ ശോഭന പടിഞ്ഞാറ്റുള്ള ശോഭനയുണ്ട്, ചീഫ് ലൈബ്രറി. അവർ രണ്ടുപേരുടെയും പിന്നെ ഉത്സാഹത്തില് ഡോസ്റ്റോവസ്കിയുടെ കുറിച്ചുള്ള ഒരു ബാനർ അതിനിങ്ങനെ വലിച്ചു കിട്ടിയിരിക്കുകയാണ്. ഒരു ബാനർ. അപ്പൊ അതിനകത്ത് ഡോസ്റ്റോവസ്കിയുടെ ജന്മം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഞാനതിങ്ങനെ ക്യാമറയിൽ ഇങ്ങനെ ഷൂട്ട് എടുത്ത് പബ്ലിക് ലൈബ്രറിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ഡോസ്റ്റോവസ്കിയെ കുറിച്ച് ഒരു ഡോക്യുമെന്റ് ചെയ്യാമെന്ന് വിചാരിച്ചുള്ള ഒരു ധാരണയുണ്ട്. അപ്പൊ സക്രിയ തിരക്ക് എഴുതിയ ഒരു ഡോക്യുമെന്ററി പെരുമ്പടോസ്കറിനൊക്കെ റഷ്യയിൽ പോയിട്ട് ഷൂട്ട് ചെയ്തൊരു ഡോക്യുമെന്ററി ഉണ്ടല്ലോ. അപ്പൊ സക്രിയയുടെ ഒരു ഇന്റർവ്യൂ, പെരുമ്പടോസ്കറിന്റെ ഇന്റർവ്യൂ അതൊക്കെ ചേർത്തിട്ട് ഡോസ്റ്റോവസ്കിയെ കുറിച്ചുള്ള ഷൈനി ബെഞ്ചമിൻ ചെയ്തതല്ലേ? ഷൈനി ബെഞ്ചമിൻ. അതെ. അപ്പൊ അങ്ങനെ സക്രിയയും കണ്ടു. അപ്പൊ ഇത് പിന്നെ ഒരു സാഹചര്യമോ അല്ലെങ്കിൽ ഒരു സന്ദർഭമോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ കണ്ട് നമ്മൾ ഇൻസ്പയർഡ് ആയിട്ട് അങ്ങനെ ഡോക്യുമെന്ററിലോട്ട് ചെയ്യുവാണ്. അപ്പൊ അല്ലാതെ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് ഡോസ്റ്റോവസ്കിയുടെ ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ജന്മവാർഷികം അല്ല ജന്മവാർഷികം ഇങ്ങനെ ലോകവാസകരും ആചരിക്കുന്നു, അതിനെക്കുറിച്ച് ഡോക്യുമെന്റ് ചെയ്യാവുന്നില്ല. യാദൃശ്യമായിട്ട് ഒരു സ്ഥലത്ത് പോയപ്പോൾ ഇതിങ്ങനെ കണ്ടു, അത് ഇൻസ്പയർഡ് പ്രചോദനം ഉണ്ടായി, അതിൽ നിന്ന് ഇങ്ങനെ ഡോക്യുമെന്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഈ 2 ഡോക്യുമെന്ററികളാണ് ചെയ്തത്. പിന്നെ മൂൺ ലാൻഡഡ് എർത്ത് എന്ന് പറയുന്നത് ഇവിടെ ലോകവാസകലം തന്നെ അതൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ആവിഷ്കാരമായിട്ട് ആളുകളുടെ വ്യക്തികളുടെ ഒരു വിദേശ ടെക്നീഷ്യൻസ് സാങ്കേതിക വ്യക്തികൾ, നമ്മുടെ ജെയിംസ് സാറിന് ഒക്കെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാമായിരിക്കും. അത് കനകക്കുന്നിൽ ഇതിന്റെ പ്രദർശനം നടന്നു. അതിങ്ങനെ ചന്ദ്രനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായിട്ട് തന്നെ താഴെ കാണത്തക്ക രീതിയിൽ നിലം തൊടുന്ന രീതിയിലുള്ള ഒരുപാട് പേര്, ആയിരക്കണക്കിന് ആൾക്കാർ ഇത് കാണാൻ വരികയും അപ്പൊ അത് ഞാൻ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത്
ഇത് പെടുത്തിയപ്പോഴത്തേക്ക് അത് ഡോക്യുമെന്റ് ആയിട്ട് മാറി. അപ്പൊ അതിന് കമന്റ് ഇല്ലാതെ തന്നെ അത് പിന്നെ അത് പേപ്പറിലൊക്കെ വരുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യം കൊണ്ട് യൂട്യൂബിൽ അങ്ങനെ അത് അപ്ലോഡ് ചെയ്തു. ഇപ്പൊ കൂടുതലും ഞാൻ ചെയ്യുന്നത് ദിവസേന ഏതെങ്കിലും രീതിയിലുള്ള ഒരെണ്ണമെങ്കിലും ചെയ്യാത്ത ഒരു ദിവസമില്ല. അപ്പൊ ഒരു താല്പര്യത്തിന്റെ പുറത്ത് നമുക്ക് അങ്ങനെ ഒരു ഇൻസ്പയർഡ് ആയിട്ട് ഒരു കവിത എഴുതുപോലെ, കഥ എഴുതുപോലെ, വേറെ സാഹിത്യ രൂപം ചെയ്യുന്ന പോലെയാണ് ഇത് ചെയ്തത്. അപ്പൊ അത് ഇപ്പൊ ചെയ്യുന്നത് ഡോക്യുമെന്ററി എന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും ഷോർട്ട് ഫിലിംസ് ആയാലും ഒരു വിഷ്വലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അല്ല, ഈ ഡോക്യുമെന്ററിയുടെ ഡ്യൂറേഷൻ എത്രയാണ്? അപ്പോ ഇത്തരം ചെറിയ ഡോക്യുമെന്ററികൾ ഡോക്യുമെന്ററികൾ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യത്തക്ക രീതിയിൽ 10 മിനിറ്റ് താഴെ വരുന്ന ഡോക്യുമെന്ററികളാണ്. 10 മിനിറ്റ് താഴെയുള്ള അങ്ങനെ ഒരു ഇതൊക്കെ. ഡോക്യുമെന്ററി ചിത്രീകരിക്കുന്നതിന് എത്ര ദിവസം വേണ്ടി വരും? അല്ല, അത്ര ഡോക്യുമെന്ററി ചിത്രീകരിച്ച് ചിലപ്പോൾ ദിവസങ്ങൾ തന്നെ വേണ്ടി വരും. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഈ ഭക്ഷ്യപുണ്യം എന്ന് പറയുന്ന ഡോക്യുമെന്ററി അതിന്റെ പ്രിവ്യൂസസ് ഒക്കെ എടുത്ത് പബ്ലിക് അവർ ഷൂട്ട് ചെയ്തു. അതോടൊപ്പം തന്നെ ഈ ഭക്ഷ്യ വിഭവങ്ങളൊക്കെ തയ്യാറാക്കുന്നത് ഷൂട്ട് ചെയ്തു. പക്ഷെ അതിന്റെ ആൾക്കാരെ അത് ഗുണഭോക്താക്കളെ കിട്ടാനായിട്ട് കൂടുതലും വിദ്യാർത്ഥികളും പിന്നെ അതുപോലെ തന്നെ കോവിഡ് സമയത്ത്, ലോക്ക്ഡൌൺ സമയത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന് ലോക്ക്ഡൌൺ സമയത്താണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ അതിന്റെ അവരുടെ വന്ന് ആഹാരം കഴിക്കുന്ന ആൾക്കാരെയൊക്കെ കിട്ടാനായിട്ട് കുറെ ദിവസങ്ങൾ, അപ്പൊ കുറച്ച് ദിവസങ്ങൾ തന്നെ എടുക്കേണ്ടി വരും. പിന്നെ അത് എഡിറ്റ് ചെയ്ത് പിന്നെ ഈ പിന്നെ ഇതിലോട്ട് കമ്പ്യൂട്ടറിൽ പിന്നെ അപ്ലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അത് സാങ്കേതിക വിദ്യകളൊക്കെ അറിയാമോ? അത് മറ്റു ആളുകളുടെ സഹായത്തോട് കൂടിയിട്ടാണോ? ക്യാമറ എഡിറ്റിംഗ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. സാങ്കേതിക വിദ്യകള് ഇപ്പം ഞാൻ കൂടുതലായിട്ട് മൊബൈലില് കുറെ സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതിൽ ഏകദേശം ഒരു പരിചയമുണ്ട്. നേരത്തെ ചെയ്തോണ്ടിരുന്നത് അടുത്ത കുറച്ച് കാലത്തായിട്ട് മൊബൈൽ എഡിറ്റ് ചെയ്യുന്നു. എന്നാലും കുറച്ച് ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും പ്രദർശിപ്പിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളോ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ സാങ്കേതിക സ്റ്റുഡിയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി ഇത് ചെയ്യും. സ്റ്റുഡിയോയിലൊക്കെ വളരെ എക്സ്പെൻസീവ് ആവുമല്ലോ. അപ്പൊ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഈ ഡോക്യുമെന്ററികൾ, സാധാരണ ഡോക്യുമെന്ററി സംവിധായകരെ സംബന്ധിച്ച് ഇതിന് സ്പോൺസർഷിപ്പ് എത്തുന്നതാണ് ബുദ്ധിമുട്ട്. അപ്പോൾ അന്ന് സംസാരിച്ചപ്പോഴും അതിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ദൂരദർശനിൽ പ്രദർശിപ്പിക്കണമെങ്കിൽ അതിന് സ്പോൺസേഴ്സിനെ കണ്ടെത്തണം. ഇത് സ്വന്തമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പലർക്കും സാമ്പത്തികം ഒരു വലിയ ഘടകമായിട്ട് മാറുന്നുണ്ട്. മാത്രമല്ല, ഇത് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയുമല്ല. അപ്പോൾ ഇത്തരം ഡോക്യുമെന്ററീസ് ഇത്രയധികം ചെയ്യുമ്പോൾ അതൊരു വലിയ ലയബിലിറ്റി ആയി മാറിയിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ചോളം ഈ ദൂരദർശനുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്ററികൾ ചെയ്തു. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് പറഞ്ഞാൽ എനിക്ക് അതിന്റെ സ്പോൺസർഷിപ്പിന് വേണ്ടി വളരെ വളരെ ബുദ്ധിമുട്ടേണ്ടി വന്നു. വളരെ ബുദ്ധിമുട്ടേണ്ടി പറഞ്ഞാൽ ഇതുമായി ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട വ്യവസായങ്ങൾ ചെയ്യുന്ന പല ആൾക്കാർക്ക് പോലും ഇതിനെക്കുറിച്ച് മനസ്സിലാവുക ഇതാര് കാണാനാണെന്നുള്ളത്. പക്ഷെ ഇന്നത് മാറി, സ്വഭാവം മാറി. പക്ഷെ എങ്കിൽ തന്നെ അന്ന് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. പിന്നെ അതിനുശേഷം അത് 99 ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു 2000-ലൊക്കെയാണ് അത് ടെലികാസ്റ്റ് ചെയ്തത്. വിവാദങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് മുൻപുള്ള ഒരു കാലഘട്ടം. വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പായിരുന്നു. അതിനുശേഷം വിവാദം വന്നതിന് ശേഷം അതിന് വലിയ ജനപ്രീതി ഉണ്ടായി. അല്ല, തീർച്ചയായിട്ടും അത് ജനപ്രീതി ഉണ്ടായെന്ന് പറഞ്ഞാല് പിന്നെ ഇപ്പൊ അത് യൂട്യൂബില് ഒരു 2 ലക്ഷം പേരോളം ഓരോ എപ്പിസോഡ് കണ്ടു പല സമയത്തായിട്ട്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് വരുമാനം ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും, പക്ഷെ ഞാനപ്പോ അതിനകത്ത് എനിക്ക് ഒരു റിഗ്രറ്റ് ഒന്നുമില്ല. നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴേ ഇപ്പൊ ഡോക്യുമെന്ററി ഏത് കലാരൂപം ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നത് നമ്മൾ നഷ്ടപ്പെടാൻ വേണ്ടി തന്നെ തയ്യാറായ മാത്രമേ ഇതിനകത്ത് പൂർണ്ണമായിട്ട് സാഫല്യമുള്ളൂ. പിന്നെ അതിനകത്ത് പിന്നെ അത് പൂർണ്ണമായിട്ട് ഒരു ഇതിലേക്ക് എത്തിച്ചേരത്തുള്ളൂ. അതേസമയം നമ്മൾ പിന്നെ മോണിറ്ററി ബെനിഫിറ്റോടുകൂടി ചെയ്യുകയാണെങ്കിൽ അത് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. എങ്ങനെയാണ് ഇതിന് സാമ്പത്തികം എങ്ങനെ കണ്ടെത്തി? അതിനെ പറ്റി പറയാമോ? 5 എപ്പിസോഡുകൾ എന്ന് പറഞ്ഞാൽ ഓരോന്നും അരമണിക്കൂറെങ്കിലും ഉണ്ടാവുമല്ലോ. അല്ല, അത് നമ്മൾ ഇപ്പൊ ദൂരദർശനിലെ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിനു ശേഷം അത് ഒന്നുകിൽ കമ്മീഷൻ പ്രോഗ്രാം ആയിരുന്നു. കമ്മീഷൻ പ്രോഗ്രാമായിട്ട് ദൂരദർശൻ സാമ്പത്തിക സഹായം ചെയ്ത പിന്നെ ഡോക്യുമെന്ററികൾക്കൊന്നും വലിയ കോട്ടം തെറ്റാതെ പോകും. അതേസമയം തന്നെ നമ്മൾ സ്പോൺസേർഡ് ആയിട്ടുള്ള പ്രോഗ്രാം ആണെങ്കിൽ നമ്മൾ പിന്നീട് അതിന്റെ സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പൊ ഇതിന്റെ ഒരു ഭാഗമായിട്ട് ഇത് സഹിക്കുക മാർഗമുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ ഇപ്പോഴും പിന്നെ പല ഔദ്യോഗിക തലത്തിലുള്ള കാര്യങ്ങൾക്ക് വരെ ഈയിടയ്ക്ക് ഞാൻ അറിഞ്ഞതെന്ന് പറഞ്ഞാല് പണ്ടാണെങ്കിൽ ഔദ്യോഗികമായിട്ട് തലങ്ങളിലുള്ള കാര്യങ്ങൾ ഗവൺമെന്റിൽ നിന്നുള്ള
മുൻകൂട്ടി അഡ്വാൻസ് ആയിട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പൊ ചിലരും തന്നെ ഞാൻ കേട്ടിടത്തോളം ഔദ്യോഗിക തലത്തിൽ നിന്ന് അറിഞ്ഞെന്ന് പറഞ്ഞാൽ പലരും ഇത് ചെയ്തിട്ട് പൈസ വാങ്ങിച്ചതിന് ശേഷം പൂർണ്ണമായിട്ട് ആ സമയത്തിന് ഇത് സബ്മിറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പൊ നമ്മൾ തന്നെ സ്വയം പൈസ നമ്മൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് ഡോക്യുമെന്റ് ചെയ്യണമെന്നുള്ള അവസ്ഥയാണ്. ഹലോ ഹലോ മനസ്സിലായി. മനസ്സിലായി. ഇത് സാമ്പത്തികം ഒരു ഘടകം തന്നെയാണ്. ജെയിംസ് സാർ ചെയ്ത ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എങ്ങനെയാണ് അതിന്റെ ഒരു സോഴ്സ് വന്നത്? ഞാൻ ചെയ്യുന്ന ഡോക്യുമെന്റുകളെല്ലാം അസൈൻഡ് ആയിട്ടുള്ള, ഞാനൊരു എംപാനൽ പ്രൊഡ്യൂസറാണ് പല ഡിപ്പാർട്ട്മെന്റുകൾക്കും സ്ഥാപനങ്ങൾക്കും. അപ്പോൾ എനിക്ക് അസൈൻ ചെയ്തു തരുന്ന വർക്കുകളിലാണ് ചെയ്തത്. ഇപ്പോ CV രാമൻ CDTന് വേണ്ടി സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ചെയ്തതാണ്. അങ്ങനെ ലേണിംഗ് അബൌട്ട് ലേണിംഗ് യൂറോപ്യൻ യൂണിയന് വേണ്ടി ചെയ്തതാണ്, വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി ചെയ്തതാണ്. അതുകൊണ്ട് കമ്മീഷൻ ചെയ്യുന്നതെല്ലാം ഒന്നുകിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ, അതല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങൾ. കൂടുതലും സർക്കാർ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയാണ്. എൻ്റെതൊരു അധികം മത്സരമില്ലാത്ത സയൻസ് എഡ്യൂക്കേഷണൽ ഡോക്യുമെന്റുകളായതുകൊണ്ട് അത്രയും വലിയ വിഷമങ്ങളില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ വളരെ വിപുലമായ ആളുകൾ കാണുന്നുണ്ടാവില്ല. പക്ഷെ അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് പലപ്പോഴും വളരെ സ്പെസിഫിക് ആയ സ്പെഷ്യലിസ്റ്റ് ഓഡിയൻസിന് വേണ്ടിയാണ് എന്നുള്ളത് കൊണ്ട് അവിടെ റീച്ച് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നു. അതാണ് എൻ്റെ അവസ്ഥ. അതുകൊണ്ട് ഒരു മാർക്കറ്റിങ്ങിന്റെ ഇഷ്യൂ ഇല്ല. കമ്മീഷൻഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് എപ്പോഴും ചെയ്യുക. സാർ, ഈ യൂറോപ്യൻ യൂണിയന് വേണ്ടിയിട്ട് ഈ ലേണിംഗ് ഫോർ ലേണിംഗ് എന്നുള്ളത് ചെയ്തല്ലോ, അതിന്റെ സാഹചര്യം എങ്ങനെയാണ് അത് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി വന്നത്? അത് കേരളത്തിലെ DPP വരുന്ന സമയത്ത് DPPക്ക് വേണ്ടി കറുക പൂത്തിരി എന്ന 2 സീരീസ്, അന്ന് ശിവകുമാറും ഞാനും, അങ്ങനെ 2 പേർക്കാണ് അത് വന്നത് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് DPPക്ക് വേണ്ടി. ആ സംരംഭം കണ്ട് അന്നതിനെ ഫണ്ട് ചെയ്യുന്നത് യൂറോപ്യൻ യൂണിയൻ ആയിരുന്നു. അപ്പൊ യൂറോപ്യൻ യൂണിയന്റെ മേധാവിയായിരുന്ന ആൾക്ക് ആ ഡോക്യുമെന്ററികൾ ഇഷ്ടപ്പെട്ടത് കൊണ്ട് ആ ഒരു ഇംഗ്ലീഷ് ഡോക്യുമെന്ററി അവര് കമ്മീഷൻ ചെയ്യുകയാണ്. അങ്ങനെയാണ് അത് കിട്ടിയത്. എന്താണ് അതിന്റെ സബ്ജക്ട്? സാറിന്റെ ഡോക്യുമെന്ററികൾ ഒന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല, കാരണം ചൂണ്ട മാത്രമാണ് നമുക്ക് ലിങ്ക് കിട്ടിയത്. അപ്പൊ ഇതൊന്നും നമുക്ക് കാണാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് അതിന്റെ സബ്ജക്ട് എന്താണെന്നൊന്ന് പറയാമോ? ഞാൻ പറയാം. ഒന്ന് CV രാമൻ ശാസ്ത്ര ദിനത്തിൽ എല്ലാ ഫെബ്രുവരി 28-നും പലപ്പോഴും അത് ആവർത്തിച്ച് ദൂരദർശൻ കാണിക്കാറുണ്ട്. ദൂരദർശന് വേണ്ടിയാണ് സ്റ്റെക്ക് ഇത് ചെയ്തത്. അതെനിക്ക് തോന്നുന്നു പല ആവർത്തി ദൂരദർശൻ വന്നിട്ടുണ്ട്. അത് ശാസ്ത്ര ദിനത്തെ കമ്മറേറ്റ് ചെയ്ത ഒന്നാണ്. പിന്നെ ലേണിംഗ് അബൌട്ട് ലേണിംഗിന്റെ പ്രമേയം പ്രീ സ്കൂൾ ലേണിംഗ് ആണ്. കുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അവരെങ്ങനെയാണ് അറിവ് നേടുന്നത്, അറിവ് നേടുന്ന പ്രക്രിയയാണ് അത് പഠിപ്പിക്കുന്നത്. അത് അധ്യാപകരെ പഠിപ്പിക്കാൻ വേണ്ടി എടുക്കുന്നതാണ്. അധ്യാപകർ വിചാരിക്കുന്ന വിധത്തിലല്ല കുട്ടികൾ പഠിക്കുന്നത്. അവരുടെ പഠന പ്രക്രിയക്ക് വളരെ സവിശേഷതകളുണ്ട്. അധ്യാപകനെ പരിശീലിപ്പിക്കാൻ വേണ്ടി അതൊരു സ്പെഷ്യലിസ്റ്റ്, ആ പരമ്പരയിലുള്ള എല്ലാ ഡോക്യുമെന്റുകളും അധ്യാപകർ ചെയ്യുന്ന അബദ്ധങ്ങളും അവർ തിരുത്തേണ്ടുന്ന തിരുത്തലുകളും ചെയ്യാൻ വേണ്ടി വിദ്യാഭ്യാസ വിദഗ്ധന്മാർ വളരെ കൂലങ്കഷമായി ആലോചിച്ച് ഉണ്ടാക്കുന്ന എഡ്യൂക്കേഷണൽ പെഡഗോഗിക്കൽ ടൂൾസ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ അതിന്റെ പ്രമേയം എന്താണെന്ന് വെച്ചാൽ കളികളിലൂടെ ഇപ്പം മണ്ണപ്പം പുഴക്കരയിലിരുന്ന് മണലുവാരി ചിരട്ടയ്ക്കകത്ത് മണ്ണപ്പം ഉണ്ടാക്കുന്ന ഒരു കുട്ടി ഉണ്ടാക്കുന്ന ഒരു മാത്തമെറ്റിക്കൽ കൺസെപ്റ്റ് ആണ്. അതെന്താണ് എന്നുള്ളത് ചെറിയ ചിരട്ടയിലും വലിയ ചിരട്ടയിലും മണ്ണ് മാറ്റിയെടുക്കുമ്പോൾ ഉണ്ടാവുന്നതിന്റെ, അല്ലെങ്കിൽ ഒരു അപ്പൂപ്പൻ ഒരു കഥ പറയുമ്പോൾ ആ കഥ ആവിഷ്കരിക്കുന്ന ഒരു കുട്ടി എന്ത് പറയുന്നു, അങ്ങനെ കുട്ടിയുടെ ലേണിംഗ് പ്രോസസ്, അതൊരു ക്രിയേറ്റീവ് പ്രോസസ്സാണ്, കളിയല്ല. അതാണ് അതിന്റെ പ്രമേയം. അതൊരു പ്രീ സ്കൂൾ ലേണിംഗ് ആണ്. അതൊരു നഴ്സറി ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നത് പലപ്പോഴും ആ വിധത്തിലല്ല. അപ്പൊ ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ, നോട്ട് ആസ് എ നോളജ് ബാങ്ക് എന്ന പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടി യൂറോപ്യൻ യൂണിയനിലെ എഡ്യൂക്കേഷൻ എക്സ്പെർട്ടുകൾ
ചെയ്തതാണ്. ഒരു പക്ഷെ അവരിൽ പലരും ഫിൻലൻഡിൽ നിന്ന് വന്നവരാണ്. ഇപ്പം ഫിൻലൻഡിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പരിഷ്കരിക്കാൻ വീണ്ടും പോകുന്നുണ്ട്. ഒരു പക്ഷെ ഒരു ഫിനിഷ് ബാക്ക്ഗ്രൗണ്ട് അതിലുണ്ട്. അതാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്. സർ, ഇപ്പോൾ സാർ പറഞ്ഞല്ലോ കൂടുതലും പെഡഗോഗിക്കൽ ടൂൾസ് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളാണ് ഡോക്യുമെന്ററികൾ. സാർ ചെയ്തിട്ടുള്ളതും പല വകുപ്പുകൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള അത്തരം കാര്യങ്ങളായിരിക്കും അല്ലേ? അതെ, ഞാൻ ചെയ്തപ്പോ ഫ്രാക്ടൽ ജോമെട്രിയെ കുറിച്ച് ചെയ്തിട്ടുണ്ട്, ഫിബൊനാച്ചി സീരീസിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്, പ്രോഗ്രഷനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്, കെമിസ്ട്രിയെ കുറിച്ച് ചെയ്തിട്ടുണ്ട്, കുറെ ബയോഗ്രഫിക്കൽ ഫിലിംസും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് ചെയ്തിട്ടുണ്ട്, കെമിസ്ട്രിയെ കുറിച്ച് ചെയ്തിട്ടുണ്ട്, ഫിസിക്സിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നാനാതരത്തിലുള്ള പുസ്തകം ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ കൂട്ടത്തിൽ വേറൊരു തരത്തിലൂടെ പറയട്ടെ. ഞാൻ എഴുതി എനിക്ക് സയൻസ് ആൻഡ് ടെക്നോളജി അവാർഡ് കിട്ടിയ പുസ്തകം ഒരു കഥാപുസ്തകമല്ല, അത് ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ്. ഉൽപ്പത്തി എന്ന് പറയുന്നത് കാലസങ്കല്പമാണ്. എന്താണ് ശാസ്ത്രത്തിലെ കാലസങ്കല്പം, അനാദിയായ കാലസങ്കല്പം എന്ന് മോഡേൺ ഫിസിക്സിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എഴുതിയൊരു പുസ്തകമാണ്. അതൊരു കഥാപുസ്തകമല്ല. കൂട്ടത്തിൽ അതുകൂടെ നിർത്തിക്കണം. സർ, ഇപ്പോൾ ഒരു സയൻസ് ഫിക്ഷൻ ഒരുപാട് ഇപ്പം മലയാളത്തിൽ പ്രധാനമായിട്ടും സി രാധാകൃഷ്ണൻ സാറ് പോലുള്ള ആളുകളൊക്കെ ഒരുപാട് എഴുതിയിട്ടുണ്ടല്ലോ. അത് പിന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയുമായിട്ട് ബന്ധപ്പെടുത്തിയും അല്ലാതെയും സയൻസ് ഫിക്ഷൻ നോവലുകളായിട്ട് എഴുതിയിട്ടുണ്ട്. മലയാളത്തിൽ അത് വളരെ കുറവാണ്. ഇത്തരം നോവലുകൾ അത് ഫിക്ഷൻ ആണെങ്കിൽ പോലും അതൊന്നും സിനിമയിലേക്ക് എത്തുന്നില്ല. ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ പുറത്ത് ഹോളിവുഡിലൊക്കെ ധാരാളമായിട്ട് അങ്ങനെ ഇറങ്ങുന്നുണ്ട്. മലയാളത്തിലൊന്നും അങ്ങനെ അധികം വരുന്നില്ല. ഡോക്യുമെന്ററിയിലും ഇപ്പൊ സാറ് ചെയ്യുന്ന പോലെ വളരെയധികം പേരൊന്നും അതിൽ അറ്റംപ്റ്റ് ചെയ്യുന്നില്ല. അത് എന്തുകൊണ്ടായിരിക്കും? ഇത് കൂടുതൽ നമ്മളുടെ സമൂഹത്തിനെ ഇത് പഠിപ്പിക്കാനും ഇതിലേക്ക് അടുപ്പിക്കാനും ഒക്കെ സാധ്യതകൾ കൂടുതലുള്ള ഒരു വിഷയം ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. അല്ല, അതിനെനിക്ക് പെട്ടെന്നൊരു ഉത്തരം പറയാൻ പറ്റൂല. ഇത്തിരി മുമ്പേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് ശ്രീ ഹരി പറഞ്ഞതുപോലെ ശാസ്ത്രം വളരെ നമ്മുടെ നിത്യജീവിതത്തിൽ ഇങ്ങനെ ഇടപഴകി പൊക്കൊണ്ടേയിരിക്കുകയാണ്. മരിച്ചുപോയ കരുണാനിധി പെട്ടെന്ന് വന്ന് നമ്മളോട് പ്രസംഗിക്കുകയാണ് എന്തുകൊണ്ട് സ്റ്റാലിന് വോട്ട് ചെയ്യണമെന്ന്. അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. മോഡി ഒരേ സമയം ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഗുജറാത്തി ഭാഷയിലും സംസാരിക്കുകയാണ്. അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. മരിച്ചുപോയൊരു നടൻ വീണ്ടും അഭിനയിക്കാം. ഇതൊരു ഒരു 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 ശാസ്ത്രം നമ്മുടെ ജീവിതത്തെ സമൂലം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഇംഗ്ലീഷ് സിനിമകളിൽ ഉണ്ടാവുന്നുണ്ട്, മലയാള സിനിമകളിൽ ഉണ്ടാവുന്നുണ്ടോ എന്ന് പറയാൻ അറിയത്തില്ല. ചിലപ്പോൾ മിന്നൽ മുരളി നമ്മുടെ ശാസ്ത്ര സിനിമ എങ്ങനെ ആയിരിക്കാം ഇരിക്കുന്നത് എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഞാൻ അതിനെ കാണുന്നത് ശാസ്ത്രത്തെ കുട്ടികൾക്ക് മനസ്സിലാവുന്ന ഒരു കഥ പോലെ ചെയ്യുകയല്ല. ഞാനൊരു പക്ഷെ സയൻസ് ക്രിറ്റിസിസം എന്ന നിലയിലാണ് അതിനെ കാണുന്നത്. ശാസ്ത്രം നമ്മളൊരു ദൈവിക സത്യമായി വിചാരിക്കുകയും അതിനെ അങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അതിനെ ചോദ്യം ചെയ്യാനും ശാസ്ത്രത്തിലെ പല സങ്കല്പങ്ങളെയും ചോദ്യം ചെയ്യാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ശാസ്ത്രകഥകൾ വരുമെങ്കിൽ, ഇപ്പൊ ചന്ദ്രൻ ഒരുപക്ഷെ കുട്ടികളുടെ മനസ്സിൽ വളരെ വരുന്നുണ്ടാവാം. അദ്ദേഹം ശ്രീഹരി പറഞ്ഞപ്പോ അത് വളരെ വലിയൊരു സാധ്യതയാണ്. ആ ചന്ദ്രനിൽ ചെന്നെത്തുന്ന ഒരു മനുഷ്യൻ അവിടെ കേൾക്കുന്ന ശബ്ദം എന്താണ്, ആ തെക്കൻ ധ്രുവത്തിൽ അവൻ കേൾക്കുന്ന ശബ്ദം എന്താണ്, അവിടുത്തെ പ്രതലം എങ്ങനെയാണ്, അതൊക്കെ കഥകളിലൂടെ വരുമ്പോൾ അറിവും ഇതും കൂടി ചേർന്ന് വരുന്നതെന്നാവും. അതുണ്ടാവുമായിരിക്കാം നമ്മുടെ നാട്ടിലും കുട്ടികൾ, നമ്മുടെ പുതിയ കുട്ടികൾ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ കുട്ടികൾ ഒരുപാട് അങ്ങോട്ട് പോകുന്നുണ്ടാവാം. ഇപ്പൊ നെറ്റിസൻസ് അല്ലേ, അവരെല്ലാം ശാസ്ത്ര കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരായിരിക്കാം. മാറുമായിരിക്കാം, എനിക്കറിഞ്ഞൂടാ. നമ്മുടെ സിനിമകളിൽ അതും വരുമായിരിക്കാം. അല്ല, ഈ ശാസ്ത്ര പഠനത്തിന് ഉപയുക്തമായിട്ടുള്ള രീതിയിൽ ഡോക്യുമെന്ററികളെ മാറ്റുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ദൃശ്യ സമ്പന്നമാണല്ലോ നമ്മളുടെ പഠന മേഖല മൊത്തം അങ്ങനെയാണ്. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് അതിലേക്ക് മാറ്റിയെടുത്ത് അതിന്റെ സാധ്യതകളെ വർദ്ധിപ്പിക്കാം എന്നുള്ളതിന്റെ ഒരു ചർച്ചയൊന്നും അങ്ങനെ കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാനത് ചോദിക്കുന്നത്. എന്നാൽ ഇതുപോലെ പല വകുപ്പുകളും കുട്ടികൾക്ക് വേണ്ടി പല പിന്നെ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. വീഡിയോകൾ എടുക്കുന്നു, ഡോക്യുമെന്ററികൾ ചെയ്യുന്നു. പക്ഷെ ഇതൊക്കെ എല്ലാ മേഖലയിലേക്കും എത്തുന്നുണ്ടോ? ഇപ്പോൾ മുത്തങ്ങ സ്കൂളിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് ചെയ്യുന്നത് മറ്റു മേഖലയിലേക്ക് എത്തുന്നുണ്ടോ? അതിനുള്ള സാധ്യതകൾ എങ്ങനെയാണ്?
അതെനിക്ക് പെട്ടെന്ന് പറയാൻ അറിയില്ല. എന്നാൽ ഞാനൊരു ശാസ്ത്ര വിമർശനമായി അതിനെ കണ്ടാലേ അത് പറ്റൂ. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് മഴവില്ലിൽ 7 നിറങ്ങളുണ്ടെന്ന് എല്ലാ കുട്ടികളും പഠിക്കും. വിബ്ജിയർ എന്ന് പറഞ്ഞ് പഠിക്കും. എന്താണ് വയലറ്റും ഇന്ത്യയും തമ്മിൽ നിറവ്യത്യാസം എന്ന് വെച്ചാൽ ഒരു കുട്ടിയും പറയൂല. അത് 6 നിറങ്ങളേ ഉള്ളൂ സ്പെക്ട്രത്തിൽ. ന്യൂട്ടൺ ന്യൂമറോളജിയിൽ വിശ്വസിച്ചുകൊണ്ട് 7 നിറമെന്ന് പറഞ്ഞു. അത് കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചോദ്യം ചെയ്യാൻ അറിയാവുന്ന ഒരു അധ്യാപകൻ വരികയും അതൊരു ശാസ്ത്ര വിഷയമാവുകയും ചെയ്യുമ്പോൾ അത് ആളുകൾ മനസ്സിലാക്കും. നെഗറ്റീവും പോസിറ്റീവ് ഇലക്ട്രിസിറ്റി ഉണ്ട് എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ്. അങ്ങനെ ഒരു ഇലക്ട്രിസിറ്റി ഉണ്ട്. നെഗറ്റീവ് ഇലക്ട്രിസിറ്റിയും പോസിറ്റീവ് ഇലക്ട്രിസിറ്റിയും അതൊരു സിനുസോയിഡൽ വാല്യൂ ചേഞ്ച് ആണ്. അപ്പൊ നമ്മൾ ശാസ്ത്രത്തെ അവതരിപ്പിക്കുന്നതിൽ എവിടെയോ വളരെ വലിയ പാളിച്ചകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറയുന്നത് സയൻസ് ക്രിറ്റിസിസം എന്ന നിലയിൽ കുട്ടികളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന വിധത്തിൽ അവന് നാളിതുവരെ പറഞ്ഞു കൊണ്ടുവന്നിരുന്ന രീതികളെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ ശാസ്ത്രം അവതരിപ്പിച്ചാൽ അത് ശാസ്ത്ര ചിത്രങ്ങളായി വന്നാൽ അത് കാണാൻ ആളുണ്ടാവും. വെള്ളം 100 ഡിഗ്രി സെന്റിഗ്രേഡിൽ തിളയ്ക്കുമെന്ന് എല്ലാ കുട്ടിയും പഠിക്കും. അങ്ങനെയാണോ? 100 ഡിഗ്രിയിലാണോ തിളയ്ക്കുന്നത്? ചെറിയ കുമിളകൾ വന്നല്ലേ അത് തിളയ്ക്കുക. അപ്പോ നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന സത്യങ്ങളെ സത്യങ്ങളായിട്ട് വിചാരിക്കുന്നു. അങ്ങനെയല്ല. അത് അങ്ങനെ സിനിമകൾ എടുക്കുമ്പോൾ അങ്ങനെ ചോദ്യം ചെയ്ത് സിനിമകൾ വരുമ്പോൾ അതാണ് മാട്രിക്സിന്റെ പ്രത്യേകത. എന്തിന് 100 Years of Solitude ഒരു ശാസ്ത്ര നോവലാണ്. ഒരുപക്ഷെ അതൊരു ശാസ്ത്ര നോവലാണ്. അപ്പൊ അത് ഈ ശാസ്ത്രം എന്ന് പറയുന്നത് 2 സംസ്കാരങ്ങൾ എന്നാണ് പറയുന്നത്. ശാസ്ത്രവും കലയും ഒരേ തലത്തിൽ പോകുന്ന ക്രിയേറ്റീവായ 2 ഏരിയാസ് ആണ്. അതിനെ നമ്മൾ വളരെ വല്ലാതെ പിടിച്ചു നിർത്തുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ ശാസ്ത്രാധ്യാപകർ ഒരുപക്ഷെ ക്രിയേറ്റീവായിട്ട് അതിനെ നോക്കി കാണുന്നുണ്ട്. ഞാൻ ഈ ചൂണ്ടയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇപ്പോഴും വേദനിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരുപക്ഷെ ഞാൻ ഈ ഡോക്യുമെന്ററികളെ കുറിച്ച് വീണ്ടും ആലോചിച്ച സമയം അതാണ്. അത് കേരളത്തിലെ അധ്യാപകരുടെ ഒരു പ്രധാനപ്പെട്ട സദസ്സിൽ കാണിക്കുമ്പോൾ അതിൽ ഒരു പ്രധാന അധ്യാപകൻ എഴുന്നേറ്റ് പറയുന്ന അഭിപ്രായം, ഈ ചിത്രം വളരെ മനോഹരമായിരിക്കുന്നു, പക്ഷെ വിദ്യാഭ്യാസ ചിത്രങ്ങൾ മനോഹരമായിക്കൂടാ. പെഡഗോഗിക്കൽ ഫിലിംസ് കാനോട്ട് ബി ബ്യൂട്ടിഫുൾ. അപ്പൊ ഞാൻ ഒരു നിമിഷം അമ്പരന്ന് നിന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഈ സൗന്ദര്യം എന്താണെന്ന് പഠിക്കുന്നതാണ് കല. സൗന്ദര്യത്തിന്റെ നിയമങ്ങളും അതിന്റെ ലോജിക്കും പഠിക്കുന്നതാണ് ശാസ്ത്രം. അപ്പൊ ശാസ്ത്രത്തിൽ സൗന്ദര്യമില്ലെന്ന് വിചാരിക്കുന്ന ഒരു അധ്യാപകനെ ചൂണ്ട തൃപ്തിപ്പെടുത്തിയില്ല എന്നുള്ളത് ഒരു പ്രശ്നം. ഞാൻ ഈ ചൂണ്ടയെ കുറിച്ച് അഭിമാനപൂർവ്വമല്ല പറയുന്നത്. അത് ചെന്നെത്തിയ ഓരോ പ്രേക്ഷകരും ഓരോ വിധത്തിലാണ് കണ്ടത്. കുട്ടികൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഇപ്പൊ ചില അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം സിനിമ വളരെ സുന്ദരം. കാരണം അതിന്റെ സൗണ്ട് ഓർക്കസ്ട്രേഷൻ, ഞാൻ വിചാരിക്കുന്നത് സിനിമ എന്ന് പറയുന്ന ഒരു ദൃശ്യകലയല്ല ശ്രാവ്യകലയാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ശരിക്കും. അതിന്റെ ഒരു സിനിമയിലെ 4 കമ്പോണൻസ്, ദൃശ്യം 1 മാത്രമാണ്. മ്യൂസിക്, സൗണ്ട് എഫക്ട്, ആംബിയൻസ് എഫക്ട്, ഫോളി എഫക്ട്, ഇതെല്ലാം കൂടെ ചേർന്ന ഒരു നറേഷൻ, മ്യൂസിക് എല്ലാം കൂടെ ചേർന്ന് അതൊരു ബേസിക്കലി ഒരു സൗണ്ട് എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ടാണ് ആളുകൾ സിനിമ കൊട്ടൊക്കെ പോകുന്നത്. ആ സൗണ്ട് എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യാൻ വേണ്ടി. അത് അഡിക്റ്റീവ് ആണ്. അപ്പൊ ഈ ചൂണ്ടയും എക്സ്ക്ലൂസീവ്ലി അതിന്റെ ഒരു സൗണ്ട് ഡിസൈൻ ആണ്. ഒരുപക്ഷെ അത് വളരെ ബുദ്ധിമുട്ടി അവര് തന്നപ്പോ അതിനേക്കാൾ കൂടുതൽ പണം ചെലവാക്കി ഒരു പ്രത്യേകം ഒരു സൗണ്ട് റെക്കോർഡിസ്റ്റിനെ കൊണ്ടുപോയി ലൊക്കേഷൻ സൗണ്ട് ചെയ്ത ഒരു ഡോക്യുമെന്ററിയാണ്. പക്ഷെ അതില് അറിയാവുന്ന ചില ആളുകൾ അതില് വെള്ളം ഒഴുകി പോകുന്നതിന്റെ ശബ്ദം, കുട്ടികള് ഉടുപ്പിടാത്ത കുട്ടികൾ ഒരു പാലത്തിന്റെ നടുക്ക് നിന്ന് സംസാരിക്കുന്ന ശബ്ദം എങ്ങനെ റെക്കോർഡ് ചെയ്തു, എങ്ങനെ അത് കൊണ്ടുവന്നു എന്നൊക്കെ ചോദിച്ച ചില ആളുകളുണ്ടാവും. പക്ഷെ കുറെ ആളുകൾക്കെങ്കിലും ഈ കുട്ടികളെ കാണിക്കുന്ന ശാസ്ത്ര സിനിമകൾ സുന്ദരമായി കൂടാ എന്നൊരു വിചാരമുണ്ട്. അതും ഈ ചോദ്യത്തിന് ഉത്തരമായി ഞാൻ പറയാം. അത് വളരെ ഡ്രൈ ആണെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. പിന്നെ ഈ പറയുന്ന ഒരുപാട് മണ്ടത്തരങ്ങൾ പറയുന്ന ആളുകളോട് ഇങ്ങനെ 7 നിറമല്ല 6 നിറമാണെന്ന് പറഞ്ഞാൽ അയാൾക്ക് വിശ്വാസം വരില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഗലീലിയോ ഭൂമി കറങ്ങുന്നു എന്ന് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നമ്മൾ. ഞാൻ ഗലീലിയോയെ കുറിച്ച് സിനിമ എടുത്തതാ. ഗലീലിയോ അല്ലത് കണ്ടുപിടിച്ചു. കോപ്പർനിക്കോസ് എത്രയോ മുമ്പ് പറഞ്ഞാണ് ഭൂമി കറങ്ങുന്നു എന്നുള്ളത്. ഗലീലിയോയെ ശിക്ഷിച്ചത് വേറെ കാര്യത്തിനാണ്, അല്ലാതെ ഭൂമി കണ്ടുപിടിച്ചു എന്നുള്ളതിനല്ല. അപ്പൊ ഇതേപോലെ നമ്മൾ പറഞ്ഞു വരുന്ന കുറെ ശാസ്ത്രജ്ഞന്മാരെ നമ്മൾ മാർപ്പാപ്പാവെ പോലെ ആക്കും. എന്നിട്ട് അവര് പറയുന്ന മണ്ടത്തരങ്ങൾ കുട്ടികളെ കാണാതെ പഠിപ്പിക്കും. എന്നിട്ട് കുട്ടികളെ ജയിപ്പിക്കുകയോ തോൽപ്പിക്കുകയോ ചെയ്യും. അവിടെ അതിനെ ചോദ്യം ചെയ്യാൻ ശാസ്ത്ര വിമർശകർ, സാഹിത്യത്തിൽ വിമർശകരുണ്ട്, ശാസ്ത്രത്തിലില്ല. അത്തരം വിമർശകരായി ഫിലിം മേക്കേഴ്സ്, ഡോക്യുമെന്ററി ഫിലിം മേക്കേഴ്സ് വരണം എന്ന് വിശ്വസിക്കുകയും അതിന് എന്റേതായ എളിയ രീതിയിൽ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അങ്ങ് ഒരു അധ്യാപകനാണല്ലോ. എപ്പോഴും അധ്യാപനത്തിൽ നമ്മൾ തിയറി പഠിപ്പിക്കുന്നു,
പക്ഷേ പ്രാക്ടിക്കൽ സൈഡിൽ നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അങ്ങ് പഠിപ്പിച്ചതും അങ്ങ് പ്രവർത്തിച്ചതുമായിട്ടുള്ള ആ മേഖലയിൽ എന്തൊക്കെ തരം വ്യത്യാസമാണ് ആ തിയറിയിൽ നിന്ന് പ്രാക്ടിക്കലിലേക്ക് വരുമ്പോൾ ഉണ്ടായതെന്നും കൂടി വിശദീകരിക്കാമോ? ഞാന് സാധാരണഗതിയിൽ കുട്ടികളോട് ആദ്യം തന്നെ പറയാറുള്ള കാര്യങ്ങളൊന്ന്, 3 തരത്തിൽ കുട്ടി ക്ലാസ് മുറിയിൽ നിന്ന് പഠിച്ചു പോകണം. ഒന്ന് ഡൊമൈൻ നോളജാണ്. ആ വിഷയത്തെ സംബന്ധിച്ച് ആ ഡൊമൈനിലുള്ള കാര്യങ്ങൾ കുട്ടി അറിയണം. 2 മോട്ടോർ സ്കിൽസ് ആണ്. കുറെ കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യമായ സ്കിൽ സെറ്റ് ആ കുട്ടിക്കുണ്ടാവും. 3ാമത്തത് ഒരു എഫക്റ്റീവ് നോളജാണ്, വൈകാരികമായ അറിവ്. അതായത് മറ്റുള്ള ആളുകളുമായി സഹകരിച്ച് വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങളുള്ള ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കുട്ടി പഠിക്കും. ഇത് 3ഉം ക്ലാസ് മുറിയിലെ പഠനത്തിന്റെ പ്രധാനപ്പെട്ട ടാസ്ക്കാണ്. അതൊരു അധ്യാപകന്റെ ടാസ്ക്കാണ്. അത് കുട്ടികൾ ഇത് 3ഉം ആർജിക്കുന്നുണ്ടോ എന്ന് കുട്ടി അറിയണം. ഇപ്പൊ രേവതി കലാമന്ദിറിലെ അഭിനയം പഠിപ്പിക്കാൻ വരുന്ന ഒരാള് ഒരുപാട് കാലം, രഘുത്തമ സാറ് അല്ലെങ്കിൽ ശ്രീനി സാർ, അതുപോലെയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവര് നേരിട്ട് ഒരു ബുദ്ധിമുട്ട്, ഒരുപാട് കുട്ടികൾക്ക് മുണ്ട് മടക്കി കുത്താൻ അറിയത്തില്ല, തേങ്ങ പൊതിക്കാൻ അറിയില്ല. ഇതൊക്കെ ഒരുപക്ഷെ നമ്മുടെ അഭിനയത്തിന് വേണ്ടുന്നതാണ്. സാർ ഒരുപാട് ബുദ്ധിമുട്ടിച്ച് കാണാറുണ്ട് കുട്ടികൾ മുണ്ട് മടക്കാൻ അറിഞ്ഞുകൂടാത്ത കുട്ടികളെ മുണ്ട് മടക്കി കുത്തിക്കാൻ. അപ്പൊ അതൊരു നോളജാണ്. നോളജ് എന്ന് പറയുന്നത് എപ്പോഴും പ്രാക്ടിക്കലാണ്. പക്ഷെ ക്യാമറ പഠിക്കാൻ വരുന്ന കുട്ടി ഒരു കളിപ്പാട്ടം പോലെ ക്യാമറ ഉപയോഗിക്കുമ്പോൾ അത് ശരിയാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതിന്റെ തിയറിയും പ്രാക്ടീസും എന്ന് പറയുന്നത് ഞാൻ ഈ നേരത്തെ പറയാം, ഡൊമൈൻ നോളജ് ഉണ്ട്, ബട്ട് അറ്റ് ദി സെയിം ടൈം യു വിൽ ഹാവ് ടു ഹാവ് സം ഒരു മോട്ടോർ സ്കിൽ ആവശ്യമാണ്. നമ്മുടെ കൈകളും ഇതും കൊണ്ട് അത് ആവശ്യമാണ്. പക്ഷെ അതിനേക്കാൾ 3ാമത്തെ കാര്യമാണ് കൂടുതൽ പ്രധാനം. അത് എഫക്റ്റീവ് നോളജാണ്. ഒരു കൗമാരകാലത്ത് എല്ലാത്തരം വിഹുലതകളുമായിട്ട് വരുന്ന ഒരു കുട്ടിക്ക് അവന്റെ ജീവിതത്തിൽ അവൻ നേരിടുന്ന കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കാൻ ക്ലാസ് മുറി സഹായിക്കണം. അതാണ് ഒരു കാര്യം. പിന്നെ ക്ലാസ് മുറിയിൽ അധ്യാപകൻ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ക്ലാസ് മുറിയിൽ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുന്ന കുട്ടി പലപ്പോഴും ഒരു അറ്റൻഷൻ സീക്കർ ആയിരിക്കും. അധ്യാപകന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി അവൻ നടത്തുന്ന ഒരു ശ്രമത്തിൽ നിശബ്ദനായിരിക്കുന്ന ഒരു കുട്ടിയെ തിരിച്ചറിയാനും അവനിൽ അറിവ് എത്തിക്കാനും അത് ഒരു മൈക്രോ ഡെലിവറിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനും അധ്യാപകന് അറിയില്ലെങ്കിൽ അത് അധ്യാപകന്റെ ദോഷം. ഞാൻ ഇത് ചോദിച്ചത് ഡോക്യുമെന്ററിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. സാറ് പ്രാക്ടിക്കലായിട്ട് അത് ചെയ്യുമ്പോൾ സാറിന് ഇത് രണ്ടും തമ്മിലുള്ള പ്രായോഗികതയിലേക്ക് എത്തിക്കുമ്പോൾ എന്ത് വ്യത്യാസം ഉണ്ടായി എന്നുള്ളതാണ്. അങ്ങനെ വ്യത്യാസം ഉണ്ടായോ, ഉണ്ടാകാതെ പോയോ, എന്താണെന്ന് അറിയാനാണ് ഞാൻ ചോദിച്ചത്. അല്ല, എന്റെ ഫിലിം മേക്കിംഗ് എല്ലാം എന്റെ ഒരു ക്ലാസ് റൂം പഠന മെറ്റീരിയലും കൂടെയാണ്. ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ഗോദാർദിന്റെയും അല്ലെങ്കിൽ അതുപോലെയുള്ള സിനിമകൾ കാണിച്ചേക്കാം. പക്ഷെ ഇങ്ങനെയാണ് ഞാൻ സിനിമകളെ കാണുന്നത് എന്ന്, ഇങ്ങനെയാണ് ഞാൻ ശാസ്ത്രത്തെ കാണുന്നത് എന്ന് പറയാനാണ് ശ്രമിക്കുക, അല്ലാതെ പഠിപ്പിക്കാനല്ല ശ്രമിക്കുന്നത്. ദിസ് ഈസ് ദ വേ ഐ ഡു ഇറ്റ്. അത് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ സ്വീകരിക്കും, അവർക്ക് താല്പര്യമില്ലെങ്കിൽ അവർ സ്വീകരിക്കാതിരിക്കും. അങ്ങനെ എനിക്ക് പറയാനാവും. ഞാൻ ഒരു ഷെയറിംഗ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. എങ്ങനെയാണ് ഞാനൊരു ക്ലോസപ്പ് എടുക്കുന്നത്, എങ്ങനെയാണ് ഞാൻ എന്റെ ഒരു ഷോർട്ട് ട്രാൻസിഷൻ എങ്ങനെയാണ്. ഒരു ഉദാഹരണത്തിന്, എന്റെ ചിത്രങ്ങളിൽ ഞാനത് എഡിറ്റിങ്ങിന് പോകാറില്ല. ഫ്രെയിമിന്റെ അങ്ങേ തലത്തിൽ നിന്ന് ഒരാൾ ക്യാമറയ്ക്ക് നേരെ നടന്നു വരികയാണെങ്കിൽ അതൊരു ലോങ് ഷോട്ടിൽ നിന്ന് മിഡ് ഷോട്ടിൽ വന്ന് അതൊരു ക്ലോസപ്പിലേക്കുള്ള ഒരു മാറ്റമാണ് എന്ന് എന്റെ ചിത്രത്തിൽ ഞാൻ എങ്ങനെയാണ് ഉപയോഗിക്കുക. അതിന്റെ വേറൊരു സാധ്യത, ശബ്ദത്തില് ഫ്രെയിമിലേക്ക് ഇസഡ് ആക്സിസിൽ ഒരാൾ വന്നാൽ ശബ്ദം സൂം ചെയ്തു വരും. അങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുന്നു, അത്രേ ഉള്ളൂ. അതായത് ഒരു സ്റ്റഡി മെറ്റീരിയൽ ആണ്, അല്ലാതെ കുട്ടികളെ പഠിപ്പിക്കാൻ ഒരു തിയറിയും എനിക്ക് ചെയ്യാൻ വേറൊന്നും അങ്ങനെ ഞാൻ കാണാറില്ല. ഞാൻ ചോദിച്ചത്. വളരെ നന്ദി സർ. ഇവിടെ നമ്മളുടെ ശ്രോതാക്കൾ ഒരുപാട് പേരുണ്ട്. അവര് ചോദ്യം ചോദിക്കാൻ താല്പര്യപ്പെടുന്നവര് ഒന്ന് ഹാൻഡ് റൈസിങ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ ചോദിക്കാവുന്നതാണ്. ഈ ഫിലിം മേക്കിങ്ങിന്റെ ഒരു പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് എത്തിയ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ജെയിംസ് സാറും, അതുപോലെ നമുക്ക് അപ്രാപ്യമെന്ന് വേണമെങ്കിൽ വിചാരിക്കാവുന്ന തരത്തിലുള്ള ചില വിഷയങ്ങളെ കൈകാര്യം ചെയ്ത ശ്രീ ജി ഹരി നീലഗിരിയാണ് ഇവിടെ ഉള്ളത്. അവരോട് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. ഇവിടെ നമ്മളുടെ സ്ഥിരം ശ്രോതാക്കളുണ്ട്. ശ്രീ സുരേഷ് നെല്ലിക്കോട് സാറ്,
സാർ എത്തിയിട്ടുണ്ട്. സാർ ചോദിക്കുന്നുണ്ടെങ്കിൽ സാറിന് ചോദിക്കാം. ഞാൻ അങ്ങയെ പാനലിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫിലിം മേക്കിങ്ങിൽ പരിചിതനായ മറ്റൊരു വ്യക്തി ശ്രീ പി തമ്പാൻ, അദ്ദേഹത്തിനും ഞാൻ ഇൻവൈറ്റ് അയക്കുന്നുണ്ട്. ചോദിക്കാം. ആക്സെപ്റ്റ് ചെയ്താൽ മുകളിലേക്ക് വരാം. ഞാൻ ഇൻവൈറ്റ് അയച്ചിട്ടുണ്ട്. ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് വരാവുന്നതാണ്. ഇതിൽ മറ്റാർക്കെങ്കിലും ചോദിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഹാൻഡ് റൈസിങ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ശ്രീ പി തമ്പാൻ ഇസ് നോ സ്പീക്കർ. അദ്ദേഹത്തിന് ചോദിക്കാം. ഹലോ തമ്പാൻ സാർ, ചോദിക്കാം. സംസാരിക്കാം. അല്ല, എനിക്ക് പ്രത്യേകിച്ചൊന്നും ചോദിക്കാൻ. ഞാന് ഹരിയുടെ ഡോക്യുമെന്ററികൾ ഇരുന്ന് കണ്ടിട്ട് വന്നതാണ്. എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ചോദിക്കാം. അദ്ദേഹത്തിന്റെ മൈക്ക് മ്യൂട്ടാണ്. ശ്രീ ജി ഹരി നീലഗിരിയുടെ മൈക്ക് മ്യൂട്ടാണ്. ഓക്കെ. ജി ഹരി നീലഗിരി, നമസ്കാരം. ഞാൻ നിങ്ങളുടെ പഴയ ഒരു പരിചയക്കാരനാണ്. അതുകൊണ്ട് ഇന്ന് കണ്ടു കഴിഞ്ഞപ്പം മറ്റു പരിപാടികളൊക്കെ മാറ്റിവെച്ചു. അല്ല, ഫേസ്ബുക്കിൽ നമ്മളിപ്പോ അടുത്ത സുഹൃത്തുക്കളാണല്ലോ. ഫേസ്ബുക്കിൽ മാത്രമല്ല, പണ്ട് പ്രീ ഡിഗ്രി കാലത്ത് നമ്മൾ ഒന്നിച്ച് പഠിച്ചിരുന്നതാണ്. ഓ ശരി. രണ്ട് ഗ്രൂപ്പ് ആയിരുന്നിരിക്കണം അല്ലേ? ബിഷപ്പൂരിൽ അറിയാതെ. ഇപ്പഴേ പിന്നെ ഫേസ്ബുക്കിൽ കുറെ ഫേസ്ബുക്കിൽ ഉണ്ട്. പറഞ്ഞ ഏതെങ്കിലും ഡോക്യുമെന്ററിയില് മറ്റേ നമ്മളെ യൂട്യൂബില് അപ്ലോഡ് ചെയ്തിട്ട് ഏതെങ്കിലും കാണാൻ പറ്റിയായിരുന്നോ? അതെ, ഞാൻ മറ്റേ ഒന്നേ കണ്ടുള്ളൂ. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ. ഞാൻ എണ്ണത്തിൽ കുറച്ച് ഡോക്യുമെന്ററികളെ ചെയ്തിട്ടുണ്ട്. എനിക്ക് താല്പര്യം ഉണ്ടെങ്കിലും കൂടുതലായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല പല സാഹചര്യങ്ങൾ മൂലം. രണ്ടാമത്തെ ഡോക്യുമെന്ററി ചെയ്തിട്ടുള്ളൂ. നീ കാണാം. ഓക്കെ, വളരെ നന്ദി സർ. ശ്രീ ജി ഹരിയുടെ അടുത്ത് ചോദിക്കാനുള്ള ഒരു ചോദ്യം. അന്ന് സ്വദേശം പറഞ്ഞപ്പോൾ അത് തിരുവനന്തപുരം ആണെന്ന് മനസ്സിലായി. കാസർഗോഡാണ് പഠിച്ചത് എന്നും പറഞ്ഞു. മാത്രമല്ല പിന്നീട് ഗുരുവിന്റെ കൂടെ ചേർന്നു. അതിന്റെ ഒരു സാഹചര്യം പറയാമോ? ഞാൻ എന്റെ യൂണിവേഴ്സിറ്റി കോളേജിലെ കോഴ്സ് എന്ന് പറയുന്നത് 81-84 ബാച്ചാണ് ഞങ്ങളുടെ. അപ്പൊ അന്ന് കോളേജിൽ ഉണ്ടായിരുന്ന മലയാളത്തിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരായിട്ടുള്ള അധ്യാപകരായിരുന്നു. ഉദാഹരണത്തിന് ONV സാറ്, വിഷ്ണുനാരായണ നമ്പൂരി സാറ്, BP ശിവകുമാർ സാറ്, നരേന്ദ്രപ്രസാദ് സാറ്, പത്മൻ രാമേന്ദ്രന്, D വിനയേന്ദ്രന്, അങ്ങനെയുള്ള ഒരു പ്രഗത്ഭരായിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള ഒരു എഴുത്തുകാരുടെ നിലയുണ്ട്. അതോടൊപ്പം തന്നെ വളരെ ഇത്തരം എഴുത്തിനെയൊക്കെ വളരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് അധ്യാപകരും അന്നുണ്ടായിരുന്നു. ചോദ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഡോക്യുമെന്ററി ഇതിലേക്ക് വന്ന സാഹചര്യമാണോ? അല്ല, ഇപ്പോ ഇവിടുന്ന് കാസർഗോഡാണ് ബാക്കി പഠനം പൂർത്തിയാക്കിയത്. അതുപോലെ പിന്നീട് ഗുരുവിന്റെ ആശ്രമത്തിലേക്ക് പോകുന്നു. അവിടെ എത്ര കാലം ചെലവഴിച്ചു? അതെന്താണ് ആ സാഹചര്യം? അവിടെ പോയി അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിക്കാനുണ്ടായ സാഹചര്യം കേൾക്കാൻ താല്പര്യമുള്ളതാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഗുരു നിത്യതിന് ശിഷ്യന്മാരില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് സുഹൃത്തുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം 80കൾ എന്ന് പറഞ്ഞാല് ഇപ്പം പിന്നെ അസ്തിത്വ ദുഃഖ സാഹിത്യത്തിന്റെയും മലയാളത്തിലുണ്ടായിട്ടുള്ള അസ്തിത്വ ദുഃഖ സാഹിത്യത്തിന്റെയും ലഹരിയുടെയും അതുപോലെ തന്നെ ഒരുപാട് പ്രത്യാശ നഷ്ടങ്ങളുടെ ഒക്കെ ഉള്ള ഒരു കാലമായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ചെറുപ്പക്കാര് അന്ന് ഒരുപാട് പേര്, ഞാൻ മാത്രമല്ല നിരവധി പേര് പല തരത്തിൽപ്പെട്ട ആളിപ്പം അതിനകത്ത് എഴുത്തുകാരുണ്ടായിരുന്നു, വായിക്കുന്നവരുണ്ടായിരുന്നു, ഒരു രാഷ്ട്രീയത്തിലുള്ള ഒരുപാട് രാഷ്ട്രീയത്തിലുള്ള നഷ്ടബോധമൊക്കെ ഉള്ളവരുണ്ടായിരുന്നു. ഏതായാലും
പൊതുവേ തന്നെ മാനസികമായിട്ട് അസ്വസ്ഥ മാനസികരൊക്കെ ചേക്കേറിയിരുന്ന ഒരു പിന്നെ ഒരു ദുഃഖിതർക്ക് ഒരു പൂമരം എന്ന് വേണം പറയാവുന്ന ഒരു സ്ഥലമായിരുന്നു ഫേൺഹില്ലിലെ ഊട്ടിയിലെ നിത്യനിയുടെ ഗുരുകുലം. അപ്പൊ അങ്ങനെ അത്തരം ഒരു സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞാല് വളരെ ഭഗ്നാശയനായിട്ടാണ് ഞാൻ ഗുരുകുലത്തിൽ അപ്പൊ അതിന് ഗുരുകുലത്തിൽ എത്താനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാല് പിന്നെ ഇവിടെ കെ ബാലകൃഷ്ണന്റെ പിന്നെ കൗമുദി ബാലകൃഷ്ണൻ അറിയപ്പെടുന്ന പ്രശസ്തനായ കെ ബാലകൃഷ്ണന്റെ സഹോദരി ഐഷ രാജൻ എന്ന് പറയുന്ന സി കേശവന്റെ കൊച്ചുമകളാണ്. അപ്പൊ അദ്ദേഹം ഐഷ ആന്റി എന്ന് പറഞ്ഞ എന്റെ ഒരു വളരെ അടുത്ത സുഹൃത്തായുള്ള ഹാഷിബൻ രാജൻ എന്ന സുഹൃത്തിന്റെ അമ്മയാണ്. അപ്പൊ ഐഷ ആന്റി പറഞ്ഞു ഇങ്ങനെ ഇപ്പൊ തിരുവനന്തപുരത്തെ ഒരു സാഹചര്യത്തിൽ പൊതുവെ അങ്ങനെ തുടരുന്നതിനേക്കാളും നല്ലത് ഊട്ടിയിൽ ഗുരുവിന്റെ അടുത്ത് പോകാൻ. അപ്പൊ അന്നാണ് അദ്ദേഹത്തിന്റെ യാത്ര എന്ന് പറയുന്ന ട്രാവലോ യാത്രാ വിവരണം കലാവതിയിൽ പ്രസിദ്ധീകരിച്ചു വരികയും ഒരുപാട് ലേഖനങ്ങൾ അന്ന് നിരവധി മനഃശാസ്ത്രവും ആരോഗ്യശാസ്ത്രം പിന്നെ സാമൂഹ്യശാസ്ത്രം സാഹിത്യവും പ്രധാനമായിട്ട് മനഃശാസ്ത്ര സംബന്ധമായിട്ടുള്ള ലേഖനങ്ങളാണ് മനഃശാസ്ത്രം നിത്യജീവിതത്തിലൊക്കെ പറയുന്ന പിന്നെ യോഗയെ കുറിച്ചുള്ള ലേഖനങ്ങൾ. ഏതായാലും ആധ്യാത്മികതയെ സാമൂഹികതയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരുപാട് ലേഖനങ്ങൾ അന്ന് നിത്യനിധിയുടെ ഗുരുവിന്റെ മാന്യകാര്യങ്ങൾ വരിക. അങ്ങനെ ഒരുപാട് ചെറുപ്പക്കാരെ അദ്ദേഹത്തിൽ ആകർഷകരാകുകയും പലരും തന്നെ അവിടെ എത്തിപ്പോവുകയും കുറച്ചു കാലത്ത് താമസിക്കുകയും ചെയ്തു. അങ്ങനെ അപ്പൊ ഞാൻ ഏകദേശം ഞാനൊരു 89-90 2 വർഷം 2 വർഷത്തോളം ഊട്ടി ഗുരുകുലത്തിൽ താമസിക്കുകയും അതിനുശേഷം പിന്നെ കുറച്ചു കാലം ബാംഗ്ലൂരിലുള്ള സ്വാമി വിനയ് ചൈതന്യ എന്ന് പറയുന്ന അദ്ദേഹം ഇപ്പൊ നാരായണ ഗുരുവിന്റെ കൃതികളുടെ ഇംഗ്ലീഷിലുള്ള ട്രാൻസ്ലേഷൻ നടത്തി അക്ക മഹാദേവിയുടെ കൃതികൾ വിവർത്തനം ചെയ്തു. അങ്ങനെ വളരെ ഒരേ സമയം സ്കോളറും അതുപോലെ തന്നെ വളരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ഗുരുകുലമായിട്ട് ബന്ധപ്പെട്ട സ്വാമി വിനയ് ചൈതന്യ എന്ന് പറയുന്നതിൽ അദ്ദേഹം വളരെ റാഷണൽ ആയിട്ടുള്ള ഇങ്ങനെയുള്ള കഷായമൊക്കെ ഉപേക്ഷിച്ച് അങ്ങനെ നിൽക്കുന്ന ഇപ്പോഴും അദ്ദേഹത്തെ പൂർണ്ണമായി തന്നെ ഗുരുകുലം ഉപേക്ഷിച്ച ശേഷം ഇപ്പൊ ഗോവയിൽ താമസിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൂടെ ബാംഗ്ലൂരിലുള്ള ആശ്രമത്തില് ഞാൻ താമസിക്കുകയും ചെയ്തു. അപ്പൊ ഗുരുകുലം ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് യൂണിറ്റി സയൻസ് പറയുന്ന നടരാജഗുരുവിന്റെ സങ്കല്പത്തില് ഉണ്ടായിട്ടുള്ളതാണ് ഗുരുകുലം. അത് ഊട്ടിയിലെ പിന്നെ ഒരു നൂറ്റാണ്ടിനപ്പുറം നാരായണ ഗുരു ഇവിടെ ഗുരുകുലത്തിന് കൊള്ളാവുന്ന നടരാജഗുരു കൊണ്ട് പറയുകയും അദ്ദേഹമാണ് ആ സ്ഥലം ഫേൺഹില്ലുള്ള ഊട്ടി ടൗണിൽ നിന്ന് ഒരു 5-6 കിലോമീറ്റർ ഉള്ള ഫേൺഹിൽ എന്ന് പറയുന്ന മഞ്ചരക്കുര എന്ന് പറയുന്ന ഗ്രാമത്തില് ഗുരുകുലം തുടങ്ങി. അങ്ങനെ നടരാജഗുരു അവിടെ ഗുരുകുലം അവിടെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുകയും അങ്ങനെ സ്കൂൾ പോലെ നടത്തുകയും ചെയ്തു. പിന്നെ കാലാന്തരത്തിൽ നിത്യനിധി അത് അദ്ദേഹത്തിന്റെ കാലശേഷം നിത്യനിധി അതിന്റെ അധികാരിയാവുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ കുറെ ആൾക്കാർ തന്നെ കുറെ പല കാലഘട്ടത്തിലെ ഒരു 10-40 വർഷത്തോളം തന്നെ 10-30 വർഷങ്ങളിൽ തന്നെ പല തരത്തിലുള്ള ഡ്രോപ്പ് ഔട്ടുകളായിട്ടുള്ള ആൾക്കാർ ഡ്രോപ്പ് ഔട്ടുള്ള അത് വെസ്റ്റേൺ ആയിട്ട് നടരാജുവിന്റെ കാലത്ത് ഹിപ്പികളുടെ ഒരു കടന്നുവരവും ഹിപ്പികളും അങ്ങനെയുള്ള അന്നത്തെ കാലത്തുള്ള ഡ്രഗ് അഡിക്റ്റുകളും അതുപോലെ ഗായകരും അങ്ങനെയുള്ള വളരെ ഡ്രോപ്പ് ഔട്ട്സ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു അന്ന് ഗുരുവിന്റെ നടരാജുവിന്റെ ശിഷ്യന്മാരായിട്ടുള്ളത് ഉള്ളത്. അതോടൊപ്പം തന്നെ ഗൃഹസ്ഥ ശിഷ്യന്മാരും കേരളത്തിലുള്ള സാധാരണ ഇപ്പൊ നാരായണഗുരു കൃതികളൊക്കെ പഠിച്ചിട്ടുള്ള സാധാരണ ഗൃഹസ്ഥരായുള്ള ശിഷ്യന്മാരും അല്ലാത്ത ഇതില് താല്പര്യമുള്ള ഈ സന്യാസി ജീവിതം നയിക്കാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരും ഉണ്ട്. ഇപ്പൊ നിത്യനിധിയുടെ കാലം ആയതോടുകൂടി അത് തീർത്തും ശരിക്കും പറഞ്ഞ നാരായണ ഗുരുകുലം എന്ന് പറയുന്നത് ചെറുപ്പക്കാരുടെ ഒരു ചേക്കാറാനായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് മാറുകയും വളരെ ഒരുപാട് പേർക്ക് അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് അദ്ദേഹം കൈപിടിച്ച് ഉയർത്തുകയും രക്ഷപ്പെടുത്തി വിടുകയും ചെയ്തിട്ടുള്ള അങ്ങനെ ഊട്ടി ഗുരുകുലം അത്തരത്തിലുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പൊ അവിടെ വിപുലമായിട്ടുള്ള ലൈബ്രറി ഉണ്ട്. അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായിരുന്നു. ഇപ്പോഴത് അതിന്റെ അവസ്ഥയെ കുറിച്ച് കൂടുതൽ പറയാതിരിക്കുന്നതായിരിക്കും ഭേദം. ശരി, ഓക്കെ, താങ്ക് യു. ഞാൻ ജെയിംസ് സാറിലേക്ക് തിരിച്ചു വരികയാണ്. സാറിന്റെ ഇതിന്റെ ഇടയ്ക്ക് ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ചോദിച്ചാൽ പിന്നെ ഹാൻഡ് റൈസിംഗ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചോദിക്കാൻ അവസരം ഉണ്ടാവും. നമ്മളുടെ ലിസണേഴ്സിൽ ശ്രീ രാഹുൽ നമ്മളുടെ ആദ്യകാലത്തെ ലിസണേഴ്സിൽ ഒരാളായിരുന്നു. അതുപോലെ ശ്രീമതി ചന്ദ്രലേഖ പല സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾക്കായി നിരവധി ഡോക്യുമെൻ്ററികൾ 300-ലധികം ഡോക്യുമെൻ്ററികൾ ചെയ്ത ഒരു വ്യക്തിയാണ്. മാഡം ചോദിക്കണമെങ്കിൽ ഹാൻഡ് റൈസിംഗ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. പുതിയ ശ്രോതാക്കളുണ്ട്. ശ്രീ PJ, അദ്ദേഹം PJ വർഗീസ് ആണ് എന്ന് മനസ്സിലാക്കുന്നു. ചോദിക്കാം. ഞാൻ ജെയിംസ് സാറിനോട് ചോദിക്കാൻ ഒരു ചോദ്യം. സാർ, ഇപ്പോൾ സാറിൻ്റെ ഡോക്യുമെൻ്ററികൾ നമുക്ക് പലതും കാണാൻ സാധിച്ചില്ല.
അങ്ങ് തന്നത് ഒരേ ഒരു ഡോക്യുമെൻ്ററി മാത്രമാണ്. ബാക്കി ഡോക്യുമെൻ്ററികൾ പലതും ഇപ്പോൾ അങ്ങ് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കാണണം എന്ന ആഗ്രഹം തോന്നുന്നുണ്ട്. ഈ ഡോക്യുമെൻ്ററികൾ നമുക്ക് അത് സംവിധാനം ചെയ്ത വ്യക്തികൾക്ക് അവകാശപ്പെട്ടത് കൂടിയല്ലേ? കൂടുതൽ ആളുകളിലേക്ക് ഈ ഡോക്യുമെൻ്ററീസ് എത്തിക്കാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള മാർഗങ്ങൾ അങ്ങയുടെ ചിന്താ പദ്ധതികളിലുണ്ടോ? ഇല്ലെങ്കിൽ അത് എങ്ങനെ നമുക്ക് അതിലേക്ക് എത്തിക്കാം? കൂടുതൽ പ്രേക്ഷകരിലേക്ക് ഇത്തരം ഡോക്യുമെൻ്ററികൾ ചെന്നെത്തണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത്. ഈ ചോദ്യത്തിന് ഉത്തരത്തിന് രണ്ട് ഭാഗമുണ്ട്. ഒന്ന്, സർ, സിനിമ എടുത്ത സംവിധായകന് സിനിമയുടെ മേലുള്ളത് ആർട്ടിസ്റ്റിക് റൈറ്റ് മാത്രമാണ്. അതിന്റെ പ്രോപ്പർട്ടി റൈറ്റ് പ്രൊഡ്യൂസർക്ക് അവകാശപ്പെട്ടതാണ്. അപ്പൊ അത് എവിടെ കാണിക്കണം, എങ്ങനെ കാണിക്കണം എന്ന് പ്രൊഡ്യൂസർക്കേ തീരുമാനിക്കാൻ പറ്റൂ, സംവിധായകന് തീരുമാനിക്കാൻ പറ്റൂല. സംവിധായകന്റെ അനുമതി ഇല്ലാതെ 1.5 മിനിറ്റിൽ കൂടുതൽ റീഎഡിറ്റ് ചെയ്താൽ സംവിധായകന് കേസ് കൊടുക്കാം അതിന്റെ ആർട്ടിസ്റ്റിക് മെറിറ്റിൽ. അതല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടി പ്രൊഡ്യൂസർക്കാണ്. അപ്പോ അത് എവിടെ കാണിക്കണമെന്ന് പ്രൊഡ്യൂസർ തന്നെ തീരുമാനിക്കണം. എന്റെ ഡോക്യുമെന്റുകളെല്ലാം തന്നെ നല്ലൊരു ശതമാനം, 99% ഓരോ സർക്കാർ വകുപ്പുകളിലോ മറ്റുള്ള സ്ഥലത്തോ കാണിച്ചിട്ടുള്ളത് കൊണ്ട് അവര് പറയാതെ ഒരിക്കൽ അത് അപ്ലോഡ് ചെയ്യാനോ യൂട്യൂബിൽ ഇടാനോ എവിടെയെങ്കിലും കാണിക്കാനോ മാർഗമില്ല. ഈ ചൂണ്ട തന്നെ ഞാൻ എടുത്തത് SCRTയുടെ ഡൊമൈനിൽ അത് ഉണ്ടെന്നുള്ളത് കൊണ്ടാണ് ലിങ്ക് എടുക്കാൻ എനിക്ക് പറ്റുക, അല്ലെങ്കിൽ സാധിക്കില്ല. അതൊരു കാര്യം. രണ്ടാമത്തത്, ഇതില് 95% ഡോക്യുമെന്ററികളും സ്പെഷ്യലിസ്റ്റ് ഓഡിയൻസിന് വേണ്ടിയുള്ളതാണ്. അത് പൊതു പ്രേക്ഷകർക്ക് വേണ്ടി അപൂർവം ചില പ്രൊമോഷണൽ വീഡിയോസ് ഒഴിച്ചാൽ നല്ലൊരു ശതമാനവും സ്പെഷ്യലിസ്റ്റ് ഓഡിയൻസിന് വേണ്ടിയുള്ള. ഞാൻ നേരത്തെ പറഞ്ഞില്ല, വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി ചെയ്യുന്ന പല ഡോക്യുമെന്റുകളും ഒരു അധ്യാപക സഹായിയായിട്ട് ചെയ്യപ്പെടുന്നതാണ്. അതല്ലെങ്കിൽ വേറെ ചില ഡോക്യുമെന്റുകൾ ആവട്ടെ ഫീൽഡ് റിപ്പോർട്ട് എടുക്കാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് ഒരു ഡോക്യുമെന്ററി ആയി ചെയ്തതാവാം. അപ്പൊ അത് അങ്ങനെ ഒരു വിഷമമുണ്ട് ഇതിൽ. അതാണ് എനിക്ക് അതിന് പറയാനുള്ള മറുപടി. പക്ഷെ എല്ലാവരിലേക്ക് എത്തുന്നുണ്ടോ സർ? ചോദിച്ചത് ഇപ്പൊ സാറ് വിദ്യാഭ്യാസ വകുപ്പിലേക്ക് വേണ്ടിയിട്ട് എടുത്ത ഈ ഡോക്യുമെന്ററീസ് എല്ലാ അധ്യാപകരിലേക്കും എത്തുന്നുണ്ടോ? എന്ന് വെച്ചാൽ ആ ഒരു കാറ്റഗറിയിൽ പെട്ട അധ്യാപകരെല്ലാവരും തന്നെ കാണുന്നുണ്ടോ? ഇപ്പോൾ പ്രൈമറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി എടുക്കുന്ന ഒരു ഡോക്യുമെന്ററി പ്രൈമറി സ്കൂളിലെ എല്ലാ അധ്യാപകരിലേക്കും എത്തുന്നുണ്ടോ? സർക്കാരിന്റെ ഡോക്യുമെന്ററികളല്ലേ, അത് ഒരു പൊതു മുതലായിട്ടുള്ള ഒരു സാധനമാണ്, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കേണ്ടതല്ലേ? എത്തിക്കേണ്ടുന്നതാണ്. പക്ഷെ അത് നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് പറയാൻ വയ്യ, ശരിക്കും പറഞ്ഞാൽ. അത് ചെയ്തു കഴിയുമ്പോൾ എന്റെ ഉത്തരവാദിത്വം ആ സെൻസിൽ തീരുന്നു. അത് അവരാണ് ചെയ്യേണ്ടുന്നത്. സർക്കാർ ഇത് പണം മുടക്കി ചെയ്തു, അത് എത്തേണ്ടുന്ന സ്ഥലങ്ങളിൽ എത്തണം, അതൊരു പഠന സാമഗ്രിയായി വരണം എന്ന് അവർ വിചാരിച്ചാലേ അത് സാധിക്കൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഇവിടെ ഒരു ചർച്ചാ വിഷയമാണ്. ഇപ്പോൾ ഈ ഡോക്യുമെന്ററീസ് സാറ് സർക്കാരിന് വേണ്ടി ചെയ്തു. ഇപ്പോൾ പല വിവിധ വകുപ്പുകൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള നിരവധി ഡോക്യുമെന്ററീസ് വളരെ ബുദ്ധിമുട്ട് സഹിച്ച് എടുത്തിട്ടുള്ള ഡോക്യുമെന്ററീസ് ആണല്ലോ. അപ്പൊ ഇതൊന്നും പ്രദർശിപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് പലപ്പോഴും സംവിധായകർക്ക് ഉള്ളത്. അപ്പൊ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് ഇവിടെ പല വേദികളിലും പലരും ഇവിടെ വന്ന് സംസാരിച്ചവർ അത് ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടും അതുപോലെ ഡോക്യുമെന്ററികളുടെ സാമ്പത്തിക വശം, അത് ഒരു എല്ലാവർക്കും പണം കണ്ടെത്താൻ പറ്റുന്നില്ല. സർക്കാരിലേക്ക് തന്നെ ചെയ്തു കൊടുക്കണമെങ്കിൽ അവിടെ ഒരു വലിയ മത്സരം നടക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ ശ്രീ ഹരി നീലഗിരി പറഞ്ഞു, ദൂരദർശനിലേക്ക് ഒരു സ്പോൺസറെ കണ്ടെത്തിയ ഒരു പ്രോഗ്രാം ലേക്ക് എത്തിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇതുപോലുള്ളൊരു വലിയ മത്സരത്തിന്റെ ലോകത്താണ് ഡോക്യുമെന്ററി സംവിധായകർ പലപ്പോഴും പ്രവർത്തിക്കുന്നത്. അവരുടെ മനസ്സിലുള്ള ആശയം പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. ഇതിന് ഒരു ബദൽ സംവിധാനങ്ങൾ, എന്തെങ്കിലും മാർഗങ്ങൾ നിർദ്ദേശിക്കാനാകുമോ? അങ്ങനെയുള്ള ചില സംഘടനാ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അങ്ങേക്ക് അറിയാമോ എന്നുകൂടി പറയാമോ? ഈ ചോദ്യത്തിന് രണ്ടുപേരും ഉത്തരം പറയേണ്ടതാണ്. ആദ്യം ജെയിംസ് സാറിലേക്ക് പോകുന്നു. സാർ ഒന്ന് സംസാരിച്ചാൽ നന്നായിരിക്കും. അല്ല, അത്തരം ഒരു സംഘടനയുണ്ടല്ലോ, ഞാൻ കൂടി അംഗമായിട്ടുള്ള ഒരു സംഘടനയുണ്ട്. പക്ഷെ ഞാനൊരു ഒരു ഫിലിം മേക്കിങ്ങിന്റെ ഒരു ഫൈനൽ ലാപ്പിലാണ്. അതുകൊണ്ട് ഒരു പക്ഷെ
വളരെ സജീവമായ ഒരു ആക്ടിവിസ്റ്റായിട്ട് ഇറങ്ങിത്തിരിക്കുന്നതിൽ എനിക്ക് അത്രയും ഊർജമില്ല എന്നുള്ളത് കൊണ്ട് ആലോചിക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ ചെറുപ്പക്കാരായ ഫിലിം മേക്കേഴ്സ് അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവര് ഫിലിം മേക്കേഴ്സിന്റെ അവകാശത്തിന് വേണ്ടി സംഘടനകൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ഭാവിയിൽ ഉണ്ടാക്കും എന്ന് ഞാൻ ആശിക്കുന്നു. അത്രയും. ഹരി ഭാരത് ഗവൺമെന്റിന്റെ കീഴിലുള്ള ഭാരത് ഭവൻ പോലുള്ള സ്ഥാപനങ്ങൾക്ക്, വൈലോപ്പള്ളി സംസ്കൃതവൻ തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് ഇതിനകത്ത് വളരെയേറെ സഹായം ചെയ്യാൻ പറ്റും ഈ ഡോക്യുമെന്ററികൾ പ്രദർശിപ്പിക്കാനായിട്ട്. ഇപ്പൊ ഭാരത് ഭവനിൽ എല്ലാ വെള്ളിയാഴ്ചയും ഫ്രൈഡേ സ്ക്രീനിംഗ് എന്ന് പറയുന്ന സിനിമാ പ്രദർശനമുണ്ട്. അതിലെ ഡോക്യുമെന്ററികൾ ഉൾപ്പെടുത്താവുന്നതാണ്. അതോടൊപ്പം തന്നെ സൂര്യ ഫെസ്റ്റിവലില് ഡോക്യുമെന്ററി ഉൾപ്പെടുത്തുന്നുണ്ട്. അതും കുറെ ഡോക്യുമെന്ററി. അപ്പൊ അത് കുറച്ചുകൂടെ സൂര്യയുടെ സംഘാടകര്, സൂര്യയാണ് ഇത് കൂടുതലായിട്ട് ചെയ്യുന്നത്. സാമ്പത്തികമായിട്ടും എല്ലാം പിന്നെ കുറച്ചുകൂടെ അതിനുള്ള സാധ്യതകളുള്ള ഒരു സാംസ്കാരിക സംഘടനയാണ്. പിന്നെ സൂര്യയുടെ ഭാരവാഹികള് സൂര്യ കൃഷ്ണമൂർത്തിയൊക്കെ മുൻകൈ എടുത്ത് ഈ ഡോക്യുമെന്ററികൾ പ്രദർശിപ്പിക്കാനായിട്ടുള്ള പ്രത്യേക ഫെസ്റ്റിവലുകളും ഒക്കെ സംഘടിപ്പിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഡോക്യുമെന്ററികൾ പ്രദർശിപ്പിക്കാൻ പറ്റും. അല്ലാതെ ഒരു ഡോക്യുമെന്ററി ഇപ്പൊ ഞാൻ തന്നെ വൈലോപ്പള്ളി സംസ്കൃതത്തിലെ പത്മനാഭ വിഷയത്തിന്റെ ഒരു എപ്പിസോഡ് വരുമ്പോൾ ആകെ വന്നിട്ടുള്ളത് ഞാനും എന്റെ കുടുംബാംഗങ്ങളും കുറച്ചുപേര് മാത്രമാണ്. അപ്പൊ നമ്മൾ വിവരമായിട്ട് പലരെയൊക്കെ അറിയിക്കുകയൊക്കെ ചെയ്തിരിക്കുകയാണെങ്കിലും ഇതൊക്കെ ഒരുതരം പലർക്കും ഇത്തരത്തിലുള്ള കാര്യം ഡോക്യുമെന്ററി കാണുക എന്നൊക്കെ പറയുന്ന ഒരുതരം ഈ മേഖലയായിട്ടൊക്കെ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ അവർക്കൊക്കെ ഓരോരുത്തരായിട്ടുള്ള സ്ഥാപിത താല്പര്യങ്ങളുള്ളതുകൊണ്ട് അവരൊക്കെ വരണമെന്നൊന്നുമില്ല. അപ്പൊ ഏറ്റവും നല്ലത് ഇത്തരത്തിലുള്ള സാമ്പത്തിക ഭദ്രതയുള്ള അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ സ്പോൺസറായിട്ട് ചെയ്യുന്ന സാധ്യതയുള്ള കപ്പാസിറ്റി ഉള്ള സൂര്യമുള്ള സംഘടനകളിൽ ഡോക്യുമെന്ററികൾ പ്രദർശിപ്പിക്കുക. അതോടൊപ്പം തന്നെ പിന്നെ ഏറ്റവും നല്ല മേഖല എന്ന് വെച്ചാൽ ഇപ്പം ഇത് പിന്നെ വിർച്വൽ മീഡിയ യൂട്യൂബിൽ ഇത് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ശരിക്കും ഒരു നിർദ്ദേശിക്കാനുള്ള പിന്നെ നമ്മുടെ ജെയിംസ് ജോസഫ് സാറിനെ പോലുള്ള അദ്ദേഹത്തിന്റെ ഗലീലിയെയും പിന്നെ ചില ഡോക്യുമെന്ററികളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും വിപുലമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള പോലെ എനിക്കത് കൂടുതലായിട്ട് ഡോക്യുമെന്ററികൾ കാണാൻ അവസരം കിട്ടിയിട്ടില്ല. അപ്പൊ അദ്ദേഹത്തെ പോലുള്ള ആൾക്കാര്, അദ്ദേഹത്തെ പോലുള്ള പ്രമുഖരായിട്ടുള്ള ഡോക്യുമെന്ററി സംവിധായകരുടെ ഡോക്യുമെന്ററികൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള സംവിധാനം ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അത് കാണാൻ പറ്റും. അത് ശരിക്കും പറഞ്ഞാൽ വളരെ പ്രയോജനപ്പെടും. വാസ്തവത്തിൽ ഇതിന്റെ പ്രദർശനം ഇപ്പൊ ഒരു പ്രശ്നമല്ല. കാരണം നമുക്ക് പല പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് കാണാനുള്ള അവസരമുണ്ട്. മുമ്പത്തേക്കാൾ ഒരു 10 വർഷം മുൻപ് ഇതിനുള്ള അവസരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയ നല്ല ഒരു സഹായമാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പക്ഷെ അതേസമയം ഇപ്പൊ ജെയിംസ് സാറ് പറഞ്ഞതുപോലെ പലരുടെയും സ്വത്തായിട്ടിരിക്കുന്ന ഈ ഡോക്യുമെന്ററികള് പൊതുവേദികളിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പോലും നമുക്ക് കാണാനുള്ള അവസരം കിട്ടുന്നില്ല. ഇപ്പൊ നാഷണൽ ഫിലിം ആർക്കൈവ്സിലേക്ക് കൊടുക്കുന്ന സാധനം നമുക്ക് തിരിച്ചു കിട്ടാനായിട്ട് ആ സംവിധായകൻ ശ്രമിക്കുമ്പോൾ പോലും പലപ്പോഴും അതിന്റെ പ്രതികൾ കിട്ടുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം ഇവിടെ പലരും പറഞ്ഞു കേട്ടു. അപ്പൊ ഈ പ്രദർശനം പണ്ടത്തെ പോലെ ബുദ്ധിമുട്ടല്ല. കാരണം വളരെ കഷ്ടപ്പെട്ട് ഏതെങ്കിലും സ്കൂളുകളിലോ അല്ലെങ്കിൽ തിയേറ്ററുകളിലോ ഒക്കെ കാണിക്കാൻ ശ്രമിക്കേണ്ട ഒരു ബുദ്ധിമുട്ട് ഇപ്പൊ സംവിധായകനില്ല. അതിനുള്ള സാഹചര്യം കൂടുതലായിട്ട് നമുക്ക് പിന്നെ മറ്റ് പ്ലാറ്റ്ഫോമുകൾ തരുന്നുണ്ട്. OTT പ്ലാറ്റ്ഫോം അടക്കം ഇതിന് വേണ്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. അതേസമയം ഇതിന് മറ്റു തരത്തിലുള്ള പരിഗണനകളാണ് കിട്ടേണ്ടത്. അതായത് ഇതിന്റെ അവകാശത്തിൽ അല്ലെങ്കിൽ അത് പൊതു വേദികളിലേക്ക് പ്രദർശിപ്പിക്കാനുള്ള ഒരു സാഹചര്യമെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. സാമൂഹിക പ്രസക്തിയുള്ള ചിത്രങ്ങളെങ്കിലും അങ്ങനെ കാണിക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് പറയുന്നത്. പൊതുവേദികളില് പ്രദർശിപ്പിക്കുമ്പോഴേ എനിക്കൊരു അഭിപ്രായമുള്ള പൊതുവേദികൾ പ്രദർശിപ്പിക്കുമ്പോഴേ പലപ്പോഴും എന്റെ ഒരു വ്യക്തിപരമായ അനുഭവം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാർ, അപ്പൊ ആ ഒരു സുഹൃത്ത് വലയത്തിലുള്ള ആൾക്കാർ മാത്രമേ ഇത് കാണുന്നുള്ളല്ലോ. അപ്പൊ ജെയിംസ് ജോസഫ് സാറിനെ പോലുള്ള ഇത്തരം ശാസ്ത്ര പിന്നെ അധിഷ്ഠിതമായിട്ടുള്ള ഡോക്യുമെന്ററികളും അങ്ങനെ വിപുലമായിട്ടുള്ള ഡോക്യുമെന്റ് 300 ഡോക്യുമെന്ററി ചെയ്തെന്ന് പറഞ്ഞല്ലോ. അദ്ദേഹത്തെ പോലുള്ള ആൾക്കാരുടെയൊക്കെ നിശ്ചയമായിട്ട് യൂട്യൂബിൽ ഏതെങ്കിലും രീതിയിൽ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടെങ്കിൽ അത് വളരെ വിപുലമായിട്ട് ഗ്ലോബലായിട്ട് തന്നെ ആൾക്കാർ കാണാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാവും. അതെ, അതിനുള്ള സൗകര്യങ്ങളാണ് ഇപ്പൊ നമുക്ക് അടിയന്തരമായിട്ട് കിട്ടേണ്ടത് എന്നുള്ളതാണ്. മാത്രമല്ല വേറൊരു ചോദ്യം, ഈ ഡോക്യുമെന്ററികള് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഡോക്യുമെന്ററികളുടെ ഹലോ കേൾക്കാമോ? ഹലോ, ഡിസ്റ്റർബൻസ് ഉണ്ട്. ഇത് മൈക്ക് ഓഫ് ചെയ്ത് വെക്കുകയായിരിക്കും നല്ലത്. ശ്രീ ഹരി നീലഗിരി.
ഡോക്യുമെന്ററികളുടെ ഭാവിയെ സംബന്ധിച്ചും കൂടി നമ്മളിവിടെ ഒരു ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ പഠനോപകാരപ്രദമായിട്ടുള്ള നിരവധി ഡോക്യുമെന്ററികൾ പൊതുവിൽ നമ്മൾ കാണുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഡോക്യുമെന്ററികൾ സംപ്രേഷണം ചെയ്യാനായിട്ട് ചാനലുകൾ പോലും വൈമുഖ്യം കാണിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. മണിക്കൂർ ഇടവിട്ട് ബുള്ളറ്റിനുകൾ കൊടുക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഇടയിലുള്ള കുറച്ച് സമയമെങ്കിലും ഈ ഡോക്യുമെന്ററികൾക്ക് വേണ്ടിയിട്ട് എന്റർടൈൻമെന്റ് ചാനലുകൾ തീർച്ചയായിട്ടും അതിലേക്ക് താല്പര്യം കാണിക്കില്ല. പക്ഷെ ന്യൂസ് ചാനലുകൾ ഇതിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡോക്യുമെന്ററീസിനെ അത് പ്രദർശിപ്പിക്കാനുള്ളൊരു സൗകര്യം ചെയ്തു തരുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ള ഒരു ആശങ്ക പൊതുവിൽ നമുക്ക് പങ്കുവെക്കേണ്ടതല്ലേ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. നമ്മൾ ഈ ചോദ്യം ജെയിംസ് സാറ് സംസാരിക്കും എന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ശ്രീ ജി ഹരിയും ഇതിനെപ്പറ്റി അഭിപ്രായം പറയണം. എന്റെ ഈ വിഷയത്തില് നിലപാട് എനിക്ക് തോന്നുന്നു ഞാൻ ഇതിനകം തന്നെ ചർച്ച ചെയ്തു. ഡോക്യുമെന്ററികൾ എന്നൊരു വിഭാഗമുണ്ട്. പക്ഷെ ഡോക്യുമെന്ററികളും ഫിക്ഷൻ ഫിലിമും തമ്മിലുള്ള അതിർവരമ്പുകൾ മാഞ്ഞു പോകുന്നു. ആദ്യത്തെ പോയിന്റ്. ഫിക്ഷൻ ഫിലിം ഡോക്യുമെന്ററികളെ പോലെ ആവുകയും ഡോക്യുമെന്ററികൾ ഫിക്ഷൻ ഫിലിം പോലെ ആവുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അടുത്ത കാലത്ത് പണം വാരിയ പല സിനിമകളും ഡോക്യുമെന്ററികളാണ്. അവ തിയേറ്ററിൽ റിലീസ് ചെയ്തതാണ്. ഉദാഹരണത്തിന് മോട്ടോർ സൈക്കിൾ ടൈഗർ, അതൊരു ഡോക്യുമെന്ററി ഫോർമാറ്റിലുള്ള ഫിലിമാണ്. 9/11 ഫാരൻഹീറ്റ്, അതൊരു ഡോക്യുമെന്ററി, പക്കാവ് ഡോക്യുമെന്ററിയാണ്. പക്ഷെ അത് വളരെ വലിയ ബോക്സ് ഓഫീസ് ഹിറ്റ് ആണ് ആ പടം. അപ്പോ ഡോക്യുമെന്ററി ഫിലിം മേക്കേഴ്സിന് അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അവര് മെയിൻ സ്ട്രീം ഫിലിം മേക്കേഴ്സിനെ പോലെ തന്നെ ആളുകൾ കാണുന്ന കമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയ വയബിളായ സിനിമകളെ കുറിച്ച് സ്വപ്നം കാണുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുക, അതൊരു സാധ്യത. രണ്ടാമത്തത് ഡോക്യുമെന്ററികൾ എന്ന് പറയുന്നത് ലോക സിനിമ ഡോക്യുമെന്ററികളായും ഫിക്ഷൻ ഫിലിമായും തിരിഞ്ഞിരുന്ന ഒരു കാലത്ത് ഡോക്യുമെന്ററികൾ കാണാൻ അങ്ങനെ സത്യത്തിൽ ആളുണ്ടാവില്ല പലപ്പോഴും. അപ്പൊ പ്രേക്ഷകരെന്ന് മാത്രം കാണുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പരിഗണനയല്ല. മറ്റേ പരിഗണനയാണ് ഞാൻ നേരത്തെ പറയും. ഞാൻ 300ഓളം ഡോക്യുമെന്ററികൾ ചെയ്തിട്ടുണ്ട്. അതില് 99% ഡോക്യുമെന്ററികളുടെയും പ്രൊഡ്യൂസർമാർ സർക്കാർ വകുപ്പുകളാണ്. അവിടെ നിന്ന് അതിന്റെ ഒരു കോപ്പി എനിക്ക് പോലും സ്വന്തമായിട്ട് കിട്ടൂല. ഞാൻ ചെയ്ത പടത്തിന്റെ കോപ്പികൾ കിട്ടണമെങ്കിൽ ഞാൻ പലപ്പോഴും ആ വകുപ്പ് മേധാവിയുടെ കാല് പിടിക്കേണ്ടി വരും. CV രാമന്റെ ഒരു കോപ്പി എനിക്ക് കിട്ടാൻ, അതിന്റെ തന്നെ ഒരു ബീറ്റയിലെടുത്തൊരു ഹൈ റെസൊല്യൂഷൻ കോപ്പി ഇപ്പോഴും എനിക്കില്ല. അത് ചെയ്ത സ്ഥാപനത്തിൽ പോയി കാല് പിടിച്ചാണ് ഏകദേശം സംഘടിപ്പിച്ചത്. ചൂണ്ട ഞാൻ പറഞ്ഞു, അതിന്റെ കോപ്പി എന്റെ കയ്യിലില്ല. അത് വിദ്യാഭ്യാസ വകുപ്പ് SCRT അപ്ലോഡ് ചെയ്ത് പബ്ലിക് ഡൊമൈനിൽ കൊണ്ടുവന്നത് കൊണ്ടാണ് എനിക്കത് കാണാൻ പറ്റിയത്. അപ്പോ ആ വിഷയത്തിന് ഒരുപക്ഷെ സർക്കാരിലേക്ക് സമ്മർദ്ദം ചെലുത്താൻ ഇപ്പൊ ഡോക്കുഷോട്ട് പോലെയൊക്കെയുള്ള സംഘടനകൾ സമ്മർദ്ദം ചെലുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതൊരു പക്ഷെ ആശാവഹമാണ്. ഇതിന്റെ പേരിൽ ഈ സംവിധായകന് ആർട്ടിസ്റ്റിക് റൈറ്റ് മാത്രമല്ല, സിനിമയുടെ മേൽ അയാൾക്ക് റൈറ്റ് ഉണ്ട്. അയാൾക്ക് ഫിലിം ഫെസ്റ്റിവലുകളിൽ ഇത് അവതരിപ്പിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം പോലും ഇല്ല. എനിക്കിപ്പോ എന്റെ സിനിമ എടുത്തൊരു ഫിലിം ഫെസ്റ്റിവലിൽ അയക്കാൻ പറ്റൂല വിത്തൗട്ട് ദി കൺസെന്റ് ഓഫ് ദി പ്രൊഡ്യൂസർ. സെൻസർ സർട്ടിഫിക്കറ്റ് ഞാൻ പോയാൽ അത് പ്രൊഡ്യൂസർക്ക് കൊടുക്കും, എനിക്ക് കിട്ടില്ല. അപ്പൊ അതിലെ നിയമ ഭേദഗതികളും നൂലാമാലകളും മാറിയാൽ സംവിധായകൻ അയാളുടെ വിധത്തിൽ എനിക്ക് പ്രദർശനത്തിന് മാത്രമല്ല ഫെസ്റ്റിവലുകളിൽ അംഗീകാരത്തിന് അയക്കാൻ പോലും അവസരം കിട്ടും. ഇപ്പൊ എന്നോട് നീരസമുള്ള ഒരു സർക്കാർ വകുപ്പിലെ മേധാവി ഇയാളുടെ പടം പോണ്ട എന്ന് തീരുമാനിച്ച പോവില്ല. ഞാൻ നേരത്തെ ചൂണ്ടയുടെ കഥ തന്നെ പറഞ്ഞു, ഒരു മേധാവിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർന്നു. അപ്പൊ അത് ഈ ഡോക്യുമെന്ററി ഫിലിം മേക്കേഴ്സിന്റെ സംഘടനകളിലൂടെ സമ്മർദ്ദം ഉണ്ടാവട്ടെ. അതല്ലെങ്കിൽ പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞാൽ കരുത്തുള്ളവർ മേധാശക്തി മെയിൻ സ്ട്രീം ഫിലിമിൽ ഡോക്യുമെന്ററികൾ എടുത്ത് കാണിക്കട്ടെ. അങ്ങനെ വിചാരിക്കാൻ പറ്റുന്നതാണ് എന്റെ നിലപാട്. എനിക്കറിഞ്ഞൂടാ. അത് രണ്ടാമത്തെ സാധ്യതകള് കുറച്ചും കൂടി വിദൂരമാണ്. പക്ഷെ ഈ സർക്കാരിലേക്ക് ഇങ്ങനെയുള്ള ഒരു സംഭവത്തിനെ പറ്റി അവരൊന്നും ചിന്തിക്കുന്നില്ല എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ ഇതിന്റെ ഒരു കാരണം. ഇതിനു വേണ്ടിയുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പൊതുവെ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് പോയി അത് ഒന്ന് കിട്ടണം എന്ന് പറയുന്നതല്ലാതെ ഒരു സംഘടനാ ബലം ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവില്ലാത്തതായിരിക്കാം ഒരുപക്ഷെ കാരണം. തീർച്ചയായിട്ടും ഇത്തരം ചർച്ചകളിലേക്ക് ഈ കാര്യം വരുമ്പോൾ കൂടുതൽ പേര് ഇതിനെപ്പറ്റി ബോധവാന്മാരാവുകയും ഇതിൽ തന്നെ
ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ ഒരുപാട് സംവിധായകർ വന്നിട്ടുണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാനായിട്ട്. സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥര് ഡോക്യുമെന്ററികൾ എടുത്തവരുണ്ട്. അവർക്ക് കൂടി ഇക്കാര്യത്തിൽ നിയമ ഭേദഗതികൾ വരുത്താനായിട്ടുള്ള ഒരു സമ്മർദ്ദം ചെലുത്താവുന്നതാണ്. തീർച്ചയായിട്ടും ഇങ്ങനത്തെ ചർച്ചകളിലേക്ക് വരുമ്പോൾ അത്തരം സാധ്യതകൾ തുറന്നു കിട്ടട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ഇതിനെ സംബന്ധിച്ച് ശ്രീ ജി ഹരി അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഈ ചർച്ച ഏകദേശം സമാപിക്കേണ്ട സമയമായി. കൂടുതൽ ആർക്കെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. നമ്മളുടെ ശ്രീ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ശ്രീ രാജഗോപാൽ ഇവിടെ എത്തിയിട്ടുണ്ട്. സാറിന് ചോദിക്കണമെങ്കിൽ സാറ് ജസ്റ്റ് ഞാനൊരു ഇൻവൈറ്റ് അയക്കുകയാണ്. സാറ് മുകളിലേക്ക് വന്ന് സംസാരിക്കാം എന്ന് പറയുന്നു. സാർ അത് ആക്സെപ്റ്റ് ചെയ്താൽ സാറിന് ഇവിടെ പാനലിലേക്ക് ചർച്ചയിലേക്ക് വരാം. ശ്രീമതി ചന്ദ്രലേഖ, ശ്രീ രാജഗോപാൽ സർ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ സംസാരിക്കാം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിനെ അധികരിച്ചാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. ഓക്കെ, സുരേഷ് സാറിന് ഇപ്പോൾ സംസാരിക്കാൻ അസൗകര്യമുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിനെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ ഏറ്റവും വളരെ അധികം കഷ്ടനഷ്ടങ്ങൾ സഹിച്ചും അതല്ലെങ്കിൽ ഒരുപാട് പെയിൻ എടുത്തും നമ്മൾ ചെയ്യുന്ന പല ഡോക്യുമെന്ററികളും പ്രദർശനത്തിന്റെ വേദിയിലേക്ക് എത്തുന്നില്ല എന്നുള്ള ഒരു സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയ്ക്ക് പരിഹാര നിർദ്ദേശങ്ങൾ ആയിട്ട് ചില സംഘടനകൾക്ക് വേണമെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള ഒരു ചർച്ചയിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ശ്രീ ജി ഹരി ഇതിനെപ്പറ്റി അഭിപ്രായം പറയാമോ? എനിക്ക് അടുത്തിടെ ഉണ്ടായിട്ടുള്ള ഒരു തിക്താനുഭവം എന്ന് പറഞ്ഞാല്, ഞാനൊരു ഇപ്പൊ PRD തന്നെ PRD കാര്യം തന്നെ പറയാം. PRD-യില് തിക്താനുഭവം എന്നല്ല, പൊതുവെ എല്ലാവരും തന്നെ നേരിടുന്ന ഒരു പ്രശ്നമാണ്. PRD-യിൽ നേരത്തെ ഇത് ഞാൻ 15 വർഷമായിട്ട് PRD-യുടെ എംപാനൽ ഡയറക്ടറാണ്. സീക്രട്ടാണ്. ഞാൻ വിപുലമായി ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ള വിരലുണ്ടാവുന്ന ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞല്ലോ. പക്ഷെ എന്തായാലും ഞാൻ പലപ്പോഴും അപ്രോച്ച് ചെയ്യുമ്പോൾ അതിന് സമയം മാറിപ്പോയി. ഇതിലെ ഈ മേഖലയിൽ നിൽക്കണമെങ്കിൽ പൂർണ്ണമായിട്ട് ഇതിൽ തന്നെ, അപ്പൊ എന്റെ കുറച്ച് താല്പര്യങ്ങൾ വേറിട്ട കുറെ താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ ഡോക്യുമെന്ററി ചെയ്തു. അപ്പൊ പക്ഷെ അന്വേഷിച്ച് പോകുമ്പോൾ പല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ പോലും, PRD-യിലൊക്കെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ പോലും ഇതിനകത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള മത്സരങ്ങളാണ്. അപ്പൊ അതിന് നമുക്ക് അത് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നാൽ മാത്രമേ നമുക്ക് ഒരു പ്രോഗ്രാം കിട്ടത്തുള്ളൂ. അപ്പൊ എനിക്ക് 15 വർഷമായിട്ട് ഒരു പ്രോഗ്രാം എംപാനൽഡ് ആയിട്ടാണ് ഒരു പ്രോഗ്രാം പോലും കിട്ടിയിട്ടില്ല. കിട്ടാത്ത കാര്യം എന്ന് വെച്ചാൽ എന്റെ കുറ്റമെന്ന് വേണമെങ്കിൽ പറയാം. ഇത് നമ്മൾ സൈറ്റിൽ കൃത്യമായിട്ട് നോക്കി ഉള്ള ശരിക്കും ഒരു മത്സര ഇതാണ്. അപ്പൊ ഇത്തവണ ഏതെങ്കിലും രീതിയിലുള്ള ഇത്തവണ എംപാനൽഡ് ആയതുകൊണ്ട് സ്ഥിതിക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അത് PRD അപ്രോച്ച് ചെയ്തപ്പോഴത്തേക്കും സമീപിച്ചപ്പോഴത്തേക്കും അവിടുത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നുള്ള പൊതുവെ സർക്കാരിന്റെ പൈസ ഇല്ലാത്തതുകൊണ്ടും ചിലരൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് ഫണ്ട് വാങ്ങിച്ചു പോയിട്ട് യഥാസമയം അവര് പറഞ്ഞതെന്ന് വെച്ചാൽ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരെന്താ പറഞ്ഞത്, അത് അവര് തിരിച്ച കാസറ്റ് അവിടെ സബ്മിറ്റ് ചെയ്യാത്തതുകൊണ്ട് സർക്കാരിന് നഷ്ടം വരുന്നതുകൊണ്ട് നമ്മൾ സ്വയം തന്നെ ഡോക്യുമെന്റ് ചെയ്യണമെങ്കിൽ തന്നെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഡോക്യുമെന്റ് ചെയ്യണമെന്നുള്ള അവസ്ഥയാണ്. അപ്പൊ അത് തീർത്തും അത് കണ്ട് ഞാൻ കുറച്ച് നിരാശനായി. ഇപ്പൊ ഏതെങ്കിലും ചെയ്യാവുന്ന കുറെ സബ്ജക്റ്റുകൾ ഞാൻ വളരെ കുറച്ച് നല്ല പ്രസക്തമായിട്ടുള്ള ഒരു കാലികമായിട്ടുള്ള കുറച്ച് സബ്ജക്റ്റുകൾ എനിക്ക് താല്പര്യമുള്ള പൊതുവെ ആൾക്കാർക്ക് താല്പര്യം വരുന്നതുള്ള സബ്ജക്റ്റുകളൊക്കെ ചൂസ് ചെയ്തതൊക്കെ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്തെങ്കിൽ പിന്നീട് അങ്ങോട്ട് പോകാൻ തോന്നിയില്ല. ഇങ്ങനെ പറയുമ്പോഴത്തെ നമുക്ക് നമ്മൾ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ചെയ്തതിന് ശേഷം അത് പിന്നെ റീഫണ്ട് ചെയ്തൊക്കെ സർക്കാരിന്റെ വയലൊക്കെ ഒപ്പിട്ടൊക്കെ വരുമ്പോഴത്തെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. അപ്പൊ അത് കാരണം ഞാൻ അതുപോലെ പിന്മാറും. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് ഇതിനകത്ത് പിന്മാറി കാണും. അങ്ങനെ ഒരു ഈ മേഖലയിൽ ശരിക്കും പറഞ്ഞാൽ നല്ല പിന്നെ ഒരു വെൽ ഓഫ് ആയിട്ട് ആൾക്കാർക്ക് മാത്രമേ, അല്ല വെൽ ഓഫ് എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള സാധ്യതകൾ, അതിനകത്ത് സാമ്പത്തികം ഒരു പ്രധാനമാണ്. ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഈ മേഖലയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ, എനിക്ക് തോന്നുന്നത്. ഓക്കെ, വളരെ നന്ദി. അപ്പോൾ ഇന്ന് നമ്മളുടെ ചർച്ചയുടെ സമയം ഏകദേശം അവസാനിക്കുകയാണ്. നമ്മൾ വളരെയധികം വിഷയങ്ങൾ, അതായത് ഈ ഡോക്യുമെന്ററി മേക്കിങ്ങിൽ അനുഭവ സമ്പത്തുള്ള 2 വ്യക്തികളാണ് ഇന്നിവിടെ സംസാരിച്ചത്. രണ്ടുപേരുടെയും അനുഭവങ്ങൾ മാത്രമല്ല അവരുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. നമ്മളുടെ ക്ലബ് ഹൗസ് മീഡിയ റൂമിലെ പരമ്പരകളുടെ 4ാം വർഷത്തിലേക്കുള്ള പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ എപ്പിസോഡാണ്. തീർച്ചയായിട്ടും ഇത് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള വിഷയങ്ങളിലാണ് നമ്മൾ ചർച്ച ചെയ്തത്. മാത്രമല്ല ഡോക്യുമെന്ററി സംവിധായകരുടെ
അവർ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചിട്ടും നമ്മൾക്ക് ഇവിടെ സംസാരിക്കാൻ സാധിച്ചു. ഡോക്യുമെന്ററിക്ക് വളരെ പ്രത്യാശാഭരിതമായിട്ടുള്ളൊരു ഫ്യൂച്ചർ ഉണ്ടാകും എന്നുള്ള ഒരു സൂചനയാണ് ജെയിംസ് സാറിൽ നിന്ന് കിട്ടിയത്. കാരണം സിനിമ തന്നെ ഡോക്യുമെന്ററി ആയി മാറുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെന്നുള്ളത് തീർച്ചയായിട്ടും ശുഭോദർക്കതമായിട്ടുള്ളൊരു സംഗതിയാണ്. അങ്ങനെയുള്ള ഒരു കൺക്ലൂഡിങ് നോട്ടോടുകൂടി നമ്മൾ ഇന്നത്തെ ഈ വിഷയം, ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഈ ദൃശ്യസാക്ഷ്യം പരമ്പരയുടെ അടുത്ത അധ്യായം അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് ഇതേ വേദിയിൽ നടക്കും. എല്ലാ ശ്രോതാക്കൾക്കും, ഇതിൽ പങ്കെടുത്ത എല്ലാ ശ്രോതാക്കൾക്കും, ഇതിൽ സംസാരിച്ച ശ്രീ തമ്പാൻ അടക്കമുള്ള ശ്രോതാക്കൾക്കും, അതുപോലെ ഇന്ന് വളരെ തിരക്കിനിടയിലും ഈ ഒരു പരമ്പരയിൽ സംസാരിക്കാൻ എത്തിച്ചേർന്ന ജെയിംസ് ജോസഫ് സാർ, അതുപോലെ ശ്രീ ജി ഹരി നീലഗിരി, രണ്ടുപേർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. അതിൻ്റെ ഒപ്പം ഇന്ന് നമ്മളുടെ ചീഫ് മോഡറേറ്റർ ഡി പ്രദീപ് കുമാർ സാറിന് വളരെ അത്യാവശ്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സെൻഡ് ഓഫ് ആണെന്ന്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്ന് സാന്നിധ്യം അറിയിക്കാൻ കഴിയാഞ്ഞത്. അദ്ദേഹത്തിന് കൂടി വേണ്ടി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭരാത്രി.